ഹലോ, ഒരു കഥ പറഞ്ഞാലോ? ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് 2024 റിലീസായിട്ടുള്ള ഒരു തമിഴ് വെബ് സീരീസ് ആണ് ഐന്താം വേദം. സ്റ്റാർട്ട് ചെയ്താലോ? എപ്പിസോഡിന്റെ തുടക്കത്തിൽ 1972 ഒരു ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻ നടക്കുന്ന സ്ഥലമാണ് കാണിക്കുന്നത്. തമിഴ്നാട്ടിലെ മധുരയാണ് കാണിക്കുന്നത്. ഇവിടെ ഒരു വലിയ ഗ്രൗണ്ടിൽ കുറെ ആളുകൾ ചേർന്ന് സ്ഥലമൊക്കെ കുഴിച്ചു നോക്കുന്നുണ്ട്. പഴയ കൾച്ചറൽ ഐറ്റംസ് ഒക്കെ കണ്ടുപിടിക്കുന്നുണ്ട്. അവരിൽ ഒരു പെൺകുട്ടിക്ക് ഒരു പ്രത്യേക സ്കെൽറ്റന്റെ അടുത്ത് ഒരു പ്രത്യേക തരത്തിലുള്ള എഴുത്തോല കിട്ടുന്നുണ്ട്. അതിൽ എന്തോ എഴുതിയിട്ടുണ്ട്. അവർ പെട്ടെന്ന് അവരുടെ സീനിയർ സാറിനെ വിളിച്ചു വരുത്തുന്നുണ്ട്. എന്നിട്ട് അയാളെ ഇത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അയാൾ ഈ ഒരു എഴുത്ത് വായിച്ചു നോക്കിയതിനു ശേഷം പറയുന്നുണ്ട്, ഇതൊരു മെസ്സേജ് ആണ്, ഏതോ രാജാവിന് കൊടുത്തയച്ചതാണ്, ഒരു പ്രഡിക്ഷൻ ആണിത്. കലിയുഗം 4057 എല്ലാ ഗ്രഹങ്ങളും ഒരേ ലൈൻ പോലെ നിരക്കുമ്പോൾ ഏതോ ഒരു അതിശയം സംഭവിക്കും എന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. ഇത് വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് ഒരു വേദമുണ്ടെന്നും അത് ഇന്ന് തൊട്ട് ഒരു 50 വർഷത്തിനുള്ളിൽ റിവീൽ ആകുമെന്നാണ്. അപ്പൊ ബ്രഹ്മദേവന്റെ ഈ ഒരു പടം കണ്ടില്ലേ, അതില് കുഞ്ഞിന്റെ രൂപത്തിൽ സൂചിപ്പിക്കുന്നത് ഈ വേദത്തെ ആയിരിക്കണം എന്ന് പറയുന്നുണ്ട് ആ ഒരു ആർക്കിയോളജിസ്റ്റ്. അവിടെ നിന്ന് കെട്ടായ വീണ്ടും നമ്മളെ കാണിക്കുന്നത് 2024 ചെന്നൈയാണ്. അവിടെ ഒരാൾ കാർ ഓടിച്ചോണ്ട് പോകുന്നുണ്ട്. മാത്രമല്ല അയാൾ ഏതോ ഒരു ഫ്രണ്ടിനോട് ഫോണിലൂടെ സംസാരിക്കുന്നുണ്ട്. പതി എന്നാണ് ആ ഒരു ഫ്രണ്ടിന്റെ പേര്. ആള് ടെൻഷനായാണ് സംസാരിക്കുന്നത്. നമ്മുടെ സ്റ്റോറി കേട്ട് ആരും തന്നെ ഇപ്പൊ ജീവനോടെ ഇല്ല. ഒരു പാറ്റേൺ ബേസിൽ എല്ലാവരെയും ആരോ കൊന്നു കളയുന്നുണ്ട്. എനിക്ക് നിന്നെ ഉടനെ തന്നെ കാണണം, ഞാൻ വരുവാണ് അങ്ങോട്ട് എന്ന് പറയുന്നുണ്ട്. ശേഷം അയാൾ അയാളുടെ വീട്ടിലെത്തിയിട്ട് ഗേറ്റ് തുറക്കാനായിട്ട് കാറിന് വെളിയിലോട്ട് ഇറങ്ങുന്നുണ്ട്. അപ്പോ നമ്മളെ കാണിക്കുന്നുണ്ട് അയാളെ ഫോളോ ചെയ്ത് വേറെ ഒരാളും കൂടി ബൈക്കിൽ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അയാൾ കാറിൽ നിന്ന് ഇറങ്ങിയപ്പോ പെട്ടെന്ന് മറ്റേ ഒരു മനുഷ്യൻ കാറിനുള്ളിലോട്ട് കയറുന്നുണ്ട്. ശേഷം തിരിച്ചു വന്ന് കാർ എടുത്ത അയാളെ ഒരു പ്ലാസ്റ്റിക് കവർ വെച്ച് ശ്വാസം മുട്ടിച്ച് കൊല്ലുവാണ് ആ വന്നയാള്. എന്നിട്ട് അയാളുടെ ലാപ്ടോപ്പും ഫോണും ഒക്കെ എടുത്തോണ്ട് പോകുന്നുണ്ട്. അവിടുന്ന് കെട്ടായി പിന്നെ നമ്മളെ കാണിക്കുന്നത് വാരണാസിയാണ്. രക്ഷ നടക്കാൻ ഇനി 16 ദിവസമേ ഉള്ളൂ എന്ന് എഴുതി കാണിക്കുന്നുണ്ട്. ഗംഗാനദിയാണ് കാണിക്കുന്നത്. ആ നദിയിൽ ഒരു പെൺകുട്ടി മുങ്ങി വരുന്നുണ്ട്. അവളുടെ പേരാണ് അനു. അവളുടെ അമ്മയുടെ മരണച്ചടങ്ങിലുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യാനായിട്ടാണ് വന്നിരിക്കുന്നത്. അങ്ങനെ അവള് ഗംഗയിൽ മുങ്ങി നിവരും. പെട്ടെന്ന് ഒരു ഫോട്ടോഗ്രാഫർ അവളുടെ ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇത് ശ്രദ്ധയിൽപ്പെട്ട അനു ആംഗ്യത്തില് അവനോട് വേണ്ടാന്ന് കാണിക്കുന്നുണ്ട്. അയാളും പെട്ടെന്ന് സോറി പറയുന്നുണ്ട്. പിന്നീട് അനുയുടെ അച്ഛനെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് അച്ഛനോട് പറയുന്നുണ്ട്, അച്ഛൻ ചെയ്യേണ്ട കർമ്മമാണിത്. അച്ഛൻ എപ്പോഴും ഇങ്ങനെ ബിസി ആയാൽ എങ്ങനെയാണ്? ഞാൻ അച്ഛൻ വരാത്തതിന് കാരണം പറയുന്നതിനേക്കാൾ എളുപ്പമായിട്ട് എനിക്ക് തോന്നിയത് അച്ഛനും മരിച്ചു പോയെന്നാണ്. അതുകൊണ്ട് ഞാൻ അച്ഛന് വേണ്ടിയും കൂടി കർമ്മം ചെയ്തു എന്നൊക്കെ ദേഷ്യപ്പെട്ട് അച്ഛനോട് പറയാണ്. പിന്നീട് നമ്മളെ കാണിക്കുന്നുണ്ട് ചെറുപ്പകാലത്തൊന്നും അച്ഛൻ അവരുടെ കൂടെ ഉണ്ടായിരുന്നില്ല. അമ്മയാണ് അവളെ വളർത്തിയതൊക്കെ. അച്ഛൻ ഒരു ആർക്കിയോളജിസ്റ്റ് ആണ്. അദ്ദേഹം എപ്പോഴും തിരക്കിലായിരിക്കും, അങ്ങനെ കാണാനൊന്നും വരത്തില്ല. വീണ്ടും നമ്മളെ വാരണാസിയാണ് കാണിക്കുന്നത്. അവിടുത്തെ സ്ട്രീറ്റിലൂടെ അനു ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. ഒരു കടയിലൊക്കെ കയറി സാധനങ്ങളൊക്കെ മേടിക്കുന്നുണ്ട്. പെട്ടെന്ന് വേറൊരു ഫോട്ടോഗ്രാഫർ അവളുടെ ഫോട്ടോ എടുക്കുന്നുണ്ട്. ഒന്നല്ല 2 പിക്ക് എടുക്കുന്നുണ്ട്. അപ്പൊ അനു കണ്ടെന്ന് മനസ്സിലാകുമ്പോൾ അയാൾ അവിടെ നിന്ന് ഓടിപ്പോവാണ്. അപ്പൊ അനു അയാളുടെ പിറകെ ഓടുന്നുണ്ട്. അയാൾ ഓടിപ്പോകുമ്പോൾ വഴിയിൽ ഒരു ടാർഫ്, അതായത് നീളം കുറഞ്ഞ ആള് നിപ്പുണ്ടായിരുന്നു. അയാൾ അയാളുടെ കാല് വെച്ചിട്ട് ആ ഒരു ഫോട്ടോഗ്രാഫറിനെ തള്ളി മറിച്ചിടുന്നുണ്ട്. അയാൾ വീഴുന്നുണ്ട്. കയ്യിൽ നിന്ന് ഒരു ക്യാമറയും തെറിച്ചു പോകുന്നുണ്ട്. പക്ഷെ അയാൾ ക്യാമറ എടുക്കാനൊന്നും നിന്നില്ല. അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുവാണ്. അപ്പൊ പുറകിനെ തന്നെ അനുവും വരുന്നുണ്ടായിരുന്നു. ഈ ഒരു ഡാർഫ് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഓടിച്ചെന്ന് ഈ ഒരു ക്യാമറ എടുത്ത് അനുവിന് കൊടുക്കുന്നുണ്ട്. അനു അത് ചെക്ക് ചെയ്യുമ്പോൾ അതിൽ മെമ്മറി കാർഡ് ഉണ്ടായിരുന്നില്ല. എന്നിട്ട് അവൾ ആ ഒരു ക്യാമറ തിരിച്ച് ആ ഒരു ഡാർഫിന്റെ കയ്യിൽ തന്നെ കൊടുക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അവൻ എന്റെ ഫോട്ടോ എടുത്തു, പക്ഷെ ഇത് അവന്റെ തന്നെ ക്യാമറയാണ് എന്ന് പറഞ്ഞിട്ട് ആ ഡാർഫിനെ ഏൽപ്പിക്കുകയാണ്. എന്നിട്ട് അവൾ അവിടെ നിന്ന് പോകുന്നുണ്ട്. ശേഷം നമ്മളെ കാണിക്കുന്നുണ്ട് ആ ഒരു ഡാർഫ് ആയിരുന്നു ആ ഒരു മെമ്മറി കാർഡ് എടുത്തത്. അയാൾ അയാളുടെ ലാപ്ടോപ്പിൽ ഇട്ട് ചെക്ക് ചെയ്യുന്നുണ്ട് ഫോട്ടോസ് ഒക്കെ. അതിൽ അനുവിന്റെ ഒരു ഫോട്ടോയും ഉണ്ടായിരുന്നു. അവിടുന്ന് കട്ടായ പിന്നെ നമ്മളെ കാണിക്കുന്നത് അനു താമസിക്കുന്ന ലോഡ്ജിന്റെ ഓണറെയാണ്. അയാൾ ഒരു സ്വാമിജിയാണ്. അയാൾ അയാളുടെ റൂമിലോട്ട് വന്ന് റെസ്റ്റ് എടുത്തോണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് അനുവിനെ കാണിക്കുന്നുണ്ട്. അനുവിന്റെ ഫ്രണ്ടിന്റെ കോള് വരുന്നുണ്ട്. അപ്പോ അനുവിന്റെ വോയിസ് ഒരു ഫ്രഞ്ച് ബാൻഡിന് ഇഷ്ടപ്പെട്ടു. ഒരു സിംഗറാണ്, അതുകൊണ്ട് തന്നെ ആ ഒരു ഫ്രഞ്ച് ബാൻഡിന് അവളെ ജോയിൻ ചെയ്യിപ്പിക്കാൻ താല്പര്യമുണ്ട്. അപ്പോ നാളെ തന്നെ നീ പോണ്ടിച്ചേരി വരണം ഓഡീഷൻ ആയിട്ടെന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടപ്പോൾ അനുവിന് ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. ശേഷം കോള് കട്ട് ചെയ്തതിനു ശേഷം അവള് വലിയ രീതിയിൽ പാട്ട് പാടി അട്ടഹസിച്ച് ചിരിക്കുന്നൊക്കെയുണ്ട്. ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ച് കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് അവൾക്ക്. സന്തോഷത്തിൽ അവൾ ഇങ്ങനെ വിളിച്ചു കൂവി അട്ടഹസിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് കേട്ടോണ്ട് ഫസ്റ്റ് ഫോട്ടോ എടുത്ത ഒരാളില്ലേ, ഫോട്ടോഗ്രാഫർ, അയാൾ അവിടെ തന്നെ നിപ്പുണ്ടായിരുന്നു. അയാൾ അനുവിനെ പരിചയപ്പെടുകയാണ്. അയാളുടെ പേര് പതി എന്നാണ്. അയാൾ ബ്രഹ്മനെ പറ്റിയുള്ളൊരു ഡോക്യുമെന്ററി എടുക്കാനായിട്ടാണ് അവിടെ വന്നിരിക്കുന്നത്. അവരങ്ങനെ പരിചയപ്പെടുന്നുണ്ട്. ഈ സമയം നമ്മുടെ ലോർഡ് ജോണിനെയും കാണിക്കുന്നുണ്ട്. അതായത് ആ ഒരു സ്വാമിജി. അയാൾ അങ്ങനെ അവിടെ റൂമിൽ റെസ്റ്റ് എടുത്തോണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു അശരീരി കേൾക്കുന്നുണ്ട്. ആ പെട്ടി അനുവിനെ ഏൽപ്പിക്ക്, നിന്റെ ജന്മലക്ഷ്യം നീ പൂർത്തിയാക്കുക എന്ന് പറഞ്ഞിട്ടാണ് അശരീരി കേൾക്കുന്നത്. അമ്മി പെട്ടെന്ന് വിസിറ്റർ ലോഗൊക്കെ നോക്കുമ്പോൾ അവിടെ അനു പഞ്ചമാവേദി എന്ന് പറഞ്ഞിട്ട് ഒരു എൻട്രി ഒക്കെ കാണുന്നുണ്ട്. ശേഷം വീണ്ടും
പതിയെയും അനുവിനെയാണ് കാണിക്കുന്നത്. അവിടേക്ക് ഒരു പയ്യൻ വന്നിട്ട് അനുവിനോട് പറയുന്നുണ്ട്, സ്വാമിക്ക് ചേച്ചി ഒന്ന് കാണണം, ഒന്ന് റൂം വരെ പോയി ഒന്ന് കാണാമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അനുവും പറയുന്നുണ്ട്, ആ ഓക്കെ ഞാൻ വരാമെന്ന്. അനു അങ്ങനെ സ്വാമിയുടെ റൂമിലോട്ട് പോകുന്നുണ്ട്. അവിടെ ചെന്നപ്പോൾ ആ സ്വാമി അവളോട് ഒരു ബോക്സിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. ശേഷം അത് ഈ സ്ഥലത്തുനിന്ന് കൊണ്ടുപോകേണ്ട രീതി നിനക്കാണ്, എന്റെ കടമ ഇവിടെ കൊണ്ട് തീർന്നു എന്നൊക്കെ അനുവിനോട് പറയുന്നുണ്ട്. പക്ഷെ അനു അത് സമ്മതിക്കുന്നില്ല. കാരണം അവൾക്ക് നാളെ പോണ്ടിച്ചേരി പോകണമല്ലോ. അവള് പറയുന്നുണ്ട്, എനിക്ക് ഇത് കൊണ്ടുപോകാൻ താല്പര്യമില്ല, കാരണം എനിക്ക് പോണ്ടിച്ചേരി പോകണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സ്വാമി പറയുന്നുണ്ട്, നിന്റെ ഡെസ്റ്റിനിയാണ് ഇത്, നിനക്ക് ഇവിടുന്ന് കൊണ്ടുപോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് അവളെ ആ റൂമിൽ നിർത്തിയിട്ട് സ്വാമി ഹിഡൻ പ്ലേസ് ഒരു റൂമുണ്ട് അവിടോട്ട് കയറി പോവാണ്. സ്വാമി അങ്ങോട്ട് പോയ തക്കത്തിന് ഇവള് പെട്ടെന്ന് ആ റൂമിൽ നിന്ന് തിരിച്ചു പോകാനായിട്ട് ശ്രമിക്കുകയാണ്. പെട്ടെന്ന് ഒരു അശരീരി അനുവും കേൾക്കുന്നുണ്ട്. ആ ബോക്സ് അയങ്കാരപുരത്ത് കൊണ്ടുപോയി എന്ന് പറഞ്ഞിട്ട് ഒരു അശരീരിയാണ് അവള് കേൾക്കുന്നത്. ഇത് കേട്ടുടനെ അവള് വല്ലാതെ ഹാലൂസിനേറ്റഡ് ആയിട്ടുള്ള രീതിയിൽ അവിടെ തന്നെ നിന്ന് പോവാണ്. അങ്ങനെ അവൾ അവിടെ നിൽക്കുമ്പോൾ പെട്ടെന്ന് ആ ഒരു ബോക്സുമായിട്ട് സ്വാമിജി വന്നിട്ട് ആ ബോക്സ് അവളുടെ കയ്യിലോട്ട് ബലമായിട്ട് പിടിച്ചേൽപ്പിക്കുന്നുണ്ട്. അനു ഒരുപാട് ഷൗട്ട് ചെയ്യുന്നുണ്ട്, തിരികെ ഏൽപ്പിക്കാനായിട്ടൊക്കെ നോക്കുന്നുണ്ട്. പക്ഷേ സ്വാമി പറയാണ്, ഈ ബോക്സ് നീ അയങ്കാരപുരത്ത് ഒരു പഴയ ക്ഷേത്രമുണ്ട്, ആ ക്ഷേത്രത്തിലെ പൂജാരിനെ ഏൽപ്പിക്കണമെന്ന് പറയുകയാണ്. ഇത് പറഞ്ഞു തീരുന്നതിന് മുന്നേ അവിടെ കുറെ ആൾക്കാർ വെൽഡ് ചെയ്തുകൊണ്ടൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അയാളുടെ വെൽഡിംഗ് മെഷീനിൽ നിന്ന് ഒരു ബ്ലേഡ് തെറിച്ചു വന്ന് സ്വാമിയുടെ കഴുത്ത് തന്നെ അറുത്തങ്ങ് കളയാണ്. സ്വാമി അവിടെ തന്നെ മരിച്ചു വീഴുന്നുണ്ട്. കണ്ട് പേടിച്ച അനു ആ ബോക്സ് അവിടെ ഇട്ടിട്ട് അവിടുന്ന് ഓടിപ്പോവാണ്. അവിടുന്ന് കെട്ടായി പിന്നെ നമ്മളെ കാണിക്കുന്നത് അയങ്കാരപുരവും ആ ക്ഷേത്രവും പൂജാരിയൊക്കെയാണ്. അവിടെ വലിയ കൊത്തുപണികളൊക്കെ ഉള്ളൊരു ക്ഷേത്രമാണ് കാണിക്കുന്നത്. വീണ്ടും നമ്മളെ കട്ട് ചെയ്ത് അനുവിനെയാണ് കാണിക്കുന്നത്. അനു വാരണാസിയിൽ നിന്ന് പോവാൻ ഇറങ്ങുവാണ്. അവള് അച്ഛനെ വിളിക്കുന്നുണ്ട്. അച്ഛൻ കാശ്മീരിലാണ് വർക്ക് ചെയ്യുന്നത്. അച്ഛൻ അപ്പൊ പറയുന്നുണ്ട് അങ്ങോട്ട് വരാൻ. അപ്പോ അനു പറയാണ്, ഇപ്പോ ആ ഒരു ലോഡ്ജ് ഓണർ മരിച്ചതേ ഉള്ളൂ, അവിടെ വിറ്റ്നസ് ഒക്കെ ഉള്ളത് കൊണ്ടാണ് അവരെന്നെ വെറുതെ വിട്ടത്, അയാൾ എന്റെ മുന്നിൽ കിടന്നല്ലേ മരിച്ചത്. ശേഷം അച്ഛൻ പറയുന്നുണ്ട്, നീ എന്തായാലും കാശ്മീർ വരെ വന്ന് എന്നെ ഒന്ന് കണ്ടിട്ട് പോവാൻ. അപ്പൊ അവള് അച്ഛനോട് ദേഷ്യപ്പെടുകയാണ്, ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് എന്നോട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, എന്റെ ഇഷ്ടം അനുസരിച്ച് ഞാൻ ചെയ്തോളാം, ഞാനിപ്പോ പോണ്ടിച്ചേരിയിലേക്കാണ് പോകാൻ പോകുന്നതെന്ന് പറയുന്നുണ്ട്. അങ്ങനെ കാറ് വന്നു. കാറിലോട്ട് കയറി ഇരിക്കുമ്പോൾ ആ ലോഡ്ജിലുള്ള ഒരു പയ്യനില്ലേ, ആ പയ്യൻ ആ ഒരു ബോക്സ് അവളുടെ കയ്യിൽ കൊണ്ടു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, സ്വാമിജിക്ക് തന്ന ബോക്സ് അല്ലേ, ഇന്ന് ഇത് എടുത്തോളാൻ പറയുന്നുണ്ട്. അപ്പൊ തന്നെ അവിടെ ഫ്രണ്ടും വീഡിയോ കോൾ ചെയ്യുന്നുണ്ടായിരുന്നു. ആ ബോക്സ് കണ്ടപ്പോ ഫ്രണ്ട് ചോദിക്കുകയാണ്, നീ ആ ഫ്രഞ്ച് ഗൈസിന് ഗിഫ്റ്റ് വല്ലതും വാങ്ങിച്ചോ? അപ്പൊ അവള് ചോദിക്കുന്നുണ്ട്, എന്ത് ഗിഫ്റ്റ്? ആ ഒരു ബോക്സ് ഇല്ലേ, ആ ബോക്സ് അവർക്ക് കൊടുത്താൽ അവർ നല്ല ഇംപ്രസ് ആവും, അവർക്ക് ആന്റിക് സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്ന് ആ ഒരു ഫ്രണ്ട് പറയാണ്. ഇത് കേട്ടപ്പോൾ അനുവിന് ഒരു ഐഡിയ തോന്നി, എന്തായാലും ഈ ഒരു ബോക്സ് എടുക്കാം, എന്നിട്ട് അവർക്ക് ഗിഫ്റ്റ് ചെയ്യാന്ന് തോന്നുകയാണ്. അങ്ങനെ ആ ഒരു ബോക്സ് അവള് കയ്യിൽ കരുതുകയാണ്. അങ്ങനെ അവൾ ഫ്ലൈറ്റിലാണ് യാത്ര ചെയ്തത്. നേരെ വന്ന് ചെന്നൈയിൽ ഇറങ്ങുന്നുണ്ട്. അവിടെ നിന്ന് ബസ്സിൽ വേണം പോണ്ടിച്ചേരിയിൽ പോകാനായിട്ട്. അതിനായിട്ട് അവള് ബസ് സ്റ്റോപ്പിൽ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ അവിടെ ഒരു സ്വാമിജി ഇരിപ്പുണ്ട്. എവിടാണ് നിങ്ങൾ പോകുന്നതെന്നൊക്കെ ആ ഒരു സ്വാമിജി ഇവളോട് ചോദിക്കുന്നുണ്ട്. പക്ഷെ ഇവള് മൈൻഡ് ചെയ്യാതെ ഇങ്ങനെ നിൽക്കുകയാണ്. പെട്ടെന്ന് അവളുടെ ലഗേജ് ഒക്കെ എടുത്തോണ്ട് ഈ സ്വാമിജി ഇറങ്ങി ഒറ്റ ഓട്ടം ആടുവാണ്. അവളും പിറകെ ഓടിയൊക്കെ നോക്കി, പക്ഷെ അയാള് അപ്രത്യക്ഷമായ പോലെ അവിടെ കാണാതെ അങ്ങ് പോവുകയാണ്. അപ്പോൾ അനു പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിൽ പോയി പരാതിയൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ പോലീസുകാർ പറയുന്നുണ്ട്, ഇനിയിപ്പോ പോണ്ടിച്ചേരിയിലോട്ട് ഈ രാത്രി പോയാൽ ശരിയാവത്തില്ല, എന്തായാലും നിങ്ങൾ ഇവിടെ കാണാൻ സ്റ്റേ ചെയ്യാൻ. അനു അവിടെ തന്നെ ഒരു ലോഡ്ജ് ബുക്ക് ചെയ്ത് അവിടെ സ്റ്റേ ചെയ്യാണ്. ആ ഒരു ബോക്സ് മാത്രമാണ് അവളുടെ കയ്യിലുള്ളത്. അന്ന് രാത്രി അവൾ ഇങ്ങനെ റൂമിൽ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ആ ഒരു ഡോർ ആരോ വന്ന് കൊട്ടുന്ന പോലെ തോന്നി. അവൾ തുറന്നു നോക്കുമ്പോൾ ആ ഒരു സ്വാമിയാണ് അവളവിടെ കാണുന്നത്. അവളുടെ ആ ലഗേജ് എല്ലാം ആ ഒരു റൂമിന്റെ വാതിലിൽ തന്നെ അയാൾ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഷൗട്ട് ചെയ്ത് അയ്യങ്കാരപുരത്തേക്ക് പോയെന്ന് പറഞ്ഞിട്ട് അയാൾ അവിടുന്ന് പോവുകയാണ്. അങ്ങനെ അവൾ ആ ലഗേജ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അപ്പുറത്തെ റൂമിൽ താമസിക്കുന്ന ഒരു പയ്യൻ ഇറങ്ങി വരുന്നുണ്ട്. അവന്റെ പേര് മിത്രൻ എന്നാണ്. അവൻ പരിചയപ്പെടുകയാണ്. അവനൊരു ടെക്കിയാണ്, മാത്രമല്ല അവനൊരു ഗേൾ ഫ്രണ്ടും കൂടെ ഉണ്ട്. ഒരു AI ആപ്പാണ്. പക്ഷെ എല്ലാ ജോലിയും ആ ഒരു ആപ്പാണ് അവന് ചെയ്തു കൊടുക്കുന്നത്. ആ ആപ്പിനെ അവൻ വിളിക്കുന്ന പേരാണ് രാധിക. പരിചയപ്പെട്ട ശേഷം അവന് വീണ്ടും ഫ്രണ്ടിനെ വിളിക്കുകയാണ്, ഞാൻ നാളെ അങ്ങ് എത്തും, നാളെ വന്ന് ഞാൻ അവരെ മീറ്റ് ചെയ്യാന്ന്. അപ്പൊ ഫ്രണ്ടും പറയുന്നുണ്ട്, നാളെ നീ വന്നാലൊന്നും ഒരു കാര്യമില്ല, കാരണം നാളെ വെളുപ്പിനെ തന്നെ അവര് ട്രിവാൻഡ്രത്ത് പോകും, ട്രിവാൻഡ്രത്ത് 2 ദിവസം കാണും, അത് കഴിഞ്ഞ് അവര് നേരെ ഫ്രാൻസിലോട്ട് പറക്കുമെന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട് അവള് വല്ലാതെ ഡെസ്പാവുന്നുണ്ട്. എന്തായാലും നാളെ ട്രിവാൻഡ്രത്ത് പോവാന്ന് അവള് തീരുമാനിക്കുകയാണ്. ഈ സമയം മിത്രന്റെ റൂമിലാണ് കാണിക്കുന്നത്. അവിടെ അനുവിന്റെ ഡീറ്റെയിൽസ് എല്ലാം ആ ഒരു AI ആപ്പ് വഴി അവൻ തിരഞ്ഞെടുക്കുന്നുണ്ടായിരുന്നു. അപ്പൊ മിത്രൻ ആള് കുറച്ച് ഞരമ്പനാണ്, കോഴിയൊക്കെയാണ് കേട്ടോ. അപ്പൊ ഈ ഒരു പെണ്ണിനെ കണ്ടപ്പോ ഇവൾ എന്റെ ടൈപ്പ് ആണോ എന്നൊക്കെ ആ ഒരു ആപ്പിനോടൊക്കെ ചോദിക്കുന്നുണ്ട്. ആ ഒരു പെണ്ണെങ്ങനെയാണ് സംസാരിക്കുന്നത്, പെരുമാറുന്നത്, അതേപോലെയാണ് അവനോട് സംസാരിക്കുന്നത്. ആ ആപ്പ് ഡെവലപ്പ് ചെയ്ത് തന്നെ രാധിക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിയൽ ആയിട്ടുള്ള ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവളുടെ ഫീച്ചേഴ്സ് വെച്ചിട്ടാണ് ഈ ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്തത് മിത്രൻ. അപ്പോൾ മിത്രൻ രാധികയോട്, എനിക്ക് നിന്നെ കാണണമെന്നുണ്ട് രാധിക, എനിക്ക് നിന്നെ റിയൽ ആയിട്ട് തൊടണം, ലൈക്ക് ഫ്ലഷ് ആൻഡ് ബ്ലഡ് ഉള്ള രാധികനെ എനിക്ക് കാണണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോ രാധികയും പറയുന്നുണ്ട്, എന്നെ നേരെ കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് തെങ്കാശിക്ക് പോകണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അപ്പൊ തന്നെ
തന്നെ രാധിക തന്നെ, അതായത് രാധിക തന്നെ ടിക്കറ്റും ബുക്ക് ചെയ്യുന്നുണ്ട്. അവിടുന്ന് കേട്ടായി പിന്നെ നമ്മളെ കാണിക്കുന്നത് പിറ്റേ ദിവസമാണ്. മിത്രനെ ഹൗസ് ഓണർ വഴക്കൊക്കെ പറയുന്നുണ്ട്. ഇത്രയും വലിയ മെഷീനൊക്കെ വെച്ച് നീ എന്താ അതിനകത്ത് ചെയ്യുന്നത്, മാത്രമല്ല രാത്രിയൊക്കെ നിന്റെ റൂമിൽ നിന്ന് വൃത്തിയായിട്ട് സൗണ്ട് ഒക്കെ കേൾക്കുന്നുണ്ട്, നീ എന്താ അവിടെ ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ മിത്രൻ പറയുന്നത് ഞാനൊരു ടെക്കിയാണ്, എനിക്ക് കോഡിയും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട്, അതാണ് അത്രയും വലിയ മെഷീൻസ് ഒക്കെ വെക്കുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഹൗസ് ഓണറും പറയുന്നുണ്ട് കറണ്ട് ബിൽ എന്തായാലും നീ കുറച്ച് കൂടുതൽ തരേണ്ടി വരും, ഇത്ര വലിയ മെഷീൻസിനൊക്കെ എന്തായാലും കറണ്ട് ചെലവാകത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവനെ ഓരോന്ന് വഴക്കൊക്കെ പറഞ്ഞിട്ട് അവിടുന്ന് പോവാണ്. ശേഷം അനു അങ്ങോട്ട് വരുന്നുണ്ട്. എന്നിട്ട് മിത്രനോട് സംസാരിക്കുകയാണ്. ശേഷം രാധികനെയൊക്കെ പരിചയപ്പെടുത്തുന്നുണ്ട്. എന്നിട്ട് അനു അവരോട് ട്രിവാൻഡ്രം പോകാൻ ഏതെങ്കിലും ട്രാവൽ ഏജൻസി അറിയാമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിന് മിത്രൻ രാധികയോട് ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ രാധിക അടുത്ത സ്പോട്ടിൽ തന്നെ എല്ലാം ചെക്ക് ചെയ്തിട്ട് പറയാണ് ട്രെയിനും ബസ്സും എല്ലാം ഫുള്ളാണ്, പക്ഷെ നമുക്കൊരു കാറ് രണ്ടിനടുത്ത് പോവാം, വഴിയിൽ ട്രിവാൻഡ്രത്തോട്ട് പോകുന്ന റൂട്ടിൽ അനുവിനെ ഇറക്കിയേക്കാം, നമുക്ക് മധുരയ്ക്കും പോവാന്ന് രാധിക സജസ്റ്റ് ചെയ്യാണ്. അങ്ങനെ അവർ പോകാനായിട്ട് തീരുമാനിക്കുന്നുണ്ട്. അവിടെ നിന്ന് കേട്ടായി പിന്നെ നമ്മൾ അയ്യങ്കാരപുരം ആണ് കാണിക്കുന്നത്. ക്ഷേത്രത്തിൽ ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ട്. കുംഭാഭിഷേക കലശത്തിന്റെ കാര്യങ്ങളൊക്കെയാണ് ചർച്ച ചെയ്യുന്നത്. 5 ഹോമകുണ്ഡം വേണമെന്ന് എല്ലാവരും പറയാണ്. അപ്പോൾ അവിടുത്തെ പൂജാരിയുടെ അച്ഛനായിട്ടുള്ളൊരു തിരുമേനിയുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട് 6 വേണമെന്ന്. അപ്പോൾ എല്ലാവരും തർക്കിക്കുകയാണ്, എന്തിനാണ് 6 എണ്ണം? അപ്പോൾ ആ ഒരു അച്ഛൻ തിരുമേനിയും പറയുന്നുണ്ട് ബ്രഹ്മൻ ഒരു പൂജാമുറി കൂടി ഇവിടെയുണ്ട്, നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല ഇതുവരെ, പക്ഷേ എൻ്റെ പൂർവികരെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട് അത് ഇവിടെ തന്നെ ഉണ്ടെന്ന്, അത് അധികം വൈകാതെ തന്നെ നമുക്ക് റിവീൽ ആകും എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് 6 എണ്ണം വേണമെന്ന് അയാൾ പറയാണ്. അവിടുന്ന് കേട്ടായി വീണ്ടും നമ്മളെ അനുവിനെയും മിത്രനെയാണ് കാണിക്കുന്നത്. അവർ ആ ഒരു കാറ് രണ്ടിനെടുത്ത് യാത്ര തുടങ്ങുവാണ്. അവരങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോൾ അവരുടെ കാറിന് എതിരെ വന്ന ഒരു കാറ് 2 തലതെറിച്ചവന്മാരുണ്ടായിരുന്നു. അവന്മാര് അനുവിനെ കണ്ടിട്ട് അനുവിനോട് ഓരോ രീതിയിലുള്ള വൃത്തികെട്ട രീതിയിൽ ഫ്ലേർട്ട് ചെയ്യാണ്. അപ്പൊ അനുവിന് വല്ലാതെ ദേഷ്യമൊക്കെ വരുന്നുണ്ട്. അവര് ഒച്ചത്തില് അവരെ പ്രാഗാണ്, നീയൊക്കെ പോയി ചാവടാന്ന്. ഇത് പറഞ്ഞ് അങ്ങോട്ട് തീഴുമ്പോഴത്തേനും ആ പയ്യന്മാര് ട്രാവൽ ചെയ്ത ആ ഒരു കാറില്ലേ, ആ കാറിന്റെ ടയർ പഞ്ചറായി ആ കാറ് മലക്കം മറിഞ്ഞ് അപ്പൊ തന്നെ അവന്മാര് രണ്ടുപേരും സ്പോട്ടിൽ മരിച്ചു പോവാണ്. ആ യാത്രയിൽ അനു അങ്ങനെ വിയേഡായിട്ടുള്ള സ്വപ്നങ്ങളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അങ്ങനെ കാറില് തിരുനെൽവേലിയിൽ എത്തുന്നുണ്ട് രണ്ടുപേരും കൂടി. രാത്രിയിലാണ് എത്തുന്നത്. അപ്പൊ അനുവിനെ അവിടെ ട്രിവാൻഡ്രത്തോട്ടുള്ള ബസ് കയറാനായിട്ട് വിട്ടിട്ട് മിത്രൻ പോവാനായിട്ട് ഇറങ്ങാണ്. പക്ഷേ രാധിക അപ്പൊ പറയുന്നുണ്ട് നാളെ ഉച്ച വരെ അവക്ക് ബസ്സൊന്നുമില്ല, ഈ രാത്രിയിൽ അവളെ ഇങ്ങനെ തനിച്ച് വിടണോ എന്ന് മിത്രനോട് ചോദിക്കുന്നുണ്ട്. അപ്പോ മിത്രൻ പറയുന്നുണ്ട് ഇപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോ രാധിക പറയുന്നുണ്ട് ട്രിവാൻഡ്രം കൊണ്ട് വിട്ടാലോ, മാത്രമല്ല നമുക്കൊരു ട്രിപ്പും ആവും, എങ്ങനെയുണ്ട് ഐഡിയ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ മിത്രനും ഓക്കെ പറയുന്നുണ്ട്. എന്നിട്ട് മിത്രൻ അവളോട് ചെന്ന് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, ഇതുപോലെ ബസ് ലേറ്റ് ആവും, ഞങ്ങൾ തന്നെ നിന്നെ കൊണ്ടുവിടാന്ന് പറയുന്നുണ്ട്. അനുവും സമ്മതിക്കുന്നുണ്ട്. അവർ വീണ്ടും തിരിച്ച് കാറേ വന്ന് കയറുന്നുണ്ട്. യാത്ര തുടരുവാണ്. അവിടുന്ന് കട്ടായി വീണ്ടും നമ്മളെ കാണിക്കുന്നത് ആ ബ്രാഹ്മൺ ഫാമിലിയാണ് കേട്ടോ. ശംഭു പിന്നെ പൂജാരി അവരൊക്കെ ഇല്ലേ. അപ്പോൾ അച്ഛൻ തിരുമേനി പറഞ്ഞെടുക്കുന്നുണ്ട് ബ്രഹ്മാവിന്റെ 5ാമത്തെ തല ഈ ഒരു ക്ഷേത്രത്തിലാണെന്നാണ് എല്ലാ പുരാണങ്ങളും പറയുന്നത്. മാത്രമല്ല പൂർവികരും അത് തന്നെയാണ് പറയുന്നത്. 5ാമത്തെ തല എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 5ാമതൊരു വേദമുണ്ടെന്നാണ്. ആ ഒരു വേദം നമ്മുടെ ക്ഷേത്രത്തിലാണ് ഉള്ളത്. അത് കണ്ടുപിടിക്കുന്നതോ നമ്മളുടെ തന്നെ തലമുറയിലെ ഏറ്റവും അവസാനമുള്ള ആളാണ്, അതായത് ശംഭുവിനൊരു മോളാണ്. ഇനി ആ ഒരു തലമുറ അവിടെ കൊണ്ട് തീരുകയാണ് എന്ന് അച്ഛൻ തിരുമേനി ശംഭുവിനോട് പറയുന്നുണ്ട്. അത് മാത്രമല്ല പറയുന്നത്, അത് കണ്ടുപിടിക്കുന്ന അന്ന് തന്നെ ആരാണോ അത് കണ്ടുപിടിക്കുന്നത് അയാളുടെ അച്ഛന്റെ മരണം കാണേണ്ടി വരുമെന്നും ഒരു പ്രഡിക്ഷൻ ഉണ്ടെന്ന് അച്ഛൻ തിരുമേനി ഇങ്ങനെ ശംഭു തിരുമേനിയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ കേട്ടോണ്ടിരിക്കുന്ന ശംഭു തിരുമേനി പറയുന്നുണ്ട് ഇതൊക്കെ വെറും കെട്ടുകഥയല്ല അച്ഛാ, ഇതൊന്നും വിശ്വസിക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോ ആ ഒരു തിരുമേനിയും ചോദിക്കുന്നുണ്ട് അപ്പൊ നീ ഇതൊക്കെ കെട്ടുകഥയാണെന്നാണോ വിചാരിച്ചു വെച്ചേക്കുന്നത്? എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട് ശംഭു നീ പോയ ഡ്രസ്സൊക്കെ ഉള്ള ആ ഒരു പെട്ടിയില്ലേ, അതില് വേറൊരു ചെറിയൊരു പെട്ടിയുണ്ട്, അതെടുത്തോണ്ട് വരാൻ പറയുന്നുണ്ട്. ശംഭു അത് പോയി എടുക്കുമ്പോൾ അതില് ഒരു താക്കോലും ഒരു തലയോട് പോലെ ഒരു കാര്യമൊക്കെയാണ് ഇരിക്കുന്നത്, പിന്നെ ഒരു ഓലക്കീറും ഉണ്ട്. അപ്പോ അതില് 5ാം വേദം അല്ലെങ്കിൽ 5ാമത്തെ തല കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നുള്ള ക്ലൂ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. എന്നിട്ട് ആ തിരുമേനി പറയുന്നുണ്ട് ഇതാണ് ആ ഒരു 5ാം വേദത്തിലോട്ട് നമ്മളെ നയിക്കുന്ന താക്കോലും മറ്റു കാര്യങ്ങളും ഒക്കെ. ഇനി എനിക്കല്ല, നിനക്കാണ് ഇത് അവകാശപ്പെട്ടത്, അപ്പൊ നിന്റെ കയ്യിൽ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ശംഭു തിരുമേനിയുടെ കയ്യിൽ അച്ഛൻ തിരുമേനി ഈ കാര്യങ്ങളൊക്കെ വെച്ചു കൊടുക്കുന്നുണ്ട്. അവിടുന്ന് കേട്ടായി വീണ്ടും നമ്മളെ മിത്രനെയും അനുവിനെയാണ് കാണിക്കുന്നത്. അവരങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ മിത്രന് പെട്ടെന്ന് വിശക്കാനൊക്കെ തുടങ്ങി. അപ്പൊ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ആർക്കും വിശക്കുന്നില്ല ഇത്രയും ദൂരം ട്രാവൽ ചെയ്തിട്ട്? അപ്പൊ ഡ്രൈവറും പറയുന്നുണ്ട് ഉണ്ട്, രാത്രിയിൽ എനിക്ക് 2 മണിക്കൂർ ഉറങ്ങിയാൽ കൊള്ളാമെന്നും ഉണ്ടെന്ന് ഡ്രൈവർ പറയാണ്. അങ്ങനെ അവർ പൊക്കോണ്ടിരിക്കുമ്പോൾ വഴിയിൽ ആരോ നിൽക്കുന്നതായിട്ട് മിത്രന് തോന്നുകയാണ്. അപ്പോൾ കാറ് നിർത്താനായിട്ട് ഡ്രൈവറോട് പറയുന്നുണ്ട്. എന്നിട്ട് ഡ്രൈവറോട് പറയുന്നുണ്ട്
അയാളോട് പോയി ചോദിക്കുക ഇവിടെ അടുത്തെങ്ങനെ ആൾതാമസമുള്ള സ്ഥലം ഉണ്ടോ എന്ന് ചോദിക്കാൻ പറയുന്നുണ്ട്. ഇവരൊരു കാട്ടിക്കൂടാണ് പോകുന്നത്. അപ്പൊ ഡ്രൈവറും അവിടെ വണ്ടി നിർത്തി അവിടെ നിന്ന് ആ ഒരാളോട് ചെന്ന് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് തിരിച്ചു വന്നിട്ട് കയറുമ്പോൾ ഡ്രൈവർ പറയുന്നുണ്ട് ഒരു 2 വളവും കൂടെ കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ ഒരു ഗ്രാമം ഉണ്ടെന്നാണ് അയാൾ പറഞ്ഞെന്ന് പറയുന്നുണ്ട്. അപ്പൊ മിത്രം പറയുന്നുണ്ട് അന്ന് അങ്ങോട്ട് പോവാൻ. അപ്പൊ ഇതൊക്കെ കേട്ടോണ്ടിരുന്ന അനു പെട്ടെന്ന് ആ ഒരാളെ നോക്കുവാണ്. അപ്പൊ അവളുടെ ആ ബാഗ് അടിച്ചോണ്ട് പോയ സ്വാമിജി ഇല്ലേ, അയാൾ തന്നെ ആയിരുന്നു അവിടെ നിൽക്കുന്നത്. അയാൾ ഇത്രയും ദൂരം ട്രാവൽ ചെയ്ത് ഇവിടെ വരാൻ യാതൊരു സാധ്യതയില്ല, എന്തോ ഒരു അമാനുഷികമായിട്ടുള്ള ശക്തിയുള്ള മനുഷ്യനാണെന്ന് തോന്നുന്നു. നമുക്ക് ഇവിടെ വെച്ചാൽ ഇത് ക്ലിയർ ആവുന്നുണ്ട്. അപ്പൊ അനു പെട്ടെന്ന് നിർത്ത് എനിക്ക് ഇയാളെ അറിയാമെന്ന് പറഞ്ഞിട്ട് അയാളെ ചെന്ന് നോക്കാൻ വേണ്ടി അങ്ങോട്ട് ഓടിച്ചെല്ലുന്നുണ്ട്. പക്ഷെ അവിടെ ചെന്ന് നോക്കുമ്പോൾ അയാളും ഇല്ല, അയാളുടെ പൊടിയും ഇല്ല അവിടെ. അപ്പൊ മിത്രൻ അവളെ ഒരുപാട് കളിയാക്കിയിട്ട് തിരിച്ച് ഒരു വണ്ടിയിൽ വന്ന് കയറുന്നുണ്ട്. അവരങ്ങനെ വീണ്ടും വണ്ടി ഓടിച്ചൊരു ഗ്രാമത്തിൽ എത്തുന്നുണ്ട്. ആ ഗ്രാമത്തിന്റെ പേര് ചോദിക്കുമ്പോൾ അത് അയ്യങ്കാരപുരമാണ്. അവരെങ്ങനെയൊക്കെയോ കറങ്ങി തിരിഞ്ഞ് ആ ഒരു ഗ്രാമത്തിൽ തന്നെ എത്തിയിട്ടുണ്ട്. ഗ്രാമത്തിന്റെ പേര് കേൾക്കുമ്പോ തന്നെ അനു ഞെട്ടുന്നുണ്ട്. അവിടെ തന്നെ അടുത്തൊരു ക്ഷേത്രവും അനു കാണുന്നുണ്ട്. അപ്പൊ മിത്രനും ഡ്രൈവറും കൂടി ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങുന്നുണ്ട്. അപ്പൊ അനു വിചാരിച്ചു എന്തായാലും ഞാൻ ഇവിടെ വരെ വന്നേല്ലേ, എന്തായാലും ആ ഒരു പെട്ടി ക്ഷേത്രത്തിൽ കൊടുക്കാന്ന് വിചാരിച്ചിട്ട് അനു ആ കാറിൽ നിന്ന് ഇറങ്ങി ആ ക്ഷേത്രത്തിലോട്ട് നടന്നു പോകുന്നുണ്ട്. അവിടെ ചെന്ന് പൂജാരി ശംഭു പൂജയൊക്കെ ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. പൂജാരിയുടെ കയ്യിലോട്ട് ഈ ഒരു പെട്ടി കൊടുക്കുമ്പോൾ അയാൾ പറയാണ് ഈ പെട്ടി ഇവിടുന്ന് കൊണ്ടുപോയിക്കോ, എനിക്ക് ഈ പെട്ടി വേണ്ടെന്ന് പറഞ്ഞിട്ട് അനുവിനോട് ദേഷ്യപ്പെടുകയാണ്. അപ്പൊ അനുവും തിരിച്ച് ദേഷ്യപ്പെടുന്നുണ്ട്. ഞാൻ എന്തോ കൊറിയർ സർവീസ് ആണ് നടത്തുന്നത്, അങ്ങോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞ് അങ്ങോട്ട് കൊണ്ടുപോകണം, ഇതൊന്നും നടക്കില്ല, ഇത് മേടിക്കാൻ പറയുന്നുണ്ട്. അപ്പൊ അടുത്ത് തന്നെ പൂർണിയില്ലേ, അതായത് ആ ഒരു തിരുമേനിയുടെ മകള്, അവള് നിപ്പുണ്ടായിരുന്നു. അപ്പൊ അവള് പറയുന്നുണ്ട് ചേച്ചി ദേഷ്യപ്പെടല്ലേ, ആ പെട്ടി എന്റെ കയ്യിൽ തരാന്. അപ്പൊ ശംഭു ആ തിരുമേനി എതിർക്കുന്നുണ്ട്, പൂർണി അത് വാങ്ങിക്കരുന്ന്. പക്ഷെ അപ്പോഴത്തേക്കിനും അനു ആ ഒരു പെട്ടി പൂർണിയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ശംഭു പൂർണിയോട് ദേഷ്യപ്പെടുന്നുണ്ട്, ആ പെട്ടി അവിടെ വെച്ചിട്ട് നീ വീട്ടിൽ പോവാന്. അങ്ങനെ പൂർണിയും പേടിച്ച് പോകുന്നുണ്ട്. ശംഭുവും അവിടുന്ന് പിണങ്ങി പോകുന്നുണ്ട്. ആ പെട്ടി ആ ഒരു നടയിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ പെട്ടി പെട്ടെന്ന് ആരോ എടുത്തോണ്ട് പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ആരാണ് എടുക്കുന്നതെന്ന് കാണിക്കുന്നില്ല. ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങി വന്ന അനു വീണ്ടും കാറിൽ കയറി വിശ്രമിക്കുകയാണ്. അപ്പോഴത്തേനും പൂർണി അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പൊ പൂർണി കാറിനടുത്തോട്ട് വന്നിട്ട് അനുവിനെ പരിചയപ്പെടുന്നുണ്ട്. എന്നിട്ട് അനുവിനോട് പറയുന്നുണ്ട് എന്റെ അപ്പൂപ്പനെ ഒന്ന് വന്ന് കാണാവോ, എനിക്ക് തോന്നുന്നു നിങ്ങൾ അപ്പൂപ്പനെ ഒന്ന് കണ്ടാൽ നന്നായിരിക്കും എന്ന് തോന്നുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അനുവും പറയാണ് എനിക്കിപ്പോ സമയമില്ല എന്ന് പറഞ്ഞിട്ട് അവളെ അവിടുന്ന് പറഞ്ഞു വിടുന്നുണ്ട്. അപ്പൊ തന്നെ മിത്രനും ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് കാറിൽ വന്ന് കയറുന്നുണ്ട്. ഡ്രൈവറും അവിടെ തന്നെ ഉണ്ടായിരുന്നു. അനു ഡ്രൈവറിനെ വിളിച്ചുണർത്തുന്നുണ്ട്. ഉറങ്ങുമായിരുന്നു ആള്. എന്നിട്ട് വാ നമുക്ക് പോവാന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവര് കാർ സ്റ്റാർട്ട് ചെയ്ത് നേരെ ആ ഒരു അമ്പലത്തിന്റെ നേരെ ഫ്രണ്ടിൽ വന്നപ്പോ പെട്ടെന്ന് ആ ഒരു വണ്ടി അവിടെ നിന്ന് പോവാണ്. എന്താ ചോദിക്കുമ്പോ എന്തോ റിപ്പയർ ആയതാണെന്ന് ഡ്രൈവർ പറയുന്നുണ്ട്. ഇതും കൂടെ ആയപ്പോ അനു ആകെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് അലർന്നൊക്കെ ഉണ്ട്. അവിടെ നിൽക്കട്ടെ പിന്നെ നമ്മളെ കാണിക്കുന്നത് ആ ഗ്രാമത്തിന്റെ തലവന്റെ വീട്ടിലാണ്. ആ ഒരു പെട്ടി ആരും എടുത്തോണ്ട് പോയിട്ട് കാണിച്ചില്ലേ, അത് അയാളുടെ ജോലിക്കാരനായിരുന്നു എടുത്തോണ്ട് പോയത്. ഇത് അമ്പലത്തിൽ ഒരു പെണ്ണ് കൊണ്ട് കൊടുത്തതാണ് തിരുമേനിയുടെ കയ്യില്. പക്ഷെ തിരുമേനി ഇത് വാങ്ങിക്കാൻ തയ്യാറായില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ജോലിക്കാരൻ തലവനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഈ ഒരു പെട്ടി കൊടുക്കുന്നുണ്ട്. അയാൾ ഇതൊക്കെ ചെക്ക് ചെയ്തിട്ട് അയാൾക്ക് ഇതൊന്നും മനസ്സിലായില്ല. എന്നിട്ട് ഇതിവിടെ വെക്കുക എന്ന് പറയുന്നുണ്ട്. അവിടെ നിന്നിട്ട് പിന്നെ നമ്മളെ കാണിക്കുന്ന ഒരു ലോയറിനെയാണ്. അവരുടെ ഓഫീസിലാണ് കാണിക്കുന്നത്. അവിടെ ഒരു ക്ലയന്റ് വന്നിട്ടുണ്ട്. അയാളുടെ ഒരു 3D പ്രിന്റർ, അതായത് മീറ്റ് ഒക്കെ പ്രിന്റ് ചെയ്യുന്ന ഒരു 3D പ്രിന്ററിന്റെ പേറ്റന്റിന് അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ആ ഒരു പേപ്പേഴ്സ് ഒന്നും കിട്ടിയിട്ടില്ലെന്നാണ് പേറ്റന്റുകാർ പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കംപ്ലൈന്റ് കൊടുക്കാനാണ് വന്നത്. അപ്പോൾ ഡീറ്റെയിൽസ് എല്ലാം അവള് ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. അവിടെ നിന്നിട്ട് വീണ്ടും അനുവിനെ മിത്രനെയാണ് കാണിക്കുന്നത്. കാർ ഇപ്പോഴും റിപ്പയർ ആയിട്ടില്ല. അപ്പൊ മിത്രൻ പറയുന്നുണ്ട് നീ ഇങ്ങനെ ടെൻഷൻ അടിച്ചാൽ എങ്ങനെ എവിടെയെങ്കിലും ഒന്ന് ഇരിക്കുക എന്ന് അനുവിനോട് പറയുന്നുണ്ട്. പക്ഷെ അനു ടെൻഷൻ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും അവിടേക്ക് ഗ്രാമത്തലവനും വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അനുവിനെയും മിത്രനെയും പരിചയപ്പെടുന്നുണ്ട്. ശേഷം പറയാണ് നിങ്ങൾ എന്തെങ്കിലും കഴിച്ചാൽ റെസ്റ്റ് ഒക്കെ എടുക്കണമെങ്കിൽ നമ്മുടെ ഗസ്റ്റ് ഹൗസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ മിത്രൻ ചാടിയിട്ട് പറയുന്നുണ്ട് എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് ബാത്റൂമിൽ പോകണമായിരുന്നു, പക്ഷെ ഇവൾക്ക് അത്യാവശ്യമായിട്ട് ട്രിവാൻഡ്രത്താണ് പോകേണ്ടത്, അപ്പൊ ഞാൻ എന്തായാലും നിങ്ങളുടെ ഗസ്റ്റ് ഹൗസിലോട്ട് വരുവാന്ന് പറഞ്ഞിട്ട് മിത്രൻ അവരുടെ ജോലിക്കാരന്റെ കൂടെ ഗസ്റ്റ് ഹൗസിലോട്ട് പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പൊ അനു മാത്രമേ ഉള്ളൂ ഇപ്പൊ അവിടെ. അപ്പൊ അനുവിന്റെ അടുത്തോട്ട് തലവൻ വന്നിട്ട് ഈ ബോക്സിന്റെ കാര്യം ചോദിക്കുന്നുണ്ട്, ഇത് എവിടുന്നാ കിട്ടിയെന്നൊക്കെ. അപ്പൊ അനു പറയുന്നുണ്ട് എനിക്ക് വാരണാസി വെച്ചിട്ട് ഒരു സ്വാമിജിയാണ് ഇത് തന്നത്, ഈ ഒരു ക്ഷേത്രത്തിലേക്ക് കൊടുക്കാനെന്ന് പറഞ്ഞാണ് തന്നത്, പക്ഷെ ഞാൻ കൊടുത്തിട്ട് അവരൊന്നും വാങ്ങുന്നില്ല, നിങ്ങൾ തന്നെ കൊടുത്തു നോക്കാം അവിടുത്തെ പൂജാരിക്ക് എന്ന് പറഞ്ഞിട്ട് അനു നേരെ അവളുടെ ലഗേജിന്റെ അടുത്തോട്ട് പോവാണ്. അപ്പോൾ ഒരു തലവനും അയാളുടെ ജോലിക്കാരുടെ കയ്യിൽ ആ ഒരു പെട്ടി കൊടുത്തിട്ട് പറയാണ് നീ തിരിച്ചിത് വീട്ടിൽ കൊണ്ടുവെക്ക്, ഞാൻ എന്തായാലും വന്നിട്ട് അന്വേഷിക്കാം, എന്നിട്ട് അവർക്ക് വേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി കൊടുക്കുക എന്ന് പറയുന്നു. ജോലിക്കാരനും ആ ഒരു പെട്ടി മേടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ആ സമയത്ത് തന്നെ അവിടെ ഓട്ടോയിൽ ഒരു അച്ഛനും മകളും വന്നിറങ്ങുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. ടോയ്ലറ്റിൽ പോയിട്ടുള്ള മിത്രൻ തിരിച്ചു വരുന്ന വഴിക്ക് രാധിക അവനോട് പറയാണ് ഞാൻ നിനക്ക് എന്റെ അവതാരം ക്രിയേറ്റ് ചെയ്യാനായിട്ട് നെറ്റിൽ നിന്ന് ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ എടുത്ത് തന്നില്ലായിരുന്നോ? അപ്പൊ മിത്രനും പറയുന്നുണ്ട് ആ തന്നു, അതിനിപ്പോ എന്താ, നീ ഒന്ന് നേരെ നോക്കിക്കേ എന്ന് പറയുന്നുണ്ട്.
അപ്പോ നേരെ നോക്കുമ്പോൾ ആ ഓട്ടോയിൽ വന്നിറങ്ങിയ അതിനകത്തെ മകളെ കാണാൻ എക്സാക്ട് ആ ഒരു രാധികയെ പോലെ തന്നെയുണ്ട്. അതായത് ആ ഒരു പെണ്ണിന്റെ ഫീച്ചേഴ്സ് വെച്ചിട്ടാണ് ഈ ഒരു AI രാധികനെ മിത്രൻ ക്രിയേറ്റ് ചെയ്തത്. മാത്രമല്ല അവളുടെ പേരും രാധിക എന്ന് തന്നെയാണ്. ഇത് കണ്ടപ്പോൾ മിത്രൻ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആവുന്നുണ്ട്. എന്നിട്ട് ഐ ലവ് രാധിക എന്ന് പറഞ്ഞിട്ട് ഒച്ചത്തി വിളിച്ചു പോകുന്നുണ്ട്. ഇത് കേട്ടിട്ട് അവിടെ അച്ഛനും തിരിഞ്ഞു നോക്കുന്നുണ്ട്, ആ പെണ്ണും തിരിഞ്ഞു നോക്കുന്നുണ്ട്. ഈ സമയത്ത് നമ്മളെ കാണിക്കുന്നുണ്ട് ആ ഒരു ജോലിക്കാരനല്ലേ, ആ ജോലിക്കാരൻ എളുപ്പത്തിന് വേണ്ടി കാട് വഴിയാണ് തലവന്റെ വീട്ടിലോട്ട് പെട്ടിയായിട്ട് പോയത്. അപ്പോ വഴിക്ക് വെച്ചിട്ട് അയാൾക്കൊന്ന് ടോയ്ലറ്റിൽ പോകാൻ തോന്നിയിട്ട് അവിടെ തന്നെ ആ ഒരു പെട്ടി വെച്ചിട്ട് അവിടെ തന്നെ ടോയ്ലറ്റിൽ പോവാണ്. അപ്പോ പുറമേ നിന്ന് ഒരു കൈ വന്നിട്ട് അയാളുടെ നെറുകയില് കൈ വെക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പെട്ടെന്ന് ബോധം കെട്ട് അങ്ങോട്ട് വീഴാണ്. ഈ ഒരു പെട്ടിയും ആ ഒരു കൈ എടുത്തോണ്ട് പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അവിടുത്തെ കട്ടായി പിന്നെ നമ്മളെ കാണിക്കുന്നത് ആ ഒരു തലവന്റെ ഗസ്റ്റ് ഹൗസിലോട്ട് മിത്രനെയും അനുവിനെയും ആ ഒരു ജോലിക്കാരൻ കൂട്ടിക്കൊണ്ടു പോവാണ്. എന്നിട്ട് അവിടെ റെസ്റ്റ് എടുക്കാനൊക്കെ പറയുന്നുണ്ട്. അവിടുന്ന് കട്ടായി വീണ്ടും നമ്മളെ ആ ബ്രാഹ്മൺ ഫാമിലിയാണ് കാണിക്കുന്നത്. അപ്പോ പൂർണിയും സംഭവവും കൂടി അച്ഛനോട്, അതായത് അച്ഛൻ തിരുമേനിയോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ അച്ഛൻ തിരുമേനി പറയാണ്, നീ എന്ത് പണിയാ കാണിച്ചത്, ആ ബോക്സ് നീ എന്തിനാ വേണ്ടാന്ന് പറഞ്ഞത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോ ശംഭു പറയുന്നുണ്ട്, അച്ഛന്റെ മരണം കാണാൻ എനിക്ക് താല്പര്യമില്ലാന്ന്. മാത്രമല്ല അതിനകത്ത് എന്ത് കാണാനാണ്, അതിന്റെ തലവൊട്ടിയല്ലേ കാണത്തുള്ളൂ, അതിനുവേണ്ടി ഞാൻ അച്ഛന്റെ ജീവൻ എന്തിനാണ് ബലി കൊടുക്കുന്നത് എന്നൊക്കെ ശംഭു പറയുന്നുണ്ട്. അപ്പൊ അച്ഛൻ തിരുമേനി ചോദിക്കുന്നുണ്ട്, ബ്രഹ്മന്റെ 4 തല എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? അപ്പൊ ശംഭു പറയാണ്, 4 വേദങ്ങളെ, അങ്ങനെയാണെങ്കിൽ 5ാം തലയോ എന്ന് അച്ഛൻ തിരുമേനി ശംഭുവിനോട് ചോദിക്കുകയാണ്. അതായത് 5ാമത്തെ തല 5ാമത്തെ വേദത്തിനെയാണ് സൂചിപ്പിക്കുന്നതെന്ന് പറയാതെ പറയാണ് ഇവിടെ അച്ഛൻ തിരുമേനി. പെട്ടെന്ന് ആ ഒരു അച്ഛൻ തിരുമേനി ചോദിക്കുന്നുണ്ട്, ആ ഒരു പെണ്ണില്ലേ ബോക്സ് കൊണ്ടുവന്ന ആള്, അവൾ എവിടെ ഉണ്ട്, അവള് പോയി കാണുമോ എന്ന് പൂർണിയോട് ചോദിക്കുന്നുണ്ട്. അപ്പൊ പൂർണിയും പറയുന്നുണ്ട്, അവരെപ്പോഴും പോയി കാണും അപ്പൂപ്പ എന്ന് പറയുന്നുണ്ട്. അപ്പോ ശംഭുവിന് കൂടെ ജോലി ചെയ്യുന്ന വേറൊരു കുഞ്ഞു തിരുമേനിയില്ലേ, അയാള് അങ്ങോട്ട് വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, അവർ പോയിട്ടൊന്നുമില്ല, അവർ കാറ് ബ്രേക്ക് ഡൗൺ ആയിട്ട് നമ്മുടെ അമ്പലത്തിന്റെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട്. പിന്നെ നമ്മളെ കാണിക്കുന്നത് അനുവിനെയും മിത്രനെയാണ്. അനു ആ ഒരു ഫ്രണ്ടിനെ കോൾ ചെയ്തിട്ട് പറയാണ്, ഇന്ന് ഞാൻ ലഞ്ചിന് തന്നെ ഫ്രഞ്ച് ടീമിനെ വന്ന് കാണും എന്ന് പറയുന്നുണ്ട്. അപ്പോ അയാളും പറയുന്നുണ്ട്, നീ അത് ചെയ്ത് കാണിക്കുക, എന്നിട്ട് എന്നെ വിളിച്ചാൽ മതി. ഒരുമാതിരി ഒരു ഡിസപ്പോയിന്റഡ് ആയിട്ടുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അപ്പോ അനുവും പറയുന്നുണ്ട്, നീ എന്തായാലും ഒരു മീറ്റിംഗ് ഫിക്സ് ചെയ്യും, ഞാൻ എന്തായാലും അവിടെ കാണും, 3 മണിക്ക് ഞാൻ ബസ് കയറും, രാത്രിയിലെ ലഞ്ചിനുള്ളിൽ ഞാൻ അവിടെ എത്തുമെന്ന് അനു ആ ഒരു ഫ്രണ്ടിനോടും പറയുന്നുണ്ട്. അത് പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്ത ശേഷം അനു മുറ്റത്തോട്ട് നോക്കുമ്പോൾ അന്നപൂർണ്ണ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്നപൂർണ്ണയുടെ അടുത്തോട്ട് അനു ചെല്ലാണ്. അപ്പൊ അന്നപൂർണ്ണ പറയുന്നുണ്ട്, എന്റെ അപ്പൂപ്പനെ നിങ്ങളൊന്ന് കാണണമെന്ന് പറയുന്നുണ്ട്, എന്റെ വീട്ടിലോട്ടൊന്ന് വരാമോ ചോദിക്കുന്നുണ്ട്. 3 മണിക്ക് എനിക്ക് ബസ് ഉണ്ട്, ബസ്സിൽ പോകണം, അപ്പൊ എനിക്ക് കഴിച്ചിട്ട് ബസ് സ്റ്റോപ്പിലോട്ട് പോകേണ്ട സമയമേ ഉള്ളൂ, ഇനി 1 മണിക്കൂർ കൂടെ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോ അന്നപൂർണ്ണി വിഷമിച്ച് അവിടുന്ന് പോരുവാണ്. എന്നിട്ട് വീണ്ടും കാണിക്കുന്നത് മിത്രനെയാണ്. മിത്രൻ കുളിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ രാധികയോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് എങ്ങനെ അറിയാം അവിടെ ഇവിടെ എത്തിയെന്ന്? അപ്പോ രാധിക പറയുന്നുണ്ട്, എന്തായാലും ഞാനല്ലേ അവിടെ ഫോട്ടോ എടുത്തത്, അപ്പൊ എനിക്കറിയത്തില്ല അവൾ എവിടെയായിരിക്കും എന്നുള്ളത്. അപ്പൊ മിത്രനും പെട്ടെന്ന് കുളിച്ച് റെഡിയായി പോവാനായിട്ട് ഒരുങ്ങാണ്. അപ്പം രാധിക പറയുന്നുണ്ട്, എന്തായാലും പതിയെ പോയാൽ മതി, അവള് 48 ദിവസത്തേക്ക് ഇവിടെ എന്തായാലും കാണും, അവിടെ ജാതകത്തിൽ ചെറിയൊരു ചൊവ്വാദോഷമുണ്ട്, അതിന്റെ പ്രതിവിധി ചെയ്യാനായിട്ട് വന്നതാണ് എന്ന് പറയുന്നുണ്ട്. അവിടുന്ന് കട്ടായി വീണ്ടും നമ്മളെ കാണിക്കുന്നത് ആ ഒരു തലവനെയാണ്. തലവൻ ഗസ്റ്റ് ഹൗസിലോട്ട് വരുന്നുണ്ട്. എന്നിട്ട് അവിടെ ഒരു അണ്ടർഗ്രൗണ്ട് ഏരിയ ഉണ്ട്, അവിടേക്ക് ചെല്ലുന്നുണ്ട്. എന്നിട്ട് സഹായിയോട് പറയുന്നുണ്ട്, ഇവിടേക്കൊന്ന് വൃത്തിയാക്കുക, എന്റെ ബ്രദർ അധികം വൈകാതെ വരും, അവൻ ഇവിടെ നിന്നാണ് എപ്പോഴും പഠിക്കാറൊക്കെ ഉള്ളത് എന്ന് പറയുന്നുണ്ട്. ശേഷം നമ്മളെ കാണിക്കുന്നുണ്ട്, അവിടെ ചെറിയൊരു ചേംബർ ഉണ്ട്, അത് ഫുള്ള് കാർഡ്ബോർഡ് വോൾ വെച്ചിട്ട് മറച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൽ ഒരു ചെറിയൊരു ഓട്ട ഉണ്ടായിരുന്നു. അപ്പോൾ അത് ആരും കാണാതിരിക്കാൻ വേണ്ടി അയാൾ തന്നെ ഒരു പഴയ കലണ്ടറൊക്കെ അവിടോട്ട് തൂക്കുന്നുണ്ട്. എന്നിട്ട് അവിടേക്ക് ഒരു വയർ കണക്ഷൻ അയാൾ കാണുന്നുണ്ട്. ഇത് ഫോളോ ചെയ്ത് പോകുമ്പോൾ വെളി സൈഡിലായിട്ട് ഒരു ചെറിയൊരു അയൺ പൈപ്പ് പോലെ ഒരു സംഭവം ഉണ്ട്, അതിനുള്ളിലോട്ടാണ് ഈ വയർ പോകുന്നത്. അയാൾ അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അനു പെട്ടെന്ന് ആ ഒരു ഗസ്റ്റ് ഹൗസിൽ നിന്ന് ഇറങ്ങി പോകുന്നതായിട്ട് കാണുന്നത്. അയാൾ ചോദിക്കുന്നുണ്ട്, എവിടോട്ടാ പോകുന്നതെന്ന്. അപ്പൊ അനു പറയുന്നുണ്ട്, ബസ് സ്റ്റോപ്പിലോട്ട്. അപ്പൊ അയാൾ പറയാണ്, എന്തായാലും ഇതൊരു പോകണ്ട, റിസ്ക് ആണ്, അവിടെ കാടാണ്. അനു ഇത് ശ്രദ്ധിക്കാതെ കേൾക്കാതെ നേരെ കാട് വഴി തന്നെ പോവാനായിട്ട് പോവാണ്. അനു അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ വേറൊരു ഇടിഞ്ഞു പൊളിഞ്ഞ വീട് കാണുന്നുണ്ട്. അങ്ങനെ അവൾ ആ ഒരു വീടിന്റെ ഫ്രണ്ടിൽ എത്തിയപ്പോൾ അവിടുന്ന് ഒരു പെണ്ണിറങ്ങി വരുന്നുണ്ട്. എങ്ങോട്ടാ പോകുന്നേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ പറയുന്നുണ്ട്, ബസ് സ്റ്റോപ്പിലാണെന്ന് അനു പറയാണ്. ബസ് സ്റ്റോപ്പിലോട്ട് ഇതുവഴി അല്ലല്ലോ പോകുന്നത്, ആ ഒരു ഗ്രാമം ചുറ്റി വേണം പോവാന്, ഇത് ഫുള്ള് കാടാണ്, ആ കാട്ടിലോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വഴിയൊന്നും അറിയാൻ പറ്റില്ല, പലരും അവിടെ പോയി മിസ്സായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷെ അനു ഇത് ശ്രദ്ധിക്കാതെ വീണ്ടും നടന്നു പോകാൻ തുടങ്ങുകയാണ്. വേറൊരു സ്ത്രീ വന്നിട്ട് ഭ്രാന്ത് പിടിച്ച പോലെ ഇവളോട് ദേഷ്യപ്പെടുകയാണ്, നീ അല്ലേ കൊന്നത്, നീ ആ കൊലയാളിയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോഴത്തേനും മറ്റേ പെണ്ണ് ഈ ഒരു സ്ത്രീനെ പിടിച്ചു വെക്കാനൊക്കെ നോക്കുന്നുണ്ട്. അവിടേക്ക് തലവനും വരുന്നുണ്ട്. തലവൻ ആ ഒരു സ്ത്രീനെ പിടിച്ച് അകത്തോട്ട് കയറ്റി കൊണ്ടുപോവാണ്. അനു ഇത് ശ്രദ്ധിക്കാതെ എന്തെങ്കിലും ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ തിരിച്ച് കാട്ടിലോട്ട് തന്നെ പോവാണ്, ആ ഒരു ബസ് സ്റ്റോപ്പിലോട്ട്. അങ്ങനെ അനു ആ കാട്ടിലോട്ട് കയറി കുറച്ച് അങ്ങോട്ട് പോയി കഴിയുമ്പോൾ 4 ബ്രാഹ്മണന്മാര്, അതും കുള്ളന്മാര്, അതായത് ഡാർഫുകള് വന്ന് നിൽക്കുന്നതായിട്ട് അനുവിന് തോന്നുകയാണ്. അനുവും അവരുടെ അടുത്തോട്ട് ചെന്ന് നോക്കുന്നുണ്ട്. അതില് ഒരു
ഡാഫിനെ അനു ഓൾറെഡി കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് കഴിഞ്ഞ എപ്പിസോഡിൽ ബനാറസിൽ വെച്ചിട്ട്, അതായത് വാരണാസിയിൽ വെച്ചിട്ട് അവളുടെ ക്യാമറ എടുത്തോണ്ട് പോയ ഒരാളെ കാല് തട്ടിയിട്ടില്ലേ, അയാള്. അപ്പൊ അനു ചോദിക്കുന്നുണ്ട്, ഞാൻ നിങ്ങളെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. അപ്പൊ അയാൾ പറയുന്നുണ്ട്, ആ ബനാറസി വെച്ചല്ലേ, ഞാൻ എന്തായാലും നിങ്ങളെ ബസ് സ്റ്റോപ്പിലോട്ടല്ലേ പോകുന്നത്, വഴി കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഇവര് എന്തോ ഒരു മായ പോലെ കാണിക്കുന്നുണ്ട്. അപ്പൊ അവർ കാടും വകന്ന് മാറുന്ന പോലെ കാണിക്കുകയാണ്. അപ്പൊ അനു അത്ഭുതപ്പെടുന്നുണ്ട്. പെട്ടെന്ന് പുറവീന്ന് ഒരാൾ വിളിക്കുന്നുണ്ട്. ആരാന്ന് വെച്ചാൽ ആ ഒരു സന്യാസി ആയിരുന്നു അനുവിന്റെ ബാഗ് എടുത്തോണ്ട് ഓടിയത്. അപ്പൊ സന്യാസി ചോദിക്കുന്നുണ്ട്, എങ്ങോട്ടാ പോകുന്നതെന്ന്. അപ്പൊ അനുവും ദേഷ്യപ്പെട്ട് അയാളുടെ മുന്നിലോട്ട് ചെന്ന് നിൽക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, എന്നെ ഇങ്ങനെ ഫോളോ ചെയ്യാതെ എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നിട്ട് നിങ്ങൾ ആരാണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ അയാളും ചോദിക്കുന്നുണ്ട് വീണ്ടും, എങ്ങോട്ടാ പോകുന്നത്, നീ അതിന് മാത്രം ഉത്തരം പറഞ്ഞില്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അനുവും ബസ് സ്റ്റോപ്പിലോട്ടാണെന്ന് പറയുന്നുണ്ട്. അതിന് നിന്റെ ബസ് എപ്പോഴേ പോയല്ലോ എന്ന് ആ ഒരു സ്വാമിജിയും പറയാണ്. അപ്പൊ അനു പറയുന്നുണ്ട്, പോയിട്ടൊന്നുമില്ല, 2:15 ഉള്ളൂ സമയമെന്ന് അനു പറയാണ്. ഞാൻ വിശ്വസിക്കത്തില്ല അത്രയും സമയം ആയുള്ളൂ എന്ന്, എന്തായാലും എന്നെ കാണിക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പൊ അവളുടെ ഫോണും എടുത്തോണ്ട് ആ ഒരു സ്വാമിജിയുടെ അടുത്തോട്ട് കൊണ്ട് കാണിക്കുകയാണ്. അയാൾ പറയുന്നുണ്ട്, അവിടുന്ന് ഇവിടെ വരാൻ ഇത്ര സമയം എടുത്തോ. അനുവിന്റെ നേരെ ആ ഒരു ഫോൺ തിരിച്ചു കാണിക്കുകയാണ്. അപ്പൊ അതിലെ സമയം 4:45 കാണിക്കുകയാണ്. സമയം മുന്നോട്ട് പോയി. അപ്പൊ അയാൾ അട്ടഹസിച്ചിരിക്കുകയാണ്. പെട്ടെന്ന് അവൾ അവിടുന്ന് ഡിസപ്പിയർ ആയിട്ട് നേരെ ആ ഒരു ഗസ്റ്റ് ഹൗസിന്റെ മുന്നിൽ തന്നെ വന്ന് നിൽക്കുന്നതായിട്ട് നമ്മളെ കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മളെ ആ ഒരു സ്വാമിജിനെയാണ് കാണിക്കുന്നത്. ആ സ്വാമിജി ആ ഒരു ഡാർഫുകളിലെ 4 പേര് അവരോട് ചോദിക്കാണ്, എന്താ 5ാമത് ഒരാൾ നിങ്ങളുടെ കൂടെ ചേരാൻ നിങ്ങൾ അനുവദിക്കില്ലേന്ന്. അതായത് ആ 4 ഡാർഫുകൾ എന്ന് വെച്ചാൽ 4 വേദങ്ങളെയാണ് കുറിക്കുന്നത്. അവര് 5ാമത്തെ വേദം വരാതിരിക്കാൻ വേണ്ടി ഉള്ള പണികളൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ആ പൊക്കോ എന്ന് പറയുന്നുണ്ട്. അവര് ഈ ഒരു സ്വാമിജിനെ തൊഴുതിട്ട് അവിടെ നിന്ന് പോവാണ്. ആ സ്വാമിജിയും എന്തോ ഒരു പ്രസാദം കഴിച്ച് അവിടെ നിന്ന് ചിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഈ ഒരു സ്വാമിനെ നമ്മളെ ശിവനായിട്ട് വേണം കണക്കാക്കാൻ. എനിക്ക് തോന്നിയത് അങ്ങനെയാണ്, ശിവനായിട്ടാണ് എനിക്ക് തോന്നിയത്. അവിടുന്ന് കിട്ടിയ പിന്നെ നമ്മളെ കാണിക്കുന്നത് ആ ഒരു ലോയറിന്റെ അസിസ്റ്റന്റിനെയും പിന്നെ ആ ഒരു പ്രിന്റർ ഡിസൈൻ മോഷണം പോയി എന്ന് പറഞ്ഞ് വന്ന ഒരു ക്ലയന്റ് ഇല്ലേ, അയാളെയാണ്. അപ്പൊ ആ ഒരു അസിസ്റ്റന്റ് അയാളുടെ കയ്യിൽ നിന്ന് പവർ ഓഫ് അറ്റോർണിയും ബാക്കി കാര്യങ്ങളൊക്കെ മേടിക്കുന്നുണ്ട്. അയാളെ പറഞ്ഞു വിടുകയാണ്. ശേഷം നമ്മളെ കാണിക്കുന്നുണ്ട്, അയാൾ അങ്ങനെ അവിടെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ആ ഒരു കമ്പ്യൂട്ടർ ആരോ ഹാക്ക് ചെയ്ത പോലെ ആ ഒരു ത്രെട്ടനിങ് മെയിലൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ഡിലീറ്റ് ആയി പോവുകയാണ്. പെട്ടെന്ന് അവിടോട്ട് വേറൊരാൾ വന്നിട്ട് ഇയാളെ ഷൂട്ട് ചെയ്ത് അവിടെ വെച്ച് തന്നെ കൊല്ലുകയാണ്. കാണിക്കുന്നത് പതിനെയാണ്. പതി ഒരു സന്യാസിനെ ഇന്റർവ്യൂ എടുക്കുകയാണ്. ആൾ ഓൾറെഡി ഒരു ഡോക്യുമെന്ററി എടുക്കാനാണ് വന്നിരിക്കുന്നതെന്ന് അനുവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോ ബ്രഹ്മപദാർത്ഥം എന്ന് പറഞ്ഞിട്ട് ഒരു ഹിന്ദുസം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യത്തെ പറ്റിയാണ് ഒരു സ്വാമിജിയോട് അയാൾ ഇന്റർവ്യൂ എടുക്കുന്നത്. അപ്പോൾ അയാളുടെ കൂടെ തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് ആ ഒരു സ്ഥലത്ത് തന്നെ താമസിക്കുന്ന ഒരു നേറ്റീവ് ലേഡി കൂടി ഉണ്ട്. അപ്പൊ ആ ഒരു ഇന്റർവ്യൂ എടുക്കുന്നത് കാണിക്കുന്നുണ്ട്. ശേഷം ആ ഒരു സ്വാമിജിയും അവിടുന്ന് പോകാൻ തുടങ്ങുമ്പോൾ പതി വേറൊരു ഓലച്ചുവടി മരപ്പട്ടയിൽ എഴുതിയിരിക്കുന്ന എന്തോ ഒരു കാര്യം കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിന്റെ അർത്ഥം ഒന്ന് പറഞ്ഞു തരാമോ എന്ന് സ്വാമിജിയോട് ചോദിക്കുകയാണ്. അപ്പൊ ആ ഒരു സന്യാസിയും ആ ഒരു മരപ്പട്ട നോക്കിയിട്ട് പറയുന്നുണ്ട്, ഇത് ഏത് ലാംഗ്വേജ് ആണെന്നും എനിക്ക് അറിയത്തില്ല, എന്തായാലും ഇത് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ളത് എന്തോ ആണെന്നാണ് എനിക്ക് മനസ്സിൽ പറയുന്നത് എന്ന് ആ സ്വാമിജി പറഞ്ഞിട്ട് അവിടുന്ന് പോകാൻ തുടങ്ങാണ്. അപ്പോഴത്തേനും പതിക്ക് ഒരു കോളും വരുന്നുണ്ട്. അത് വിളിച്ചത് അവന്റെ തന്നെ കൂട്ടുകാരനായിരുന്നു. എനിക്ക് ഇതേപോലെ വാരണാസിയിൽ വെച്ചിട്ട് ഒരു ഓലച്ചുവടി കിട്ടിയെന്നൊക്കെ ഫ്രണ്ടിനോട് പതി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ആ ഒരു ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വന്ന ലേഡിയിലെ അവര് പതിയുടെ ഫോട്ടോയും മരപ്പട്ടയുടെ ഫോട്ടോയും എടുത്തു വെക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മളെ കാണിക്കുന്നത് പതി അവന്റെ റൂമിൽ പോയിട്ട് കൂട്ടുകാരനോട് ഈ ഒരു കഥയൊക്കെ വിവരിച്ചു കൊടുക്കുകയാണ്. അതായത് ഒരു നാട്ടില് ഒരാൾ ഒരു പശുവിനെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു പശുവും നല്ലതായിട്ടിരിക്കാൻ വേണ്ടി അയാൾ നല്ലപോലെ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. ആ പശുവും അയാളുടെ നല്ലതിനു വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. ശേഷം അയാൾ മരിച്ചു കഴിഞ്ഞപ്പോൾ അയാളുടെ മകന്റെ കയ്യിലോട്ട് ആ ഒരു പശു എത്തിപ്പെട്ടു. ശേഷം ആ പശുവിനെ നല്ലപോലെ പരിപാലിക്കാത്തത് കൊണ്ട് തന്നെ ആ ഒരു പശു തീറ്റ തിന്നുന്നതിന്റെ ഇടയ്ക്ക് ഒരു കുഴിയിൽ വീണ് ആ ഒരു പശുവിന്റെ കാലൊടിഞ്ഞുപോയി. അങ്ങനെ പോകുന്നുണ്ട് ആ ഒരു കഥ. അത് പതി കൂട്ടുകാരനോട് പറഞ്ഞു കൊടുക്കുകയാണ്. ഈ സമയത്ത് ആ ഒരു ലേഡീനെ കാണിക്കുന്നുണ്ട്. ആ ഒരു ലേഡി ഒരു പ്രായമായിട്ടുള്ള ഒരാളുടെ അടുത്തോട്ട് ചെല്ലുന്നുണ്ട്. ശേഷം ഈ ഒരു ഫോട്ടോ കാണിക്കുന്നുണ്ട്. ഈ ഫോട്ടോയും അയാൾ ഈ ലേഡിയുടെ ഫോണിൽ നിന്ന് അയാളുടെ ഫോണിലോട്ട് ബ്ലൂടൂത്ത് വഴി സെൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. ശേഷം ഈ ലേഡിയുടെ ഫോണിലുള്ള ആ ഒരു ഫോട്ടോ ഡിലീറ്റ് ആക്കുന്നുണ്ട്. എന്നിട്ട് ഇനി വേറെ ആരോടും ഈ കാര്യമൊന്നും പറയണ്ട എന്ന് പറഞ്ഞിട്ട് കുറച്ച് പൈസയും കൊടുക്കുന്നുണ്ട്. ഇനിയും പൈസ തരാമെന്ന് പറഞ്ഞിട്ട് ആ ലേഡീനെ അവിടുന്ന് പറഞ്ഞു വിടുന്നുണ്ട്. ആ ലേഡിയും ഭയങ്കര സസ്പീഷ്യസ് ആയിട്ട് അവിടുന്ന് ഇറങ്ങി പോകുന്നുണ്ട്. അതിന്റെ ഇടയ്ക്ക് ഈ ഒരു പ്രായമായ മനുഷ്യന്റെ ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. ഇയാള് ഒരു എക്സ്കവേഷൻ നടത്തുന്ന ആളാണെന്ന് തോന്നുന്നു. ടെമ്പിളിൽ കണ്ട പോലത്തെയുള്ള ചിത്രങ്ങളൊക്കെ ഇയാള് പണ്ട് എക്സ്കവേറ്റ് ചെയ്തതായിട്ടൊക്കെ നമ്മളെ ഇടയ്ക്ക് കാണിക്കുന്നുണ്ട്. ആ ലേഡി അവിടുന്ന് പോയ ഉടനെ അയാള് വേറൊരാളെ വിളിച്ചിട്ട് ഈ ഫോട്ടോ അയച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഈ ഫോട്ടോയിൽ കാണുന്ന അയാളെ എത്രയും പെട്ടെന്ന് എന്റെ മുന്നിൽ എത്തിക്കണമെന്ന് പറയുന്നുണ്ട്. അവിടുന്ന് കട്ടായ പിന്നെ നമ്മളെ കാണിക്കുന്നത് അയാൾ ഒരു ടാക്സി കാറിൽ വേറെ എവിടോട്ടോ പൊക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ടാക്സി ഓടിക്കുന്ന ഡ്രൈവറും അയാളുടെ അടുത്ത് നല്ലപോലെ ഫ്രണ്ട്ലി ആവുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, അമേരിക്കയിൽ നിന്നല്ലേ സാർ വന്നത്, അപ്പൊ അമേരിക്കയിൽ നിന്ന് വരുന്നവർക്കൊക്കെ അത്യാവശ്യം ജാടയൊക്കെ ഉണ്ടാവും, സാർ എന്താണ് ഇത്ര സിമ്പിൾ ആയിട്ടിരിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ സംസാരിക്കുകയാണ്. ശേഷം അവര് ഹോട്ടലിലോട്ട് പോകുന്നതിന് പകരം വേറൊരു സ്ഥലത്തോട്ട് പോകുന്നുണ്ട്. അപ്പൊ ആ ഡ്രൈവറും ചോദിക്കുന്നുണ്ട്, എന്താ
സാർ ആ സ്ഥലത്തോട്ട് പോകുന്നത്? അപ്പോ എന്റെ മരതകത്തെ കാണാനെന്ന് പറയുന്നുണ്ട്. ശേഷം അവരൊരു വീട്ടിലെത്തുന്നുണ്ട്. അത് ആ ഒരു റൈറ്ററിന്റെ ബ്രദറിന്റെ വീടായിരുന്നു. ശേഷം ബ്രദറിനോട് കുശലൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുകയാണ്, എന്റെ പഴയ കമ്പ്യൂട്ടർ ഒക്കെ എവിടെ? അത് ചേട്ടൻ ഫോറിൻ പോയപ്പോ തന്നെ അമ്മ അതെല്ലാം എടുത്ത് വിറ്റിട്ടുണ്ടായിരുന്നു. ആ ഷോപ്പ് കണ്ടില്ലേ, ആ ഷോപ്പിലുള്ള ഓണറാണ് അതൊക്കെ വാങ്ങിച്ചതെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ആ ഒരു ബ്രദർ അയാളുടെ മകനോട് പറയുന്നുണ്ട്, നിന്റെ വലിയച്ഛനല്ലേ, അദ്ദേഹം യൂസ് ചെയ്ത എല്ലാ കമ്പ്യൂട്ടറിനും ഓരോ പേരിടുമായിരുന്നു. ചേട്ടാ ആ പേരൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കും മോനെ എന്ന് പറയുന്നുണ്ട്. ഓരോ പേരായിട്ട് ആ ഒരു റൈറ്റർ പറയുന്നുണ്ട്. അതിനകത്ത് മരതകം എന്ന് പറഞ്ഞ ഒരു കമ്പ്യൂട്ടർ കൂടി ഉണ്ടായിരുന്നു. അപ്പോഴാണ് ആ ഒരു ഡ്രൈവർക്ക് മനസ്സിലായത് മരതകം എന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടർ ആണെന്ന്. അവിടുന്ന് തൊട്ടേ പിന്നെ നമ്മളെ കാണിക്കുന്നത് ആ ഒരു ക്ഷേത്രമാണ്. അവിടെ ഒരു സ്ഥലത്ത് വിളക്ക് കത്തിക്കുമ്പോൾ അവിടുന്ന് ഓം എന്നൊരു സൗണ്ട് ഇങ്ങനെ ആ ഒരു നാട് മുഴുവൻ കേൾക്കും. ആ ഒരു സൗണ്ട് കേട്ടിട്ടാണ് മിത്രൻ എണീക്കുന്നത്. മിത്രനോട് രാധിക പറയുന്നുണ്ട്, പെട്ടെന്ന് എനിക്ക് എന്നെ പേഴ്സണലായിട്ട് കാണണ്ടേ നിനക്ക് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ മിത്രൻ ചാടി എണീറ്റ് കുളിക്കാതെ നനയ്ക്കാതെ ഇറങ്ങി ഓടുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഇതേ സമയം അനുവിനെയും കാണിക്കുന്നുണ്ട്. അനു ആ ഒരു ബസ് പിടിക്കാനായിട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പൊ ഫ്രണ്ട് വിളിച്ച് വഴക്കൊക്കെ പറയുന്നുണ്ട്, എനിക്ക് ശരിക്കും സംശയമുണ്ട്, നിന്റെ കരിയറിൽ നിനക്ക് ഇമ്പ്രൂവ് ആവണോ, നിനക്ക് ആഗ്രഹമുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അനുവും പറയുന്നുണ്ട്, എന്തായാലും ഒരു 3 മണിക്കല്ലേ പോകുന്നത്, ഞാൻ 12 മണിക്കുള്ളിൽ ഞാൻ അവിടെ തിരുവനന്തപുരത്ത് എത്തും എന്നൊക്കെ പറഞ്ഞിട്ട് അനു ലഗേജ് ഒക്കെ എടുത്തുകൊണ്ട് ഇറങ്ങുന്നുണ്ട്. വീണ്ടും നമ്മളെ അവിടുന്ന് കട്ടായി കാണിക്കുന്നത് ആ ഒരു റൈറ്ററിനെയാണ്. ആ ഒരു ഷോപ്പിൽ ചെന്നിട്ട് റൈറ്ററും ആളുടെ ബ്രദറും കൂടി ആ ഒരു സിസ്റ്റത്തെ പറ്റിയൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോ അയാളും പറയുന്നുണ്ട്, ആ ഒരു ബ്രൗസിംഗ് സെന്റർ ഒക്കെ നഷ്ടത്തിലാ പോയത്, അതുകൊണ്ട് എന്റെ കൂടെ പാർട്ണർഷിപ്പിലുള്ള ആൾക്കാർ അവർ വേറൊരു സ്ഥലത്ത് ബ്രൗസിംഗ് സെന്റർ വെക്കാനായിട്ട് ഈ ഒരു സിസ്റ്റം എല്ലാം എടുത്തോണ്ട് പോയി ആ ഒരു പാർട്ട്നേഴ്സ് എന്ന്. അതിന് റൈറ്റർ ചോദിക്കുന്നുണ്ട്, ആരാണ് എടുത്തോണ്ട് പോയത്, എവിടേട്ടാണ് കൊണ്ടുപോയതെന്ന് അറിയാമോ? അയങ്കാരപുരം എന്ന് പറഞ്ഞൊരു ഗ്രാമത്തിലേക്കാണ് അവർ കൊണ്ടുപോയത്. എന്തായാലും അയാളും മരിച്ചു പോയെന്നാണ് ഞാൻ കേട്ടത് എന്ന് പറയുന്നുണ്ട്. വീണ്ടും നമ്മളെ കട്ട് ചെയ്ത് അനുവിനെയാണ് കാണിക്കുന്നത്. അനു അങ്ങനെ നടന്ന് ആ ഒരു ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിൽ എത്തുന്നുണ്ട്. അതുവഴി പോയ ഒരു ചേച്ചിയോട് ഓട്ടോ കിട്ടുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ ഒരു സ്ത്രീയും പറയുന്നുണ്ട്, ഓട്ടോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞു വെക്കണം, ഇനിയിപ്പോ ഒരു ബസ് സ്റ്റോപ്പിലെ കാണത്തുള്ളൂ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അനു നടന്ന് എങ്ങനെയും ബസ് സ്റ്റോപ്പിൽ എത്തിയിട്ടുണ്ട്. ശേഷം അവള് ബസ്സിൽ കയറുന്നുണ്ട്. എന്നിട്ട് ഫ്രണ്ടിന് വോയിസ് മെസ്സേജ് അയക്കുന്നുണ്ട്, ഞാൻ ഇതുപോലെ ബസ്സിൽ കയറി 12 മണിയാകുമ്പോൾ ഞാൻ കറക്റ്റ് തിരുവനന്തപുരത്ത് എത്തും, 3 മണിക്ക് അവർ പോകുന്നതിന് മുമ്പ് ഞാൻ അവരെ മീറ്റ് ചെയ്തിരിക്കുമെന്ന് പറയുന്നുണ്ട്. അവിടുന്ന് തൊട്ടേ പിന്നെ നമ്മളെ കാണിക്കുന്നത് തലവരെയാണ്. തലവര ഒരു ജോലിക്കാരൻ ആ ഒരു ബോക്സ് എടുത്തോണ്ട് കാട്ടിലോട്ട് പോയില്ലായിരുന്നോ? അപ്പോ ആരോ വന്നിട്ട് അവന്റെ തലയ്ക്ക് പിടിച്ചിട്ട് അവനെ ബോധം കെടുത്തി അവിടെ ഇട്ടില്ലേ, ആളിപ്പോ ഹോസ്പിറ്റലിലാണ്. അവിടെയൊക്കെ തലവൻ വരുന്നുണ്ട്. എന്നിട്ട് ഇത് പറ്റിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവനും ഇതേപോലെ ആരോ വന്ന് എന്നെ മയക്കി കിടത്തി എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് തലവൻ പറയുന്നുണ്ട്, നീ എന്താ ശ്രദ്ധിക്കണ്ടേ, എന്തിനു വേണ്ടിയിട്ട് ആ കാട് വഴിയൊക്കെ പോകാൻ പോയത് എന്നൊക്കെ അവനെ വഴക്കും പറഞ്ഞിട്ട് അവിടുന്ന് ഇറങ്ങാണ്. ശേഷം വേറൊരു കൂട്ടാളിയുണ്ട്, അയാളുടെ അടുത്തോട്ട് ചെന്നിട്ട് പറയുന്നുണ്ട്, ആ ഒരു പെട്ടി അത്ര സാധാരണ വിഷയമായിട്ട് എനിക്ക് തോന്നുന്നില്ല, എന്തോ ഒരു സീക്രട്ട് അതിന്റെ ചുറ്റിനും ഉണ്ട്, എന്തായാലും നീ അത് പോയി അന്വേഷിക്കുക എന്ന് പറഞ്ഞിട്ട് ആ ഒരു ജോലിക്കാരനെ അവിടുന്ന് പറഞ്ഞു വിടുവാണ്. ശേഷം അപ്പൊ തന്നെ തലവന്റെ ഫോണിലോട്ട് വേറൊരു കോള് വരുന്നുണ്ട്. ആളുടെ അനിയനാണ് വിളിച്ചത്. അപ്പൊ അനിയന്റെ അടുത്ത് ഈ ഒരു സീക്രട്ട് ചേമ്പറിന്റെ കാര്യമൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പെട്ടെന്ന് ഡ്രൈവർ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് കണ്ടപ്പോ അയാൾ ആ ഒരു കോള് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇയാൾക്കും ക്ഷേത്രത്തെ പറ്റി എന്തോ ഒരു രഹസ്യമൊക്കെ അറിയാമെന്ന് തോന്നുന്നു. അവിടുന്ന് കട്ടായി വീണ്ടും അനുവിനെയാണ് കാണിക്കുന്നത്. അനു ആ ഒരു ബസ്സിൽ കയറി യാത്ര മുന്നോട്ട് പോകുമ്പോൾ പെട്ടെന്ന് ഒരു ചെക്ക് പോസ്റ്റ് വരികയാണ്. അവിടെ നിന്ന് കുറച്ച് പോലീസുകാരൊക്കെ ചെക്കിങ്ങിന് കയറുന്നുണ്ട്. ക്ഷേത്രത്തിലെ എന്തോ ഒരു സാധനം മോഷണം പോയി അത് ചെക്ക് ചെയ്യാനായിട്ടാണ് കയറുന്നതെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അനുവിന്റെ ബാഗും ചെക്ക് ചെയ്യാണ്. ആ ഒരു ബാഗിൽ നിന്ന് ആ ഒരു ബോക്സ് കണ്ടുപിടിക്കുകയാണ്. അപ്പൊ അനുവും പറയുന്നുണ്ട്, ഇത് അമ്പലത്തിന്റേതാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ ഒരു പോലീസുകാരും ഇത് നീ മോഷ്ടിച്ചതാണോ എന്ന് പറഞ്ഞിട്ട് അനുവിനെ അവിടെ തന്നെ ഇറക്കി നിർത്തുകയാണ് ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ട്. അങ്ങനെ ആ ഒരു ബസ്സും അവിടുന്ന് പോകുന്നുണ്ട്. അവിടെ യാത്രയും മുടങ്ങുവാണ്. വീണ്ടും നമ്മളെ കാണിക്കുന്നത് ആ ഒരു ലോയറിനെയാണ്. ആ ഒരു ക്ലയന്റിനെ ആരോ കൊന്നില്ലായിരുന്നു. അപ്പൊ അതിന്റെ കേസ് ഫോളോ അപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് അസിസ്റ്റന്റിനോട് പറയുന്നുണ്ട് ലോയർ. മാത്രമല്ല ആ ഒരു മീറ്റ് പ്രിന്ററിന്റെ റൈറ്റ്സ് എല്ലാം ആ ഒരു ക്ലയന്റ് ലോയറിന് എഴുതി വെച്ചതായിട്ട് പ്രീഡേറ്റ് ആയിട്ട് ഇട്ടിട്ട് ഉണ്ടാക്കാനായിട്ട് ലോയർ അസിസ്റ്റന്റിനോട് പറയുന്നുണ്ട്. അവിടുന്ന് കട്ടായി പിന്നെ നമ്മളെ കാണിക്കുന്നത് 2 ബംഗാളികളെയാണ്. അവര് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചുകൊണ്ട് അവരുടെ റൂമിലിരിക്കുകയാണ്. പെട്ടെന്ന് അവരുടെ ഫോണിലോട്ട് ഒരു ഫോട്ടോയും ഒരു ലൊക്കേഷനും അയച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. അവിടുന്ന് കട്ടായി വീണ്ടും ലോയറിന്റെ അസിസ്റ്റന്റിനെയാണ് കാണിക്കുന്നത്. ഏതോ ഒരു കൊറിയർ ഓഫീസിലാണ് ആ ഒരു മീറ്റ് പ്രിന്ററിന്റെ ഫോട്ടോ ഒക്കെ കാണിച്ചിട്ട് അവിടെ എൻക്വയറി ചെയ്യുന്നുണ്ട് ആ ഒരു അസിസ്റ്റന്റ്. അപ്പൊ അവിടെ വർക്ക് ചെയ്യുന്ന ആളും പറയുന്നുണ്ട്, ഓക്കെ ഇത് ഓൾറെഡി ആള് വാങ്ങിച്ചോണ്ട് പോയല്ലോ, അതോ നോക്കൂ സൈനൊക്കെ ചെയ്തിട്ടാണ് വാങ്ങിച്ചോണ്ട് പോയത് എന്ന് പറയുന്നുണ്ട്. അപ്പോ സൈൻ നോക്കുമ്പോൾ 2 സൈനും വ്യത്യാസമാണ്. അപ്പൊ അവരെ ഒന്ന് ഭീഷണിപ്പെടുത്തി ഇതൊരു മർഡർ കേസാണ്, ആളെ ഒന്നും നോക്കാതെ സൈൻ ചെയ്ത് വിട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ആയിരിക്കും പണി വരുന്നത്, എന്തായാലും ഇതിന്റെ ഒറിജിനൽ ഗേറ്റ് പാസ് ഒക്കെ എനിക്ക് ഏൽപ്പിക്കാൻ നോക്ക് പെട്ടെന്ന് എന്ന് പറഞ്ഞിട്ട് അസിസ്റ്റന്റ് നേരെ ലോയറിന്റെ അടുത്തോട്ട് ചെല്ലാണ്. എന്നിട്ട് ലോയറിനോട് ഡീറ്റെയിൽ ഒക്കെ പറയുന്നുണ്ട്. എന്നിട്ട് അയ്യങ്കാരപുരത്തേക്കാണ് ആ ഒരു പ്രിന്റർ പോയിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവർ അയ്യങ്കാരപുരത്തേക്ക് പോവാനായിട്ട് റെഡി ആവുകയാണ്. പിന്നെ നമ്മളെ കാണിക്കുന്നത് ആ ഒരു ക്ഷേത്രം തന്നെയാണ്. അവിടെ ശംഭു പൂജാരി വന്നിട്ടില്ല, പകരം ആ ഒരു കുഞ്ഞു തിരുമേനിയാണ് പൂജ ചെയ്യുന്നത്. അവിടേക്ക് നമ്മുടെ രാധികയുടെ അച്ഛനും ചെല്ലുന്നുണ്ട്. രാധികയുടെ അച്ഛനെ ആ ഒരു കുഞ്ഞു തിരുമേനി പരിചയപ്പെടുന്നുണ്ട്. എന്താണ് ഇവിടെ വന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോ രാധികയുടെ അച്ഛൻ പറയുന്നുണ്ട്, എന്റെ മകളുടെ ജാതകത്തിൽ ചൊവ്വാദോഷം ഉണ്ട്, അപ്പോ ഇവിടെ 48 ദിവസം വിളക്ക് വെച്ച് പ്രാർത്ഥിച്ചാൽ അത് മാറുമെന്നാണ് ഒരു ജ്യോതിഷം പറഞ്ഞത്, അതുകൊണ്ടാണ് ഞങ്ങൾ വന്നതെന്ന് പറയുന്നുണ്ട്.
ഈ സമയത്ത് രാധികനെ കാണിക്കുന്നുണ്ട്. രാധിക പൂർണിയോട് വിളക്ക് വെക്കുന്ന കാര്യങ്ങളും ബാക്കി കാര്യങ്ങളും ഒക്കെ സംസാരിച്ച് അവര് കൂട്ടാവുന്നുണ്ട്. ശേഷം ആ ഒരു കുഞ്ഞു തിരുമേനെയും ആ ഒരു അച്ഛനെ ആ ഒരു ക്ഷേത്രം മുഴുവൻ ചുറ്റി കാണിക്കുന്നുണ്ട്. ഓരോ ശില്പങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവിടുത്തെ ഐതിഹ്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പൊ ഒരു ശില്പത്തില് ബ്രഹ്മ ഒരു കുഞ്ഞിനെ പിടിച്ചു നിൽക്കുന്നതായിട്ട് അയാൾ കാണുകയാണ്. അപ്പോ ആ ഒരു കുഞ്ഞു തിരുമേനയോട് അയാൾ ചോദിക്കുന്നുണ്ട്, എന്താ ബ്രഹ്മാവ് കുഞ്ഞിനെ പിടിച്ചോണ്ട് നിൽക്കുന്നത്? അതിന് മറുപടി പറഞ്ഞത് പക്ഷെ ആ ഒരു കൊച്ചു തിരുമേനി ആയിരുന്നില്ല. പകരം അവിടെ തൂത്തോണ്ട് നിന്നിരുന്ന അനുവിന്റെ ഭാഗ്യം മോഷ്ടിച്ചോണ്ട് പോയ ആ ഒരു സ്വാമിയായിരുന്നു. കാരണം എന്താന്ന് വെച്ചാൽ അവനുണ്ടാക്കിയതിനോട് അവന് പ്രേമം, മോഹം അവന്റേതാണെന്നുള്ള അഹന്ത, അതാണ് കാരണമെന്ന് പറഞ്ഞിട്ട് ആ ഒരു സ്വാമിജി ഡാൻസ് കളിക്കാൻ തുടങ്ങുകയാണ്. അതായത് ഈ ശിവനൊക്കെ കളിക്കുന്ന താണ്ഡവം പോലെ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ശേഷം വീണ്ടും രാധികനെയാണ് കാണിക്കുന്നത്. അവൾ അങ്ങനെ വിളക്ക് കത്തിച്ചോണ്ടിരിക്കുകയാണ്. പൂർണിയ വന്ന് പറയുന്നുണ്ട്, ചേച്ചി വിഷമിക്കേണ്ട, എന്തായാലും 40 ദിവസം കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ ചേച്ചിയുടെ കല്യാണം നടക്കും ഒക്കെ രാധികനെ സമാധാനിപ്പിക്കുന്നുണ്ട് പൂർണി. അപ്പോൾ തന്നെ അവിടേക്ക് മിത്രൻ ഓടി വരുന്നുണ്ട്. എന്നിട്ട് പരിചയപ്പെടുകയാണ് രാധികനെ. എന്നിട്ട് അവളെ ഇഷ്ടമാണെന്നും തുറന്നു പറയുന്നുണ്ട്. അപ്പൊ തന്നെ രാധികയുടെ അച്ഛനും അങ്ങോട്ട് വരുന്നുണ്ട്. അയാള് രാധിക വിളിച്ചോണ്ട് പോവാണ്. അവിടുന്ന് കിട്ടിയ പിന്നെ നമ്മളെ കാണിക്കുന്നത് ഒരു ഡെലിവറി വാൻ വരുന്നതായിട്ടാണ്. ഒരു ചെക്ക് പോസ്റ്റിന്റെ അടുത്ത് വരുന്നുണ്ട്. അവിടെ പോലീസുകാരെല്ലാം തടഞ്ഞു വെക്കുന്നുണ്ട്. പെട്ടെന്ന് ആ ഒരു ഡെലിവറി ആയിട്ട് വന്ന എക്സിക്യൂട്ടീവിനെ ആരോ വന്നിട്ട് കഴുത്തറുത്ത് കൊല്ലുകയാണ്. കാണിക്കുന്നത് അനുവിനെയാണ്. അനു കഴിഞ്ഞ എപ്പിസോഡിൽ പോലീസുകാർ പിടിച്ചില്ലായിരുന്നു ആ ഒരു പെട്ടിയായിട്ട്. അപ്പോൾ ആ ഒരു പെട്ടിയും അനുവിനെയും കൂടി അമ്പലത്തിന്റെ ഫ്രണ്ടിൽ കൊണ്ട് ഇറക്കുന്നുണ്ട്. അപ്പൊ അമ്പലത്തിന്റെ ഫ്രണ്ടിൽ തലവനുണ്ട്, മാത്രമല്ല പൂജാരി, ശംഭു, മകൾ എല്ലാവരും ഉണ്ട്. അനുവിനെ അവർ കൊണ്ട് ഇറക്കുകയാണ്. ശേഷം തലവനോട് ചോദിക്കുന്നുണ്ട്, ഈ പെണ്ണ് ഇവിടുന്ന് ഈ ഒരു പെട്ടി അടിച്ചോണ്ട് പോയതാണോ? അപ്പോ ആ ഒരു തലവനും പറയുന്നുണ്ട്, ഇല്ല, അവൾ അത് അടിച്ചോണ്ട് പോയതൊന്നും അല്ല, അവളാണ് ഈ ഒരു പെട്ടി ഇവിടെ കൊണ്ടുവന്നത് എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു പെട്ടി ശംഭു തിരുമേനിയോട് സ്വീകരിക്കാൻ പറയുന്നുണ്ട്. പക്ഷെ ശംഭു തിരുമേനി അത് സ്വീകരിക്കാൻ തയ്യാറാവുന്നില്ല. പൂർണി പറയുന്നുണ്ട്, അന്ന് എന്റെ കയ്യിൽ തന്നോളാൻ. അങ്ങനെ ആ പോലീസുകാരുടെ കയ്യിൽ നിന്ന് പൂർണി ആ ഒരു പെട്ടി മേടിക്കുകയാണ്. ഇത് കണ്ട് ദേഷ്യം വന്ന ശംഭു തിരുമേനി പെട്ടെന്ന് ആ പെട്ടി മേടിച്ച് അത് തകർക്കാൻ വേണ്ടി അവിടെയുള്ള കുളത്തിന്റെ കരയിലോട്ട് കൊണ്ടുവച്ചിട്ട് ഒരു പാറക്കല്ല് കൊണ്ട് അത് ഇടിച്ച് നശിപ്പിക്കാൻ തുടങ്ങുകയാണ്. അങ്ങനെ നശിപ്പിക്കാൻ തുടങ്ങുന്ന സമയത്തേക്കും അവിടേക്ക് ശംഭുവിന്റെ അച്ഛൻ തിരുമേനി വരുന്നുണ്ട്. അപ്പോ ആ ഒരു പെട്ടി തകർക്കുന്നതിൽ നിന്ന് ശംഭുവിനെ തടയുന്നുണ്ട്. ശേഷം ആ ഒരു പെട്ടി ഇതാണോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു പെട്ടി എടുത്ത് മുകളിലോട്ട് ആ ഒരു ക്ഷേത്രത്തിലോട്ട് കാണിച്ചിട്ട് ശംഭു മഹാദേവ എന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ ശംഭുവും പറയുന്നുണ്ട്, ആ ഒരു പെട്ടി എന്റെ കയ്യിൽ താച്ചാൽ ഐന്താം വേദവും ഒന്നും നമുക്ക് വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അനുവും അങ്ങോട്ട് മുന്നോട്ട് വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ആ പെട്ടി നശിപ്പിച്ചു കള, അത് കാരണം എന്തൊക്കെ കഷ്ടകാലങ്ങളാണ് വരുന്നതെന്ന് അറിയാമോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോ അച്ഛൻ തിരുമേനി അനുവിനെ കാണുകയാണ്. ഓ, ഇതാണോ ആ ഒരു പെൺകുട്ടി എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ശംഭുവിനോട് പറയുന്നുണ്ട്, ഈ ഒരു പെട്ടി തുറക്കാനുള്ള സമയമായി, നീ എന്റെ കൂടെ വാ. ഈ ഒരു പെട്ടിയും താക്കോലും 2 ആൾക്കാരുടെ കയ്യിലായിട്ടാണ് കൊടുത്തു അയച്ചത്. നമ്മുടെ പൂർവികരുടെ കയ്യിലാണ് ഇതിന്റെ താക്കോൽ ഇരിക്കുന്നത്. ഇപ്പോ പെട്ടി നമ്മുടെ കയ്യിൽ എത്തിയിട്ടുണ്ട്, ഇത് തുറക്കാനുള്ള സമയമായി എന്ന് പറഞ്ഞിട്ട് അച്ഛൻ തിരുമേനി ശംഭുവിനെ വിളിക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹം പോവാനായിട്ട് തയ്യാറാവുന്നില്ല. അപ്പോ പെട്ടെന്ന് അച്ഛൻ തിരുമേനി പറയാണ്, മോളെങ്കിലും വാ എന്ന് പറഞ്ഞിട്ട് അനുവിനെ വിളിച്ചുകൊണ്ട് പോവാണ്. പുറകെ തന്നെ തിരുമേനിയും ബാക്കിയുള്ള ഗ്രാമവാസികളും തലവനും എല്ലാം പോകുന്നുണ്ട്. അപ്പൊ അവരങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോ ആ ഒരു 4 വേദങ്ങളെ കുറിക്കുന്ന ഡാർഫുകളിലെ ആ ഒരു സൈഡിലായിട്ട് നിപ്പുണ്ടായിരുന്നു. അപ്പൊ അവർ പറയുന്നുണ്ട്, താക്കോലുള്ളവരുടെ കയ്യിൽ തന്നെ പെട്ടിയും എത്തിച്ചേർന്നല്ലോ, ഇനിയിപ്പോ എന്ത് ചെയ്യും നമ്മളെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അതിലൊരാൾ പറയുന്നുണ്ട്, എന്തേലും ആവട്ടെ, നമുക്ക് അത് എങ്ങനെയും മേടിച്ചെടുക്കാമെന്ന്. അവിടുന്ന് കെട്ടായി പിന്നെ നമ്മളെ കാണിക്കുന്നത് ആ ഒരു റൈറ്ററിനെയാണ്. അയാളുടെ പഴയ കമ്പ്യൂട്ടർ തേടി അയ്യങ്കാരപുരത്തോട്ട് കാറിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കാറിൽ വരുന്ന സമയത്തൊക്കെ ഈ ഒരു ഡ്രൈവർ അയാളോട് കുശലമൊക്കെ പറയുന്നുണ്ട്. മരതകം എന്ന് പറയുന്നത് സാറിന്റെ കമ്പ്യൂട്ടർ ആണെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല, ഞാൻ വിചാരിച്ചു സാറിന്റെ പഴയ കാമുകി വല്ലതും ആയിരിക്കും എന്നാണ്. എന്തിനാ ഇത്ര പഴയ കമ്പ്യൂട്ടർ ഇനി എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോ റൈറ്ററും പറയുന്നുണ്ട്, അതിനകത്ത് എന്റെ ഒരു പഴയ കഥയുണ്ട്, ആ കഥ ഇപ്പോ മറ്റു പലരുടെയാണെന്ന് പറഞ്ഞ് പലരും അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടുന്നുണ്ട്, അത് എന്നെ തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പൊ പൊക്കോണ്ടിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അവരങ്ങനെ കാറിൽ യാത്ര ചെയ്ത് വഴിയിലുള്ള ആൾക്കാരോടൊക്കെ വഴി ചോദിച്ച് അയ്യങ്കാരപുരത്തോട്ട് പോവാണ്. അപ്പൊ വഴിയിൽ കുറെ മാടുകൾ നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോ ആ ഒരു ഡ്രൈവർ അവിടെ കാർ നിർത്തുന്നുണ്ട്. അപ്പോ നമ്മളുടെ ആ ഒരു സ്വാമിജിയില്ലേ, ശിവൻ എന്ന് തന്നെ പറയാം, അയാൾ വന്നിട്ട് റൈറ്ററിനോട് പറയുന്നുണ്ട്, എവിടോട്ടാ പോകുന്നത്? അപ്പൊ റൈറ്ററും പറയുന്നുണ്ട്, അയ്യങ്കാരപുരത്തോട്ട്. അപ്പോ ശിവൻ പറയുന്നുണ്ട്, എങ്കിൽ അവിടെ പോയി ആദ്യമേ സ്വാമിയെ പോയി തൊഴാന്, അതായത് ആ ഒരു ക്ഷേത്രത്തിൽ പോവാന്. അപ്പോ അയാൾ പറയുന്നുണ്ട്, ഓ വേണ്ട, ഞങ്ങള് ആ ഒരു ഗ്രാമത്തിൽ തന്നെ തിരക്കിക്കോളാന്ന്. അപ്പോ അദ്ദേഹം പറയാണ്, നീ അന്വേഷിച്ചു പോകുന്ന ആളെ കാണുമെങ്കിൽ അവന്റെ മോനെ കാണുക, നീ അന്വേഷിച്ചു പോകുന്ന സാധനം കാണുമെങ്കിൽ അയാളുടെ വൈഫിനെ കാണുക. പക്ഷെ ആ ഒരു സാധനം വേറെ എന്തിനെയാണ് തിരക്കിക്കൊണ്ട് നടക്കുന്നത്, ആ ഒരു തിരക്കിയ സാധനം കാണുമെങ്കിൽ അമ്പലത്തിൽ പോവാൻ. എന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ അല്ലേ? എന്തായാലും ഇങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു റൈറ്ററും ഭയങ്കരമായിട്ട് കൺഫ്യൂസ് ആവുന്നുണ്ട്. ശേഷം നമ്മളെ കാണിക്കുന്നത് വീണ്ടും ആ ഒരു തലവനെയാണ്. തലവൻ നമ്മുടെ ശംഭുവിന്റെയും തിരുമേനിയുടെ ഒക്കെ വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ അച്ഛൻ തിരുമേനി ശംഭുവിനെ ഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ഒരു പെട്ടി തുറക്കാനായിട്ട്. പൂർണ്ണി തന്നെ അതിന്റെ മെക്കാനിസം ഒക്കെ കണ്ടുപിടിക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ചെറിയൊരു അർദ്ധ
അർദ്ധവൃത്തത്തിലൊരു സാധനമുണ്ട്, അതിന്റെ ബാക്കി ഈ ഒരു ഫാമിലിയുടെ കയ്യിലുണ്ട്. അപ്പൊ അത് വെച്ച് ഇങ്ങോട്ട് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഇപ്പുറത്ത് ലോക്കിന്റെ ഹോള് ഓപ്പൺ ആവും. അപ്പൊ ആ ഹോള് വെച്ചിട്ട് അത് തുറക്കണം. ശംഭുവാണ് ആ ഒരു അർദ്ധവൃത്തത്തിലുള്ള ആ ഒരു ഹാഫ് സാധനം പിടിച്ചു പുഷ് ചെയ്തത്. എന്നിട്ട് പൂർണ്ണി അത് തുറക്കുമ്പോൾ അതിനകത്തുനിന്ന് ചെറിയൊരു ഓലച്ചുവടി പിന്നെയും കിട്ടുന്നുണ്ട്. അതിനകത്ത് മൂലമന്ത്രങ്ങൾ പോലെ ദം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു മന്ത്രം മാത്രമാണ് എഴുതിയിരിക്കുന്നത്. പക്ഷെ ആരും കണ്ടില്ല, ശംഭുവിന്റെ കയ്യിൽ ആ ഒരു അർദ്ധവൃത്തത്തിലുള്ള ആ ഒരു സാധനം കുത്തി കയറിയിട്ട് ചോര വരുന്നുണ്ടായിരുന്നു. അവിടുന്ന് കട്ടെ പിന്നെ നമ്മളെ റൈറ്ററിനെയാണ് കാണിക്കുന്നത്. അയാള് അയങ്കാരപുരം ഗ്രാമത്തിലെത്തുന്നുണ്ട്. എന്നിട്ട് ആ ഒരു തലവന്റെ വൈഫിനെ അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ ഒരു സ്ത്രീയാണ് വഴി കാണിച്ചു കൊടുക്കുന്നത്. അങ്ങനെ അവര് ഗസ്റ്റ് ഹൗസിലോട്ട് എത്തുന്നുണ്ട്. അപ്പോൾ ഗസ്റ്റ് ഹൗസിലുള്ള അയാളുടെ ഒരു പണിക്കാരൻ നേരിട്ട് തലവന്റെ വൈഫ് താമസിക്കുന്ന ആ ഒരു ഇടിഞ്ഞു പൊളിഞ്ഞ വീടില്ലേ, അതായത് ഭ്രാന്തായിട്ടുള്ള ഒരു സ്ത്രീ, അപ്പോൾ അവരെ ചികിത്സിക്കാൻ പറ്റുന്ന ഡോക്ടർ എന്നുള്ള രീതിയിലാണ് ഇവർ അങ്ങോട്ട് പോകുന്നത്. അവിടെ ചെല്ലുമ്പോൾ ആ ഒരു സ്ത്രീയും എന്റെ മകനെ കുഴിച്ചിട്ടു, അവൻ നിലത്തിടുന്ന് കരയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഭ്രാന്തമായിട്ടുള്ള രീതിയിൽ ഇവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് അവിടോട്ട് തലവൻ കയറി വരുന്നുണ്ട്. എന്നിട്ട് ഇവരോട് ചോദിക്കുന്നുണ്ട്, എന്താ കാര്യം, ആരാണ് നിങ്ങൾ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവരും കാര്യം പറയുന്നുണ്ട്. ഇതുപോലെ എന്റെ അമ്മ നിങ്ങൾക്ക് കുറച്ച് സിസ്റ്റം വിറ്റിട്ടുണ്ടായിരുന്നു, അതിനകത്ത് മരതകം എന്ന് പറഞ്ഞ എന്റെ ഒരു സിസ്റ്റം ഉണ്ട്, അത് എനിക്ക് തിരിച്ചു തരണമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അയാളും പറയുന്നുണ്ട്, ആ ഒരു പഴയ സിസ്റ്റം ആണോ, അത് കേടായതുകൊണ്ട് ഞങ്ങളത് വേറെ ആൾക്കാർക്ക് കൊടുത്തു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആർക്കാണ് കൊടുത്തതെന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ കൊച്ചിയിലുള്ള ഏതൊരു മലയാളിക്കാണ് കൊടുത്തത്, മരകതം എന്ന് പറഞ്ഞിട്ട് സെന്റ് കട വെച്ചിരിക്കുന്ന ഒരാൾക്കാണ് വിറ്റത് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ആ ഒരു റൈറ്ററും അവിടുന്ന് ആ ഒരു സെന്റ് കട ഓണറിന്റെ അടുത്തോട്ട് പോകുന്നുണ്ട്. അവിടുന്ന് കട്ടായി വീണ്ടും നമ്മളെ കാണിക്കുന്നത് ബ്രാഹ്മൺ ഫാമിലിനെയാണ്. അവർ ഫുഡ് കഴിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ എല്ലാവരെയും ഇരുത്തി ഫുഡൊക്കെ കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അനുവിനെയും കഴിക്കാൻ വിളിക്കുന്നുണ്ട്. അപ്പോൾ അനു പറയുന്നുണ്ട്, എനിക്ക് ഫുഡൊന്നും അല്ല വേണ്ടത്, എനിക്ക് ഇതിന്റെ കാര്യമാണ് അറിയേണ്ടത് എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അനു പറയുന്നുണ്ട്, ആ ഒരു പെട്ടി ഞാനിവിടെ കൊണ്ടുവന്നു, എന്റെ ജോലിയും കഴിഞ്ഞു, പക്ഷെ എനിക്ക് ഇവിടുന്ന് പോകാൻ പറ്റുന്നില്ലല്ലോ, എന്തുകൊണ്ടാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അച്ഛൻ തിരുമേനിയും പറയുന്നുണ്ട്, നീ ജസ്റ്റ് പെട്ടി കൊണ്ടുവരാൻ വേണ്ടി മാത്രമായിരുന്നെങ്കിൽ നീ ആ ഒരു പെട്ടി ശംഭുവിന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് നീ എപ്പോഴേ പോയേനെ. പക്ഷേ നിന്നെ കൊണ്ട് ഇനിയും എന്തൊക്കെയോ കർമ്മങ്ങൾ ചെയ്യാനായിട്ട് ദൈവം നിയോഗിപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് നിന്നെ ഇപ്പോഴും ഇവിടെ തന്നെ പിടിച്ചു വെച്ചേക്കുന്നതെന്ന് പറയുന്നുണ്ട്. ശേഷം ഫുഡ് കഴിക്കാൻ വേണ്ടി എല്ലാവരും ഇരിക്കുകയാണ്. പക്ഷെ ശംഭുവിന്റെ കയ്യിൽ ആ ഒരു സർക്കിളിലുള്ള സാധനം കുത്തി കയറി ഇരിക്കല്ലേ, അതുകൊണ്ട് തന്നെ ശംഭുവിന് കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അന്നപൂർണ്ണി അച്ഛന് ഞാൻ വാരിത്തരാന്ന് പറഞ്ഞിട്ട് വാരി കൊടുക്കുകയാണ്. അപ്പോൾ അതിനകത്തുനിന്ന് കുറച്ച് ഫുഡ് മാത്രമായിട്ട് തെറിച്ച് ആ ഒരു കയ്യിലോട്ട് വീഴുകയാണ്. അത് വീണ ഉടനെ തന്നെ ആ കയ്യിൽ ഒട്ടിയിരുന്ന സാധനം തെറിച്ചു പോവാണ്. അപ്പോൾ അച്ഛൻ തിരുമേനി പറയുന്നുണ്ട്, ബ്രഹ്മാവിന്റെ 5ാമത്തെ തല ശിവൻ കൊയ്ത സമയത്ത് ശിവന്റെ കയ്യിൽ ആ ഒരു തലയോട് കൊണ്ടുകയറി ഇരുന്നിട്ടുണ്ടായിരുന്നു. ശരിക്കും ബ്രഹ്മാവ് ഒരു ബ്രാഹ്മണനായതുകൊണ്ട് തന്നെ ബ്രഹ്മഹത്യ ശാപം ശിവനെ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ശാപത്തിൽ കിടന്ന് ശിവനെ ഒരു ദിവസം കാശിയിലുള്ള ഒരു മാതാവ് അന്നകൂട്ടി. അങ്ങനെയാണ് ശിവന്റെ കയ്യിൽ നിന്ന് ആ ഒരു തലയോട് തെറിച്ചു പോയി ശാപമുക്തി കിട്ടിയത് എന്ന് പറയുന്നുണ്ട്. അതേപോലെയാണ് നിന്റെ അവസ്ഥ, അതുകൊണ്ട് നീ ഇതുവരെ ചെയ്ത എല്ലാ പാപങ്ങളും പൊറുക്കപ്പെട്ടു ശംഭു എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ശംഭു മഹാദേവ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രാർത്ഥന ചെല്ലാൻ തുടങ്ങുകയാണ്. ആരും പെട്ടെന്ന് ഒന്ന് നിർത്ത് എന്ന് പറയുന്നുണ്ട്. പെട്ടെന്ന് പാവങ്ങളെല്ലാം സ്റ്റക്ക് ആയതുപോലെ സ്റ്റോപ്പ് ചെയ്യാണ്. ശേഷം അനു ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് ഇറങ്ങി പോരുന്നുണ്ട്, ഞാൻ പിന്നെ വരാം, ഇവിടെ നിന്നാൽ ശരിയാവത്തില്ല എന്ന് പറഞ്ഞിട്ട്. അവിടുന്ന് കട്ടെ പിന്നെ നമ്മളെ കാണിക്കുന്നത് അങ്ങനെ അനു അവിടുന്ന് പോകാൻ തുടങ്ങുകയാണ്. അപ്പോൾ വെള്ളോട്ട് വരുമ്പോൾ അവിടെ ബാഗ് അവിടെ കാണുന്നില്ല. അപ്പോൾ ആ ഒരു കുഞ്ഞു തിരുമേനിയില്ലേ, ശംഭുവിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആ ഒരു തിരുമേനി വന്ന് പറയുന്നുണ്ട്, തലന്റെ കൂടെ നടക്കുന്ന ആള് ചേച്ചിയുടെ ബാഗ് എടുത്തോണ്ട് പോയി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആ ഒരാളും അവിടെ വന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട് അനുവിന് വേണ്ടിയിട്ട്. അയാളുടെ കൂടെ ഗസ്റ്റ് ഹൗസിൽ ചെല്ലുന്നുണ്ട്. അപ്പൊ തലവൻ അവിടത്തെ അവളെ വെയിറ്റ് ചെയ്തിരിപ്പുണ്ടായിരുന്നു. അപ്പൊ അയാൾ പറയുന്നുണ്ട്, എന്തായാലും നീ റെസ്റ്റ് ചെയ്യേ, എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ടെന്ന്. അപ്പൊ അനു പറയുന്നുണ്ട്, എന്തായാലും സംസാരിക്കും, കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോ തലവനും പറയുന്നുണ്ട്, നിന്റെ കൂടെ വന്നില്ലേ അവൻ മിത്രൻ, അവനോട് വരട്ടെ എന്നിട്ട് സംസാരിക്കാന്ന് പറയുന്നുണ്ട്. അങ്ങനെ അനുവും എണീച്ച് ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നെ നമ്മളെ കാണിക്കുന്നത് വീണ്ടും ഒരു ബ്രാഹ്മൺ ഫാമിലിയാണ്. അവിടോട്ട് ആ ഒരു 4 വേദങ്ങളിലെ അവര് വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ തന്നെ അച്ഛൻ തിരുമേനിക്ക് മനസ്സിലാകുന്നുണ്ട്. അച്ഛൻ തിരുമേനി അവരെ ഗ്രീറ്റ് ചെയ്യുന്നൊക്കെയുണ്ട്. ശേഷം ആ ഒരു പെട്ടിയും അവർക്ക് എടുത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ശംഭു അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പൊ ശംഭുവിന്റെ അടുത്തും കൈ നീട്ടുന്നുണ്ട്. കാരണം വെച്ചാൽ ആ ഒരു മന്ത്രം അടങ്ങിയിട്ടുള്ള ആ ഒരു ചീട്ടില്ലേ, അത് ശംഭുവിന്റെ കയ്യിലായിരുന്നു. ആദ്യമേ അത് ശംഭു കൊടുക്കാൻ തയ്യാറായില്ല, എന്തുവാന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോ അച്ഛൻ തിരുമേനി പറയുന്നുണ്ട്, അവരെ കോപിപ്പിക്കരുത്, അവർ ശപിച്ചു കഴിഞ്ഞാൽ നമ്മളെ രക്ഷപ്പെടുത്തില്ല, അതുകൊണ്ട് നീ ആ ഒരു പെട്ടിയിലെടുത്ത സാധനം കൊടുത്തേക്കാൻ പറയുന്നുണ്ട്. അങ്ങനെ ആ ഒരു ചീട്ടും അവർ പേടിച്ചിട്ട് അവിടുന്ന് അപ്രത്യക്ഷമായിട്ട് പോവാണ്. അവിടുന്ന് കട്ടായി വീണ്ടും നമ്മളെ കാണിക്കുന്ന അനുവിനെയാണ്. അനുവിന്റെ ഫ്രണ്ട് അവളെ വീഡിയോ കോൾ ചെയ്യുന്നുണ്ട്. എന്തായാലും നീ ഈ ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്തല്ലോ അനു എന്നൊക്കെ പറഞ്ഞിട്ട് അവളോട് വഴക്ക് പറയുന്നുണ്ട്. അപ്പോഴാണ് മിത്രനും അങ്ങോട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ കോള് അവർ കട്ട് ചെയ്യാണ്. ശേഷം അനു മിത്രനോട് ചോദിക്കുന്നുണ്ട്, നിന്നെ ഞാനിവിടെ കാണുന്നേ ഇല്ലല്ലോ, നീ എവിടാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ മിത്രന് പറയുന്നുണ്ട്, എനിക്ക് കുറെ ഗേൾ ഫ്രണ്ട്സിനെയൊക്കെ കിട്ടി ഈ ഒരു ഗ്രാമത്തിൽ എന്നൊക്കെ പറയുന്നുണ്ട്. അവരങ്ങനെ കുശലം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ജനൽ വഴി നോക്കുമ്പോൾ ഒരു കാഴ്ച ഒരു കാണണം. അതായത് തലവനെ 2 പേര് കൂടി കൊല്ലുന്നു. തിരിച്ച് തലവനെ ഷൂട്ട് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ 2 പേര് ഇയാളെ കുത്തിയിട്ട് ഓടുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. തലവനും ഇവർ പുറകിൽ ഓടുന്നതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട്. പെട്ടെന്ന് അനു അവിടുന്ന് ഇറങ്ങി ഓടുന്നുണ്ട്. മിത്രന് പുറകെ ഉണ്ട്. അങ്ങനെ അനു ചെന്ന് നോക്കുമ്പോൾ അനുവിന്റെ അച്ഛനില്ലേ, അച്ഛന്റെ
ദേഹത്തോട്ട് ഈ ഒരു തലവൻ മരിക്കാറായി ചോരയെ കുളിച്ച് കിടക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. 2 പോലീസുകാർ ഒരു കാടിന്റെ സൈഡിലൂടെയുള്ള വഴിയിലൂടെ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലൊരു പോലീസുകാരൻ വണ്ടി നിർത്താനായിട്ട് പറയുന്നുണ്ട്. അയാള് സൈഡിലായിട്ട് ഏതോ ഒരു ടെന്റ് കാണുന്നുണ്ട് ആ ഒരു കാട്ടില്. അപ്പോൾ 2 പേരും കൂടെ അവിടെ പോയി അന്വേഷിക്കുന്നുണ്ട്. അവിടെ ആയിട്ട് നേരത്തെ നമ്മളൊരു 2 ബംഗാളികളെ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. അവരിൽ ഒരാള് മയക്കുമരുന്ന് യൂസ് ചെയ്ത് ബോധം കെട്ട് അവിടെ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ മറ്റേ ആളും എന്തോ ചക്കയോ മാങ്ങയോ ഒക്കെ എടുത്തുകൊണ്ട് വരുന്നുണ്ട്. പിന്നെ അവിടുന്ന് തന്നെ രക്തം വരേണ്ട ഒരു ഷർട്ടും കിട്ടുന്നുണ്ട്. പെട്ടെന്ന് തന്നെ പോലീസുകാർ അവരെ അറസ്റ്റ് ചെയ്യാണ്. അവിടുന്ന് കട്ടായപ്പോൾ നമ്മളെ കാണിക്കുന്നത് തലവൻ മരിച്ച ആ ഒരു സ്ഥലമാണ്, അതായത് ഗസ്റ്റ് ഹൗസ്. അവിടെ അനുവിനെയും അനുവിൻ്റെ അച്ഛനെയും ഒക്കെ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അനുവിൻ്റെ അച്ഛൻ അനുവിനോട് പറയുന്നുണ്ട്, ഞാൻ ഇതുപോലെ വന്നപ്പോൾ 2 പേര് തലവൻ്റെ കഴുത്ത് അറുത്തിട്ട് ഓടുന്നതായിട്ടാണ് കണ്ടത്. അയാൾ പെട്ടെന്ന് എൻ്റെ ദേഹത്തോട്ട് മറിഞ്ഞു വീണ് അപ്പം തന്നെ മരിക്കുകയും ചെയ്തു എന്നൊക്കെ അനുവിനോട് പറയുന്നുണ്ട്. അപ്പോൾ അനു ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് ഞാൻ ഇവിടെ ഉണ്ടെന്ന് നിങ്ങൾ അറിഞ്ഞത്? നിൻ്റെ ഫോണിൽ ഞാനൊരു ട്രാക്കർ ഫിറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് അച്ഛൻ അനുവിനോട് പറയുന്നുണ്ട്. അപ്പോൾ അനു എന്ത് പണിയാണ് ഈ കാണിച്ചതെന്നുള്ള രീതിയിൽ അച്ഛനെ നോക്കുന്നുണ്ട്. എന്നിട്ട് പറയാണ്, എന്നെ സംരക്ഷിക്കാൻ എനിക്കറിയാം, നിങ്ങളുടെ പ്രൊട്ടക്ഷനൊന്നും ആവശ്യമില്ല എന്ന് അനു പറയുമ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, എനിക്കറിയാം, ഞാൻ നിൻ്റെ പുറകിൽ വന്നത് വേറൊരു ആവശ്യത്തിനാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേനും പോലീസുകാർ അവിടോട്ട് വരുന്നുണ്ട്. എന്നിട്ട് അച്ഛൻ്റെ ID ഒക്കെ ക്രോസ് ചെക്ക് ചെയ്തു. പിന്നീട് ഈ ഒരു മേർഡറിന്റെ ഐ വിറ്റ്നസ് എന്ന് പറയുന്നത് മിത്രനും അനുവും അനുവിന്റെ അച്ഛനുമാണ്. അപ്പോൾ അവിടെ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ എടുക്കുന്നുണ്ട്. അവിടുന്ന് തൊട്ടായി പിന്നെ നമ്മളെ കാണിക്കുന്നത് ഈ ഒരു തലവന്റെ അനിയൻ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കഴിഞ്ഞ എപ്പിസോഡ്സിലൊക്കെ. അയാളോട് വണ്ടിയിൽ വെച്ചിട്ട് തലവൻ മരിച്ചുപോയി എന്നുള്ള കാര്യം പറയാണ്. അങ്ങനെ ഈ ഒരു ന്യൂസ് കേട്ടപ്പോൾ പെട്ടെന്ന് ബ്രദർ ഭയങ്കരമായിട്ട് ഷോക്കായിട്ട് അവരോട് ദേഷ്യപ്പെടുന്നുണ്ട്. എന്താ ഇതൊക്കെ എന്നോട് നേരത്തെ പറയാഞ്ഞത്, പോലീസുകാർക്ക് ആരെയാണ് സംശയം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സഹായം മിണ്ടാതെ നിൽക്കുകയാണ്. അപ്പോൾ ബ്രദറിന് മനസ്സിലായി, ഓ പോലീസുകാർക്ക് എന്നെയാണ് സംശയം. അതേ ചേട്ടാ, കാരണം വെച്ചാൽ തലവനെ സ്വത്തിന്റെ പേരിൽ നിങ്ങൾ കൊന്നെന്നാണ് പോലീസുകാർ പറയുന്നത് എന്ന് ആ ഒരു സഹായം പറയുന്നുണ്ട്. അപ്പോൾ തലവന്റെ ബ്രദർ മുകുന്ദൻ എന്നാണ് അയാളുടെ പേര്. മുകുന്ദനും പറയുന്നുണ്ട്, അന്ന് നമുക്ക് ഡയറക്റ്റ് പോലീസ് സ്റ്റേഷനിലോട്ട് തന്നെ പോകാം, വീട്ടിലോട്ട് പോകുന്നതിന് മുന്നേ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവർ പോലീസ് സ്റ്റേഷനിലോട്ട് പോവാണ്. അവിടുന്ന് കട്ടായി പിന്നെ പോലീസ് സ്റ്റേഷനാണ് കാണിക്കുന്നത്. അനുവിന്റെയും അച്ഛന്റെയും മിത്രന്റെയും കയ്യിൽ നിന്നൊക്കെ സൈനൊക്കെ അവർ വാങ്ങിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഈ ഒരു കേസ് തീരുന്നിടം വരെ നിങ്ങൾ ഈ ഒരു സ്ഥലം വിട്ട് പോകരുതെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരു സൈനൊക്കെ ചെയ്തിട്ട് ഇറങ്ങി വരുമ്പോൾ ആ ഒരു കാട്ടിയത് പിടിച്ച 2 പിള്ളേരല്ലേ, അവരെയും കൊണ്ട് പോലീസുകാർ അങ്ങോട്ട് വരുന്നുണ്ട്. ഇവരാണോ ആ ഒരു തലവനെ കൊന്നത് ഞങ്ങൾക്ക് സംശയമുണ്ട്, എന്തായാലും കാട്ടിൽ നിന്നാണ് ഞങ്ങൾക്ക് ഇവിടെ കിട്ടിയത് എന്ന് പറയുന്നുണ്ട്. പിന്നീട് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നമ്മളെ കാണിക്കുന്നത് അവിടേക്ക് മുകുന്ദനും വരുന്നുണ്ട്, അതായത് ആ ഒരു തലവന്റെ അനിയൻ. അവര് ഡയറക്റ്റ് SI കയറി കാണുന്നുണ്ട്. അപ്പോൾ SI പറയുന്നുണ്ട്, ഇവരാണ് അയാളെ കൊന്നത്, പക്ഷേ കാശ് മേടിച്ചിട്ടാണ് കൊന്നതെന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങളെ സംശയമുണ്ട് എന്നുള്ള രീതിയിൽ ആ ഒരു SI മുകുന്ദനോട് സംസാരിക്കുകയാണ്. അപ്പോൾ മുകുന്ദൻ പറയുന്നുണ്ട്, എനിക്ക് എന്തായാലും സ്വത്തിന്റെ പേരിൽ എൻ്റെ ജ്യേഷ്ഠനെ കൊല്ലേണ്ട ആവശ്യമില്ല, കാരണം വെച്ചാൽ ലോകത്തെ തന്നെ ഏറ്റവും വലിയ മീറ്റ് കമ്പനി ഞങ്ങളുടെയാണ്, ഓസ്ട്രേലിയയിലാണ് അതുള്ളത്. ഇവിടെ ഉള്ളതിനേക്കാൾ ഇരട്ടി സ്വത്ത് എനിക്ക് ഓൾറെഡി ഉണ്ട്, പിന്നെ എന്തിനാണ് ഞാൻ എൻ്റെ ജ്യേഷ്ഠനെ ഈ തുച്ഛമായ സ്വത്തിന്റെ പേരിൽ കൊല്ലുന്നത് എന്ന് മുകുന്ദൻ പറയുന്നുണ്ട്. അപ്പോൾ SI പറയുന്നുണ്ട്, എന്തായാലും അന്വേഷണം നടക്കുകയല്ലേ, നിങ്ങൾ എന്തായാലും കേസ് കഴിയാതെ ഇവിടുന്ന് പോകരുതെന്ന് അവരോടും പറയാണ്. അങ്ങനെ മുകുന്ദനും ഗേൾഫ്രണ്ടും കൊണ്ടാണ് പോലീസ് സ്റ്റേഷനിൽ വന്നിരുന്നത്. അപ്പോൾ അവർ 2 കൂടി തിരിച്ചു പോകാനായിട്ട് തുടങ്ങുകയാണ്. എന്നിട്ട് ആ ഒരു അക്യൂസ്ഡുകളെ കണ്ടിട്ട് SIയോട് പറയാണ്, എന്തായാലും നിങ്ങൾ കണ്ടുപിടിക്കുന്ന സമയത്ത് ഇവരാണോ കൊന്നതെങ്കിൽ എന്നോട് ആദ്യം പറയണം ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞിട്ട് മുകുന്ദ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്. ശേഷം നമ്മളെ കാണിക്കുന്നത് അനുവിനെയും അച്ഛനെയും മിത്രനെയാണ്. അവര് ഓട്ടോയിൽ വന്ന് ആ ഒരു അയ്യങ്കാരപുരത്തോട്ട് തിരിയുന്ന കാറിന്റെ ഫ്രണ്ടിലായിട്ട് ഇറങ്ങുകയാണ്. ശേഷം അവർ നടന്നു പോവാണ്. അതുവഴി തന്നെ മുകുന്ദും ആളുടെ ഗേൾഫ്രണ്ടും പോകുന്നുണ്ട്. അപ്പോൾ അനുവിനെ കണ്ടിട്ട് ആ ഒരു ഗേൾഫ്രണ്ട് ഭയങ്കര എല്ലാത്ത രീതിയിലൊക്കെ നോക്കുന്നുണ്ട്. കാരണം വെച്ചാൽ ആള് ലെസ്ബിയൻ ആണ് കേട്ടോ, അതുകൊണ്ടാണ് ഇങ്ങനെ നോക്കിയത്. അത് കഴിഞ്ഞിട്ട് അനു അച്ഛനോട് ചോദിക്കുന്നുണ്ട്, അച്ഛൻ എനിക്കിതൊന്നും മനസ്സിലാവുന്നേ ഇല്ല, ഈ ഒരു മർഡർ ഇതിന്റെ ബാക്കി കാര്യങ്ങൾ ഒന്നും എനിക്കൊരു അന്തവും കിട്ടുന്നില്ല, എന്തായാലും ഈ ഒരു നശിച്ച ഗ്രാമത്തിൽ നിന്ന് എനിക്ക് എത്രയും പെട്ടെന്ന് പോകണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അച്ഛൻ തിരുത്താണ്, ഇത് നശിച്ച ഗ്രാമമൊന്നുമല്ല അനു, ഇതും വാരണാസി പോലെയുള്ള ഒരു പുണ്യമായിട്ടുള്ള സ്ഥലമാണെന്ന് പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് ആ ഒരു ചേമ്പർ തുറക്കുന്നതിന് വരെ നമ്മളിവിടെ നിന്നേ പറ്റുള്ളൂ എന്ന് അച്ഛൻ അനുവിനോട് പറയാണ്. ആ ഒരു ചേമ്പറിനെ പറ്റി അച്ഛൻ എങ്ങനെ അറിയാം? അച്ഛൻ ഇവിടെ വന്നപ്പോൾ തൊട്ട് ഞാൻ കൂടെ തന്നെ ഉണ്ട്, നമ്മൾ തമ്മിൽ അങ്ങനെ ഒരു കാര്യം സംസാരിച്ചിട്ടുമില്ല, പിന്നെ എങ്ങനെയാണ് അച്ഛൻ ഇതൊക്കെ അറിയാവുന്നതെന്ന് ചോദിക്കും. അപ്പോൾ അച്ഛൻ്റെ ഒരു ഫ്ലാഷ് ബാക്ക് ഓർക്കാണ്. അച്ഛൻ ഉണൂലിടുന്ന സമയത്ത് ഇതേപോലെ തന്നെ ആ ഒരു 4 വേദങ്ങളിൽ അവർ ദൂരത്ത് മാറുന്ന അച്ഛനെ ഇങ്ങനെ ഒരു കളിപ്പാട്ടങ്ങളൊക്കെ കാണിച്ച് കളിപ്പിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. മാത്രമല്ല ഒരു ALS അച്ഛൻ കഴുത്തലിട്ട് കൊടുക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ കഥകളൊന്നും അനുവിനോട് അച്ഛൻ പറഞ്ഞിട്ടില്ലായിരുന്നു. ഞാനിതൊക്കെ പതിയെ നിന്നോട് പറയാമെന്നാണ് വിചാരിച്ചിരുന്നത്, പക്ഷേ വിധി അതിന് മുന്നേ തന്നെ നിന്നെ ഇവിടെ എത്തിച്ചു എന്ന് പറയുന്നുണ്ട്. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മിത്രൻ ഇവരുടെ പുറകിൽ നടന്നു വരുന്നുണ്ടായിരുന്നു. മിത്രൻ പെട്ടെന്ന് ഐ ലവ് രാധിക എന്ന് പറഞ്ഞ് വിളിച്ചു പോയിക്കൊണ്ട് ഓടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഡിസ്ട്രാക്ഷൻ വന്നതുകൊണ്ട് തന്നെ ഇവരുടെ കോൺവെർസേഷൻ അവിടെ നിന്ന് കട്ടാവാണ്. 3 പേരും കൂടെ ഫ്രണ്ട്
ഫ്രണ്ടിലോട്ട് നടന്ന് പോവുകയാണ്. അവിടുന്ന് കട്ടായി പിന്നെ നമ്മളെ കാണിക്കുന്നത് രാധികേനെയും, അതായത് ഒറിജിനൽ രാധികേനെയും അച്ഛനെയാണ്. അപ്പോൾ അവർ ആ ഒരു ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ക്ഷേത്രം അടച്ചിട്ടിട്ടുണ്ടായിരുന്നു. കാരണം വെച്ചാൽ ആ ഒരു തലവൻ മരിച്ചതുകൊണ്ട്. അപ്പോൾ അവർക്ക് എന്താണ് അടച്ചിട്ടേക്കുന്നതെന്ന് മനസ്സിലാവാത്തതുകൊണ്ട് തന്നെ അടുത്തൊരു കടയിലോട്ട് അച്ഛൻ അത് അന്വേഷിക്കാനായിട്ട് പോകുന്നുണ്ട്. ഈ സമയത്താണ് മിത്രൻ അങ്ങോട്ട് ഓടി വരുന്നത്. രാധികനെ കണ്ടിട്ട് ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുന്നുണ്ട്. അവളോട് സംസാരിക്കാതെ ഇങ്ങനെ നിൽക്കുകയാണ് നോക്കി. ആ സമയത്ത് അനു അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ അനു രാധികനെ കണ്ടിട്ട് സ്റ്റക്കാവുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ ആ അവതാര രാധികയുടെ കൂട്ടുകാരനെ ഉണ്ടല്ലോ, ഇതെങ്ങനെ സാധിച്ചെടുത്തു എന്ന് മിത്രനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ മിത്രൻ പറയുന്നുണ്ട്, രാധിക ഉണ്ടെങ്കിൽ എന്ത് വേണമെങ്കിലും നടക്കുമെന്ന്. എന്നിട്ട് അനുവിനോട് പറയുന്നുണ്ട്, എന്തായാലും നീ പൊക്കോ, ഞാൻ ഇവളോട് സംസാരിക്കട്ടെ എന്ന്. അങ്ങനെ മിത്രൻ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് രാധികയുടെ അച്ഛനും അങ്ങോട്ട് വരുന്നുണ്ട്. മിത്രനും സംസാരിക്കാൻ പറ്റുന്നില്ല, അവിടുന്ന് മാറിപ്പോകുന്നുണ്ട്. ശേഷം രാധികയെ കൂട്ടിക്കൊണ്ട് അച്ഛൻ പോകുന്നുണ്ട്. പക്ഷെ രാധിക മിത്രനെ ഒന്ന് തിരിഞ്ഞൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ കാണിക്കുന്നത് മിത്രനെ രാധികയോട് പറയാണ്, നീയല്ലേ പറഞ്ഞ അവളോട് സംസാരിക്കുന്നത്, പിന്നെന്താ, പിന്നെ അച്ഛന് കൂടെ ഉണ്ടായിരുന്നല്ലോ, അതെന്താ പറയാന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ രാധിക പറയുന്നുണ്ട്, നീ എന്താ അവളെ മാറ്റി നിർത്തി സംസാരിച്ചുകൂടായിരുന്നോ? ഓ, അതൊക്കെ വലിയ പ്രശ്നമാവുമെന്ന് പറയുന്നുണ്ട്. അവിടുത്തെ തൊട്ടേ പിന്നെ നമ്മളെ കാണിക്കുന്നത് ബാംഗ്ലൂരാണ്. ബാംഗ്ലൂർ പതിയില്ലേ, പതി അവൻ്റെ എക്സ് വൈഫും ഫ്രണ്ടിൻ്റെയും അടുത്തോട്ട് വരികയാണ്. അവൻ്റെ എക്സ് വൈഫിൻ്റെ കല്യാണം കഴിച്ചത് അവൻ്റെ ഫ്രണ്ട് തന്നെയാണ്. അല്ലെങ്കിൽ അവരുടെ കല്യാണം കഴിഞ്ഞിട്ടാണ് അവർ തമ്മിൽ ഫ്രണ്ട്സ് ആയത്. അവർക്ക് ഒരു ഓട്ടിസം ബാധിച്ച ഒരു കുട്ടിയുണ്ട്. അങ്ങനെ പതി എക്സ് വൈഫിന്റെ വീട്ടിലോട്ട് ചെല്ലുകയാണ്. എന്നിട്ട് അവളെ ഹസ്ബൻഡിനോട് ആ ഒരു ഓലച്ചുവടിയെ പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്യാണ്. അപ്പോൾ തന്നെ വൈഫ് അങ്ങോട്ട് വരുന്നുണ്ട്, ഞങ്ങൾ ഇതുപോലെ ബോംബെ വരെ പോകുന്നുണ്ട്, കഴിഞ്ഞ മാസം നീ കുഞ്ഞിനെ നോക്കാൻ വന്നില്ല, ഓൾറെഡി എല്ലാ മാസവും 5 ദിവസം നീ നോക്കണമെന്നല്ലേ കരാറ്, എന്നെ മാത്രമാണ് നീ ഡിവോഴ്സ് ചെയ്തത്, അല്ലാതെ കുഞ്ഞിനെ അല്ല. അതുകൊണ്ട് ഈ മാസം ആ ഒരു 5 ദിവസം കൂടെ കൂട്ടിയിട്ട് ടോട്ടൽ 10 ദിവസം നീ കുഞ്ഞിനെ നോക്കണം എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് വൈഫ് അവിടുന്ന് പോവാണ്. എന്താണ് ഇത്, 10 ദിവസം ഒന്നും എനിക്ക് നിൽക്കാൻ പറ്റില്ല, എനിക്കൊരു യാത്ര പോകാനുണ്ട്, അങ്ങനെയാണെങ്കിൽ നീ കുഞ്ഞിനെ കൂടെ കൊണ്ടുപോകും, മാത്രമല്ല എൻ്റെ കാറും എടുത്തോ എന്ന് ഫ്രണ്ട് പറയാം. അങ്ങനെ പതിയും ഫ്രണ്ടും എല്ലാം സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ നമ്മളെ കാണിക്കുന്നുണ്ട്, ഒരു വയസ്സായ ആളുണ്ടായിരുന്നല്ലോ, അയാൾ ഒരു ഹിന്ദിക്കാരനോട് ഈ പതിയെ ഫോളോ ചെയ്യണമെന്ന് പറഞ്ഞില്ലേ, അയാൾ പതിയുടെ വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് നിൽക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു ഗുരുജി എന്നാണ് അവർ വിളിക്കുന്നത്, ആ ഒരു വയസ്സായ മനുഷ്യനെ അയാളെ വിളിക്കുന്നുണ്ട്. അയാൾ പറയുന്നുണ്ട്, നീ എന്ത് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് അറിയണ്ട, ആ ഒരാളെയും ആ ഒരു ഓലച്ചുവടിയും ഇവിടെ എത്തിക്കണം എന്ന് പറയുന്നുണ്ട്. പിന്നെ നമ്മളെ കാണിക്കുന്നത് ആ ഒരു ഗ്രാമത്തലവന്റെ അന്ത്യകർമ്മങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അനിയനാണ് ഇതൊക്കെ ചെയ്യുന്നത്. ശേഷം വീണ്ടും അനുവിനെയും അച്ഛനെയാണ് കാണിക്കുന്നത്. അനു അവിടുന്ന് പോരാനായിട്ട് തയ്യാറാവുകയാണ്. പക്ഷെ അച്ഛൻ പറയുന്നുണ്ട്, നീ ഇവിടുന്ന് പോവരുത്, ആ ഒരു ചേംബർ തുറക്കുന്നതിന് വരെ നീ പോവരുത്. അപ്പൊ അനുവും പറയുന്നുണ്ട്, അതെന്താ കാര്യം എന്താന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അച്ഛൻ പറയുന്നുണ്ട്, ഇതൊക്കെ ഒരു വിധിയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അനു ഇതൊക്കെ കേട്ട് പുച്ഛിച്ച് തള്ളുന്നുണ്ട്. അങ്ങനെ അനു അച്ഛനും കൂടി തർക്കിക്കുകയാണ്. ശേഷം അവിടുന്ന് കട്ടായി പിന്നെ നമ്മളെ കാണിക്കുന്നത് പതിയെയാണ്. പതിയും ആ ഒരു പതിയുടെ മകൻ വികാസ് എന്നാണ് അവന്റെ പേര്. അവനൊരു ഓട്ടിസം ബാധിച്ചിട്ടുള്ള ബേബിയാണ്. പക്ഷെ ആള് ഭയങ്കര ബ്രില്യന്റ് ആണ്. അപ്പോൾ ആ ഒരു ഓലച്ചുവടി കണ്ടിട്ട് അവൻ എസ്സിനെ കാന്ന് വായിക്കുന്നുണ്ട്, കായ എന്ന അക്ഷരമായിട്ട് വായിക്കുന്നുണ്ട്. അപ്പോൾ പതി ചോദിക്കുന്നുണ്ട്, അതെന്താ നീ കായ എന്ന് പറഞ്ഞത്? അത് ഞാൻ മാത്സ് ക്ലാസ്സിൽ പ്ലസ് എന്ന് എഴുതുമ്പോൾ അത് കായ എന്നാണ് ടീച്ചർ വായിക്കുന്നത്. അപ്പോൾ ടീച്ചർ പറയും, സ്പീഡിൽ എഴുതുന്നതുകൊണ്ടാണ് കായായിട്ട് മാറുന്നത്, അതുകൊണ്ട് സ്ലോ ആയിട്ട് എഴുതുമെന്ന് പറയും. പക്ഷെ ഞാൻ എപ്പോഴും സ്പീഡിലായിരിക്കും എഴുതുക, അതുകൊണ്ട് പ്ലസ് എപ്പോഴും കായായിട്ട് മാറും എന്ന് അച്ഛനോട് വികാസം പറയാണ്. പതി പറയണമെന്നാ നീ എനിക്കൊന്ന് പ്ലസ് എഴുതി കാണിക്കുമോനെ എന്ന് പറഞ്ഞിട്ട് ഒരു പേപ്പർ കൊടുക്കുന്നുണ്ട്. കുഞ്ഞും പ്ലസ് എഴുതി തുടങ്ങുമ്പോൾ ആദ്യം പ്ലസ് ആയിട്ട് വരുന്നുണ്ട്, പിന്നെ എഴുതുന്ന സ്പീഡ് കൂടുന്നതനുസരിച്ച് അത് കായായിട്ട് മാറുകയാണ്. അങ്ങനെ പതി അത് നോക്കിയിരിക്കുകയാണ്. അവിടുന്ന് കട്ടെ പിന്നെ നമ്മളെ കാണിക്കുന്നത് രാധികയും അച്ഛനെയാണ്. അവരങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാധിക ചോദിക്കുന്നുണ്ട്, അച്ഛൻ എന്താ ഇങ്ങനെ മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്നത്, ഞാൻ ഈ ഒരു പരിഹാരമൊക്കെ ചെയ്യുന്നത് എൻ്റെ ഒരു മന്ദബുദ്ധിത്തരമായിട്ടാണോ അച്ഛൻ കാണുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അച്ഛനും പറയുന്നുണ്ട്, ഓ ഇല്ല മോളെ, കാരണം നിന്റെ ജാതകത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ ആദ്യം എനിക്കും നിന്റെ അമ്മയ്ക്കും ഒക്കെ ഭയങ്കര സങ്കടമായിരുന്നു. ഇപ്പം ഇതിനൊരു പരിഹാരം ഉണ്ടെന്ന് അറിയുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളത് ചെയ്യില്ലേ, പക്ഷേ ഞാൻ അതുകൊണ്ടൊന്നുമല്ല ഇങ്ങനെ ഇരിക്കുന്നത്, ഞാൻ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ആലോചിക്കുമായിരുന്നു എന്ന് പറയുന്നുണ്ട്. അച്ഛൻ എന്താ ഇത്ര ആലോചിക്കുന്നത്? അത് ഈ ഒരു ക്ഷേത്രമില്ല, ആ ക്ഷേത്രത്തിൽ പല രഹസ്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ മുതുമുത്തച്ഛന്മാരാരോ ആണ് ആ ഒരു ക്ഷേത്രത്തിലെ ശില്പങ്ങളൊക്കെ ചെയ്തത്. ഞാൻ എന്തായാലും നാളെ നാട്ടിൽ വരെ പോയിട്ട് വരാം എന്ന് പറയുന്നുണ്ട്. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മിത്രൻ അങ്ങോട്ട് വരുന്നത്. അപ്പോൾ മിത്രൻ ഈ ഒരു കാര്യം കേൾക്കുന്നുണ്ട്. അപ്പോൾ രാധികം പറയുന്നുണ്ട്, ഓക്കെ നാളെ നിനക്കൊരു ചാൻസ് ആണ്, അത് മിസ്സാക്കല്ലേ എന്ന് പറയുന്നുണ്ട്. അവിടുന്ന് കട്ടായി പിന്നെ നമ്മളെ കാണിക്കുന്നത് പതിനെയും മകനെയാണ്. അപ്പോൾ മകൻ കിടന്നുറങ്ങുന്നുണ്ട്. റൂമിൽ പതിയില്ല. അപ്പോൾ ആ ഒരു ഹിന്ദിക്കാരൻ അങ്ങോട്ട് വരുന്നുണ്ട്. ശേഷം റൂമിനകത്ത് കയറി ഈ ഒരു ഓലച്ചുവടി അവിടെയൊക്കെ തപ്പി നോക്കുന്നുണ്ട്. കുഞ്ഞുറങ്ങി കിടക്കാണ്, കുഞ്ഞ് ഇതൊന്നും കാണുന്നില്ല. പെട്ടെന്ന് പതി ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു ഹിന്ദിക്കാരനും ഈ പതിയും കൂടി അടിപിടി നടക്കുന്നുണ്ട്. ലാസ്റ്റില് ഹിന്ദിക്കാരനെ പതി അടിച്ച് നിലത്തിട്ട് അവന്റെ മുഖംമൂടിയൊക്കെ മാറ്റാനായിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ വേറെ നിവൃത്തിയില്ലാതെ ഹിന്ദിക്കാരൻ ഒരു കത്തി എടുത്ത് വീശുന്നുണ്ട്.
പക്ഷെ പതി ആ ഒരു കത്തിയും പിടിച്ച് മേടിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഹിന്ദിക്കാരൻ അവിടുന്ന് ഇറങ്ങി ഓടുന്നുണ്ട്. അവിടുന്ന് കണ്ടാൽ പിന്നെ നമ്മളെ കാണിക്കുന്ന ഒരാൾ ഒരു ഗോഡൌണിലെടുത്ത് എന്തോ ഒരു വൃത്തിയായിട്ട വീഡിയോ ഒക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഏതോ ഒരു സീക്രട്ട് ആയിട്ടുള്ള സോഴ്സിൽ നിന്നാണ് കിട്ടുകയെന്നൊക്കെ ആരോടോ വിളിച്ച് പറയുന്നുണ്ട്, പെട്ടെന്ന് വന്നാൽ തരാം എന്നൊക്കെ. അപ്പം തന്നെ ആ ഒരു ഗോഡൌണിന്റെ വാതിലാരം മുട്ടുന്നുണ്ട്. ചെന്ന് തുറക്കുമ്പോൾ ആ ഒരു ലോയറിന്റെ അസിസ്റ്റന്റ് ആയിരുന്നു. ആ ഒരു മീറ്റ് പ്രിന്ററിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞിട്ട് ആ ഒരു അസിസ്റ്റന്റും അയാളോട് ചോദിക്കുകയാണ്, ഇങ്ങനെ ഒരു കാര്യം കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അയാൾ പറയുന്നുണ്ട് അയ്യങ്കാരപുരത്തോട്ടാണ് അത് പോയത് എന്നൊക്കെ പറയുന്നുണ്ട്. സാറ് പോലീസിലാണോ? എന്നെ പിടിച്ചോണ്ട് പോലെ, ഞാൻ ഓൾറെഡി ഒരു വട്ടം പോയതാണ് ജയിലിൽ, എനിക്കിനി പോകാൻ പറ്റില്ല, എനിക്ക് നാണക്കേടാവും, എൻ്റെ ജീവിതം ഇനി ഇല്ലാണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ഇയാൾ കരയാനൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അസിസ്റ്റന്റ് ആ ഒരു ചാൻസ് മുതലെടുത്തിട്ട് പറയുന്നുണ്ട്, ആരാണ് ഇത് കൊണ്ടുപോയെന്നുള്ള അഡ്രസ്സൊക്കെ കൊണ്ടുതാ എന്നൊക്കെ പറയുന്നുണ്ട്. അത് അയ്യങ്കാരപുരത്തോട്ടാണ് കൊണ്ടുപോയത്, ഒരു നോർത്ത് ഇന്ത്യനെ പോലെയുള്ള ഒരാളാണ് കൊണ്ടുപോയത് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് അയാളുടെ അഡ്രസ്സ് ഞാനിപ്പോൾ തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കയറിയിട്ട് പെട്ടെന്ന് വാതിലങ്ങ് അടച്ചു കളയാണ്. എന്തോ പന്തികേട് തോന്നിയ ആ ഒരു അസിസ്റ്റന്റും ജനൽ വഴിയൊക്കെ ആ ഒരു ഗോഡൌണിലോട്ട് കയറുന്നുണ്ട്. അങ്ങനെ ചെക്ക് ചെയ്ത് പോകുമ്പോൾ കുറെ പെൻ ഡ്രൈവ്സ് ഒക്കെ കിട്ടുന്നുണ്ട്. ആ സമയത്ത് എന്തോ ഒരു അനക്കം കേട്ട് തിരിച്ചു നോക്കുമ്പോൾ ട്രെയിനിന്റെ ഒക്കെ ഹുക്ക് പോലത്തെ ഒരു ഹുക്ക് ഉണ്ടായിരുന്നു. അതിൽ ചങ്ങല ഉണ്ടായിരുന്നു. ആ ചങ്ങലയിൽ ഇയാൾ തൂങ്ങി മരിക്കുകയാണ്. ഇത് പോലീസാണ് തന്നെ അറസ്റ്റ് ചെയ്യുന്നുള്ള പേടി കൊണ്ടാണോ എന്തോ ഒരു കാരണം കൊണ്ട് അയാൾ അവിടെ തന്നെ തൂങ്ങി മരിക്കുകയാണ്. ഇത് കണ്ട് ആ ഒരു അസിസ്റ്റന്റും വല്ലാണ്ട് പാനിക്കാവുന്നുണ്ട്, അവിടുന്ന് ഇറങ്ങി ഓടുന്നുണ്ട്. അവിടുന്ന് കേട്ടേ പിന്നെ നമ്മളെ കാണിക്കുന്നത് കുറച്ച് ക്ലിപ്പിംഗ്സ് ആണ്. അതായത് നമ്മുടെ അന്നപൂർണി കോലങ്ങളൊക്കെ വരയ്ക്കുന്നതായിട്ട്. അപ്പോൾ രാധികയോട് പറയുന്നുണ്ട്, ഇങ്ങനെയുള്ള ഡിസൈൻസും കോലങ്ങളും ഒക്കെ എനിക്ക് ഒരു വട്ടം കണ്ടാൽ മതി, എൻ്റെ മനസ്സിൽ തന്നെ അത് പതിയും എന്നൊക്കെ അന്നപൂർണി രാധികയോട് പറയുന്നുണ്ട്. ആ ഒരു ഹിന്ദിക്കാരനും ആ ഒരു ഗുരുജീനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, അയാളുടെ മകനെയും കൊണ്ട് എങ്ങോട്ടോ പോയി എന്ന്. അതായത് നമ്മളുടെ പതി മകനെയും കൊണ്ട് എങ്ങോട്ടോ പോയെന്നാണ് അയാൾ പറയുന്നത്. അപ്പോൾ ഗുരുജിയും പറയുന്നുണ്ട്, അവൻ എങ്ങോട്ടാ പോയെന്ന് എനിക്കറിയാം, അയ്യങ്കാരപുരം, നീയും അങ്ങോട്ട് പൊക്കോ, ഞാനും പുറകിന് വന്നേക്കാം എന്ന് പറയുന്നുണ്ട്. മാത്രമല്ല നമ്മളുടെ രാധികയുടെ അച്ഛൻ ആ ഒരു ചെറിയ തിരുമേനിയും കൊണ്ട് അവിടെയുള്ള ഇടിഞ്ഞു പൊളിഞ്ഞ കുറച്ച് സ്റ്റാച്യൂസ് ഒക്കെ നോക്കുന്നു. അത് ഫ്രാൻസ് ആണ്. അവിടെ ഒരാൾ അയാളുടെ ഹോട്ടൽ റൂമിൽ നിന്നുകൊണ്ട് ആരോട് ഫോണിൽ സംസാരിക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ റൂമിലേക്ക് ഒരു സർവീസ് സ്റ്റാഫ് വരുന്നുണ്ട്. ഒരു പെണ്ണാണ് വരുന്നത്. അയാൾ ചെന്ന് വാതിൽ തുറക്കുന്നുണ്ട്. അപ്പോൾ അയാളുടെ നെഞ്ചത്ത് തന്നെ ചവിട്ടി ആ ഒരു പെണ്ണ് കയ്യിലിരുന്നൊരു വയറ് വെച്ചിട്ട് അയാളെ കൊന്നു കളയാണ്. എന്നിട്ട് അവൾ കൂളായിട്ട് ഇറങ്ങി പോകുന്നുണ്ട്. അടുത്ത സീനിൽ നമ്മളെ കാണിക്കുന്നത് ഇറ്റലിയാണ്. അവിടെ ഒരു ഹോട്ടലിലോട്ട് മുകുന്ദൻ, അതായത് ഒരു തലവന്റെ അനിയനില്ലേ, അയാൾ നടന്നു പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. വേറെ 2 ഫോറിനേഴ്സ് അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അവിടെ ചെന്നതിന് ശേഷം മുകുന്ദൻ ഒരു അക്കൗണ്ടിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. വലിയ എമൗണ്ടിന്റെ ട്രാൻസാക്ഷനൊക്കെയാണ് നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട്. എനിക്ക് തോന്നുന്നു എൻ്റെ ചേട്ടനെ കൊന്ന കൊലയാളികളുടെ അക്കൗണ്ടിലോട്ട് പൈസ വീണു എന്ന് ഓൾറെഡി ആ ഒരു പോലീസുകാർ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ പൈസ എവിടെ നിന്നാണ് വീണതെന്നുള്ള അന്വേഷണത്തിലായിരിക്കും മുകുന്ദൻ. ഇപ്പോൾ വന്നിരിക്കുന്നത് ഒരു ഡിറ്റക്റ്റീവ് ഏജൻസിയാണ്. അപ്പോൾ അവരും പറയുന്നുണ്ട്, ഈ ഒരു ഐഡിയ ഒന്നും നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല, എന്തായാലും മുകുന്ദൻ നാട്ടിൽ പോകുന്നതായിരിക്കും നല്ലതെന്ന് അവരും സജസ്റ്റ് ചെയ്യാണ്. എന്നിട്ട് അവരുടെ ഏജൻസിയിലെ ഒരു പെണ്ണിനെ ഇവരുടെ കൂടെ വിടുന്നുണ്ട്, മുകുന്ദന്റെ കൂടെ. ആ ഒരു പെണ്ണിനെയാണ് മുകുന്ദൻ ഗേൾഫ്രണ്ട് എന്നുള്ള രീതിയിൽ നാട്ടിലോട്ട് കൊണ്ടുവന്നത്. എന്നിട്ട് അവർ പറയുന്നുണ്ട്, ഈ അക്കൗണ്ടിനെ കുറിച്ച് കണ്ടുപിടിച്ച അനലിസ്റ്റിനെയാണ് അവര് കൊന്നതെന്ന്. അതായത് എപ്പിസോഡിന്റെ തുടക്കത്തിൽ കൊന്നത് ആ ഒരു അനലിസ്റ്റിനെയാണ്. എന്തായാലും മുകുന്ദൻ നാട്ടിലോട്ട് പോകണമെന്നും അവർ സജസ്റ്റ് ചെയ്യാണ്. അവിടുന്ന് കട്ടായി പിന്നെ നമ്മളെ കാണിക്കുന്നത് മുകുന്ദനും ഗേൾഫ്രണ്ടും കൂടി അന്ന് രാത്രി അവരുടെ വീട്ടിലിരിക്കുകയാണ്. അപ്പോൾ അവിടേക്ക് ജോലിക്കാരൻ വരുന്നുണ്ട്. അപ്പോൾ ജോലിക്കാരനോട് മുകുന്ദൻ ചോദിക്കുന്നുണ്ട്, ചേട്ടനെ കൊല്ലാനും മാത്രം വൈരാഗ്യം ആർക്കുണ്ടായിരുന്നു ഈ നാട്ടിൽ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അയാളും പറയുന്നുണ്ട്, അങ്ങനെ ആരും തന്നെ ഇല്ല മുതലാളി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ വേറെ ആരാ പുതുതായിട്ട് ഈ നാട്ടിലോട്ട് വന്നിട്ടുള്ളതെന്ന് മുകുന്ദൻ ചോദിക്കുകയാണ്. ആ ഒരു ജോലിക്കാരൻ പറയുന്നുണ്ട്, അനുവിൻ്റെ ഡീറ്റെയിൽസ് പറയുന്നുണ്ട്, മിത്രൻ്റെ, അനുവിൻ്റെ അച്ഛൻ്റെ, രാധികയുടെ അച്ഛൻ്റെ, അങ്ങനെ ആ ഒരു റൈറ്ററിൻ്റെ കാര്യങ്ങൾ വരെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നാളെ രാവിലെ തന്നെ ഇവരെയൊക്കെ ഒന്ന് നേരിൽ കാണണമെന്ന് മുകുന്ദൻ തീരുമാനിക്കുന്നുണ്ട്. അവിടെ നിന്ന് കേട്ടാൽ പിന്നെ നമ്മളെ കാണിക്കുന്നത് ദിവസമാണ് ഗസ്റ്റ് ഹൗസിലാണ് കാണിക്കുന്നത്. അവിടെ അനു ലഗേജൊക്കെ കൊണ്ട് അവിടുന്ന് നാടുവിടാനായിട്ട് റെഡിയായി പുറത്തോട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ മുറ്റത്ത് തന്നെ തലവൻ മരിച്ചുപോയ തലവൻ്റെ ബൈക്ക് ഇരിപ്പുണ്ടായിരുന്നു. ആ ബൈക്കും എടുത്തുകൊണ്ട് ഓടിച്ചു പോകാൻ തുടങ്ങുകയാണ്. ജോലിക്കാരൻ ഓടി വരുന്നുണ്ട്, വണ്ടി അവിടെ വെക്ക്, നീ എങ്ങോട്ടാ പോകുന്നതെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അനുവും പറയുന്നുണ്ട്, റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി കാണും, സോറി എനിക്കിത് അത്യാവശ്യം ആയതുകൊണ്ടാന്ന് പറഞ്ഞിട്ട് വണ്ടി ഓടിച്ച് പോവാണ്. പക്ഷെ അവൾ എത്ര പോയിട്ടും ആ ഒരു സ്ഥലം കടന്നു പോകാൻ പറ്റുന്നില്ല. ഒരു കാട് ചുറ്റി, ഒരു സിഗ്നൽ ചുറ്റി, ഇങ്ങനെ ലൂപ്പ് പോലെ ഒരേ സ്ഥലവും ഒരേ ആൾക്കാരെ റിപ്പീറ്റഡ് ആയി അവൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവൾക്ക് എന്തോ പെട്ടെന്ന് ഡൗട്ട് തോന്നിയിട്ട് അവൾ ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് ഒരു സ്വാമിജിയോട് ചോദിക്കുന്നുണ്ട്, റെയിൽവേ സ്റ്റേഷനോട്ട് പോകേണ്ട വഴി ഏതാന്ന്. അപ്പോൾ ആ ഒരു സ്വാമിജിയും പറയുന്നുണ്ട്, നീ എവിടെ പോകാൻ തീരുമാനിച്ചാലും അത് നടക്കില്ല, അയ്യങ്കാരപുരത്തോട്ട് മാത്രമേ നിനക്ക് പോകാൻ സാധിക്കുകയുള്ളൂ എന്ന്. അത് കേട്ട
അനുവിന് വല്ലാതെ ദേഷ്യം വരുന്നുണ്ട്. അവളും ആ ഒരു സ്വാമിജീനെ ചീത്ത പറഞ്ഞിട്ട് അവിടെ മാറി തളർന്നു കുത്തിയിരിക്കുന്നുണ്ട്. അവൾ സ്വപ്നം കാണുന്ന പോലെ അവൾ വേറെ ഒരു സ്ഥലത്ത് പഴയ ഒരു കാലഘട്ടത്തിലോട്ട് എത്തിപ്പെടുകയാണ്. അവിടെ കുറെ ആളുകളുടെ ഒച്ചയും വാൾപ്പയറ്റിന്റെ ഒക്കെ ഒച്ച കേൾക്കുന്നുണ്ട്. എന്നിട്ട് കുറെ പഴയ കാലത്തുള്ള ഭടന്മാരൊക്കെ ഓടി പോകുന്നുണ്ട്. അപ്പൊ അനു അവരോട് ചോദിക്കുന്നുണ്ട്, ഞാൻ എവിടാ, നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാമോ എന്നൊക്കെ ആ ഒരു ഭടന്മാരോട് ചോദിക്കുന്നുണ്ട്. പക്ഷെ അവരതൊന്നും കേൾക്കാതെ പെട്ടെന്ന് അവിടെ നിന്ന് ഓടി പോവാണ്. പിന്നെ അനു നോക്കുമ്പോൾ ദൂരത്തായിട്ട് അനുവിനെ പോലെ തന്നെ ഇരിക്കുന്ന ഒരാളെയും പതിനെ പോലെ ഇരിക്കുന്ന ഒരാളെയും കാണുന്നുണ്ട്. അവർ പരസ്പരം യുദ്ധം ചെയ്യുകയാണ്. അങ്ങനെ പതിനെ പോലെ ഇരിക്കുന്ന ആള് അനുവിന്റെ പള്ളയ്ക്ക് തന്നെ കത്തി കുത്തിക്കയറ്റി അനുവിനെ അവിടെ കൊന്നിടുകയാണ്. പക്ഷെ അനുവും വെറുതെ വിട്ടില്ല, പതിനെയും അവിടെ തന്നെ കഴുത്തറുത്ത് കൊല്ലുകയാണ്. ശേഷം അനുവിനെ പോലെ ഇരിക്കുന്ന ആളും ഒരു സ്റ്റെപ്പിൽ കിടന്ന് മരിക്കുന്ന പോലെ കാണിക്കുന്നുണ്ട്. പെട്ടെന്ന് ആരൊക്കെയോ കൂടി ആ ഒരു ഗുഹ പോലെ ഇരിക്കുന്ന സ്ഥലം അടച്ചു കളയുന്ന പോലെയും കാണിക്കുന്നുണ്ട്. അപ്പൊ അനു ബഹളം ഉണ്ടാക്കുന്നുണ്ട്, ഞാനിവിടെ ഉണ്ട്, അടയ്ക്കല്ലേ അടയ്ക്കലേ എന്ന് ബഹളം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ അവരത് അടച്ചു കളയാണ്. പെട്ടെന്നാണ് അനു സ്വബോധത്തിലോട്ട് വന്നത്. അനു ഇത്രയും നേരം കണ്ടത് ഒരു സ്വപ്നമായിരുന്നു. അങ്ങനെ അവൾക്ക് മനസ്സിലായി എന്തായാലും ഇവിടുന്ന് പോകാൻ പറ്റത്തില്ല എന്ന്. അതുകൊണ്ട് തന്നെ അവൾ തിരിച്ച് അയ്യങ്കാരപുരത്തോട്ട് തന്നെ പോവാണ്. പിന്നെ നമ്മളെ കാണിക്കുന്നത് കൊച്ചിനാണ്. കൊച്ചിനിലോട്ട് ആ ഒരു റൈറ്റർ പോകുന്നുണ്ട്. അയാളുടെ ആ ഒരു കമ്പ്യൂട്ടർ വിറ്റ ആളെന്ന് പറഞ്ഞിട്ട് ആ ഒരു തലവൻ പറഞ്ഞ അഡ്രസ്സിലോട്ട് ചെല്ലുന്നുണ്ട്. എന്നിട്ട് അയാളോട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അയാളും പറയുന്നുണ്ട്, പഴയ കമ്പ്യൂട്ടർ അല്ലേ, ഞാൻ ഓൾറെഡി ആക്രിക്കാർക്ക് കൊടുത്തു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ 5 കൊടുത്തു എന്ന് ചോദിക്കുന്നുണ്ട്. ആ 5 കൊടുത്തു എന്ന് ആ ഒരു കടക്കാരനും പറയുന്നുണ്ട്. എന്നിട്ട് കടക്കാരൻ പെട്ടെന്ന് ഓർത്തിട്ട് പറയുന്നുണ്ട്, അയ്യോ 5 ഞാൻ വാങ്ങിച്ചില്ലല്ലോ, ആകെ 4 ഞാൻ വാങ്ങിച്ചിട്ടായിരുന്നുള്ളൂ എന്ന് പറയുന്നുണ്ട്. അവിടുന്ന് കേട്ടാൽ പിന്നെ നമ്മളെ കാണിക്കുന്നത് പതിനെയും മകനെയാണ്. അവർ അയ്യങ്കാരപുരത്തോട്ടുള്ള യാത്രയിലാണ്. അപ്പോൾ യാത്രയുടെ ഇടയിൽ ആ ഒരു ഒളിച്ചുകൂടിയിലെ ലെറ്റേഴ്സ് എല്ലാം പതി മകനെ കൊണ്ട് എഴുതിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ലെറ്ററിൽ ഇത് എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് അച്ഛനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പതിയും അത് ഇങ്ങനെ എഴുത് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ കുഞ്ഞെഴുതുന്ന ഓരോ ലെറ്റേഴ്സും തമിഴിലുള്ള ലെറ്റേഴ്സ് ആയിട്ട് കൺവേർട്ടായി മാറുന്നുണ്ട്. എന്നിട്ട് അത് പതി അവന്റെ ബുക്കിൽ അത് നോട്ട് ചെയ്യുന്നുമുണ്ട്. അവിടുന്ന് കട്ടായി പിന്നെ നമ്മളെ കാണിക്കുന്നത് ലോയറിനെയും ആളുടെ അസിസ്റ്റന്റിനെയാണ്. അവരും അയ്യങ്കാരപുരത്തോട്ട് പോകാനായിട്ട് റെഡി ആവുകയാണ്. വീണ്ടും നമ്മളെ കട്ടായി കാണിക്കുന്നത് ആ ഒരു അമ്പലമാണ്. ആ ഒരു അമ്പലത്തിലേക്ക് രാധികയുടെ അച്ഛൻ രാധികനെ കൊണ്ടാക്കുന്നുണ്ട്. അയാൾക്ക് നാട്ടിൽ പോകണമെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ പൂർണ്ണീനെ ഏൽപ്പിച്ചിട്ടാണ് അച്ഛൻ നാട്ടിലോട്ട് പോകുന്നത്. അപ്പോൾ അച്ഛൻ പോയിന്ന് കാണുമ്പോൾ തന്നെ മിത്രൻ അവിടെ അടുത്തോട്ട് വരുന്നുണ്ട്. എന്നിട്ട് പഞ്ചാര അടിച്ചടുത്ത് ഓടുന്നുണ്ട്. പിന്നെ വീണ്ടും നമ്മളെ കാണിക്കുന്നത് ലോയറിനെയാണ്. ലോയർ ആ ഒരു നാട്ടിന്റെ തലവന്റെ വീട്ടിലോട്ടാണ് വന്നിരിക്കുന്നത്, അതായത് മുകുന്ദന്റെ വീട്ടിലോട്ട്. അപ്പോൾ മൂത്താള് മരിച്ചുപോയി, ഇളയ ആളെ കാണാമെന്ന് ജോലിക്കാരൻ പറയുന്നുണ്ട്. അപ്പൊ തന്നെ മിത്രനും വീട്ടിലോട്ട് ഇറങ്ങി വരുന്നുണ്ട്. പക്ഷെ മിത്രനും ഈ ഒരു ലോയറും തമ്മിൽ പഴയ ഫ്രണ്ട്സ് ആയിരുന്നു. അപ്പോൾ ഇവർ തമ്മിൽ പരിചയമൊക്കെ പുതുക്കുന്നുണ്ട്. എന്നിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. മീറ്റ് എക്സ്പോർട്ട് കമ്പനിയാണെന്ന് ആ ഒരു ലോയറിനോടും പറയുന്നുണ്ട്. ഇത് പക്ഷെ നമ്മളുടെ ഈ ഒരു അസിസ്റ്റന്റ് നോട്ട് ചെയ്യുന്നുണ്ട്. അവരെങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ശേഷം പെട്ടെന്ന് തന്നെ മുകുന്ദിന്റെ ഗേൾഫ്രണ്ട്, അതായത് ആ ഒരു പെണ്ണും ഇറങ്ങി വരുന്നുണ്ട്, ആ ഒരു ഫോറിനർ. അങ്ങനെ ഇവര് 3 പേരും കൂടി ഗസ്റ്റ് ഹൗസ് ഒക്കെ കാണാനായിട്ട് ഇറങ്ങാണ്. മാത്രമല്ല അനുവിനെയും മിത്രനെയും ഓൾറെഡി കാണുമെന്ന് മുകുന്ദൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അവരങ്ങനെ വെള്ളോട്ടിറങ്ങുമ്പോൾ പെട്ടെന്ന് ഒരു പോലീസ് വാൻ അങ്ങോട്ട് വരുന്നുണ്ട്. എന്നിട്ട് തലവനെ കൊന്നതിന്റെ കാരണത്താൽ നിങ്ങളെ അറസ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് മുകുന്ദനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാണ്. അപ്പോൾ ഓൾറെഡി അവിടെ ഒരു ലോയർ ഉണ്ടല്ലോ, അവർ ആ ബെയിലൊക്കെ നോക്കുന്നുണ്ട്. ശേഷം ആ ഒരു അറസ്റ്റ് വാറണ്ട് ആണെന്ന് തന്നെ മനസ്സിലാക്കി അയാളെ ഇറക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അസിസ്റ്റന്റിനോട് അതൊന്ന് ഫോളോ അപ്പ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അസിസ്റ്റന്റും പറയുന്നുണ്ട്, ഈ ഒരു പാഴ്സലിന്റെ കാര്യത്തിൽ എനിക്ക് അടുത്ത് വരെ പോകണം എന്ന് പറയുന്നുണ്ട്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു ജോലിക്കാരൻ ഓൾറെഡി അനുവും മിത്രനും എന്ന് പറഞ്ഞപ്പോൾ ആ മിത്രൻ എന്നുള്ള പേര് ആ ഒരു അസിസ്റ്റന്റ് കേട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു പാഴ്സലും മിത്രൻ എന്ന് പറഞ്ഞ ആൾക്കാണെന്ന് മറ്റേ ആ ഒരു മരിച്ച വ്യക്തി പറഞ്ഞായിരുന്നല്ലോ. അങ്ങനെ ആ ഒരു അസിസ്റ്റന്റും ആ വഴിക്ക് പോകുന്നുണ്ട്. പിന്നീട് നമ്മളെ കാണിക്കുന്നത് പതിനെയും മകനെയാണ്. അപ്പോൾ മകൻ അവിടെയുള്ള ഒരു ചുവർചിത്രമൊക്കെ, അതായത് ആ ഒരു സിമ്പലൊക്കെ ഡീകോഡ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇതൊക്കെ കാണിക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് പതിയും മകനും കൂടി ആ ഒരു അമ്പലത്തിലോട്ട് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ മിത്രൻ രാധയോട് സംസാരിക്കേണ്ടത് കൊണ്ട് തന്നെ മിത്രൻ പൂർണ്ണീനെ അവരുടെ അടുത്തോട്ട് പറഞ്ഞിട്ടാണ്. അങ്ങനെ പൂർണ്ണി അവിടുത്തെ ശിലകളും ചിത്രങ്ങളും ഒക്കെ പതിക്കും മകനുമായിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ പതിനെയും അവന്റെ മകനെയും ചുറ്റി നടന്ന് പൂർണ്ണിയെല്ലാം കാണിച്ചു കൊടുക്കുന്നുണ്ട്. ശേഷം അവൾ രാധികയുടെ അടുത്തോട്ട് ചെല്ലുമ്പോൾ അവിടെ രാധികയുമില്ല, മിത്രനുമില്ല. പിന്നെ നമ്മളെ കാണിക്കുന്നുണ്ട് മിത്രൻ രാധികനെ ഇങ്ങനെ ഓടിച്ചിടുന്നല്ല പുറമേ ചെല്ലുന്നുണ്ട്. അപ്പോൾ രാധികയും പേടിച്ച് ഓടി റൂമിനകത്ത് കയറുന്നുണ്ട്. പക്ഷെ മിത്രൻ ഇടിച്ചു കയറി അകത്ത് കയറുന്നുണ്ട്. പക്ഷെ രാധിക ഒത്തിരി പാനിക്കായിട്ട് കിടന്ന് വിളിച്ചുകയും കരയുകയൊക്കെ ചെയ്യുന്നുണ്ട്. മിത്രനും ദേഷ്യം വന്നിട്ട് അവളെ ഏതാണ്ടൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് ഇറങ്ങി പോകുന്നുണ്ട്. അങ്ങനെ ഇറങ്ങി പോകുന്ന മിത്രന്റെ അടുത്തോട്ട് ആ ഒരു ലോയറിന്റെ അസിസ്റ്റന്റ് വരുന്നുണ്ട്. ആ ഒരു പാക്കേജും അവന് കൈമാറുന്നുണ്ട്. എന്നിട്ട് ഇത് എന്താന്നൊക്കെ മിത്രൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, ഞാൻ ജസ്റ്റ് കൊറിയർ ആണെന്ന് പറഞ്ഞിട്ട് അയാൾ അവിടുന്ന് മാറി പോവാണ്. ശേഷം മിത്രൻ തുറന്നു നോക്കുമ്പോൾ അതിനകത്ത് കമ്പ്യൂട്ടറിന്റെ ഒരു പാട്ട് മാത്രമാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ മിത്രൻ രാധികയോട് ദേഷ്യപ്പെടുന്നുണ്ട്, നീ പറഞ്ഞ പോലൊന്നും അല്ല അവള് ഭയങ്കര മാഡാണ്,
എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അവളെ, എനിക്ക് പക്ഷേ ഈ ഒരു ഫ്രസ്ട്രേഷൻ തീർക്കാൻ ഇപ്പം തന്നെ എനിക്കൊരു പെണ്ണിനെ വേണം എന്നൊക്കെ പറയുന്നുണ്ട്. രാധികയും ഒരു മാപ്പ് കൊടുത്തിട്ട് പറയുന്നുണ്ട്, അതേപോലൊരു പെണ്ണെ എനിക്ക് കിട്ടി, പക്ഷേ നീ അവൾക്കൊരു ഗിഫ്റ്റ് കൊടുക്കണമല്ലോ, ഇപ്പം എന്ത് ചെയ്യും എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ മിത്രനും പറയുന്നുണ്ട്, ഞാൻ ഈ കാട്ടിപ്പോയി എവിടുന്ന് ഗിഫ്റ്റ് മേടിക്കാനാ, സാരമില്ല, ആ ഒരു പാക്കേജ് ഇല്ലേ ഇപ്പൊ കൊണ്ടുവന്നത്, ആ പാക്കേജ് കൊടുത്താൽ മതി, ഞാൻ പറയുന്ന ലൊക്കേഷനിലോട്ട് പോയിട്ട് ആ ഒരു പാക്കേജ് ഒരാൾക്ക് കൊടുക്കണം, അപ്പോൾ അവിടുന്ന് വേറൊരു കാര്യം നിനക്ക് തരും, അതുകൊണ്ട് ആ പെണ്ണിൻ്റെ അടുത്തോട്ട് പോകണം, മാത്രമല്ല അയാൾ അവിടുത്തെ ലൊക്കേഷനും പറഞ്ഞു തരും എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ മിത്രൻ ഒരുപാട് ഐ ലവ് യു ഒക്കെ രാധികയോട്, അതായത് രാധികയോട് പറഞ്ഞിട്ട് അവിടുന്ന് ആ ഒരു ഗൂഗിൾ മാപ്പ് കാണിച്ച സ്ഥലത്തോട്ട് പോകുന്നുണ്ട്. പിറകെ തന്നെ ആ ഒരു ലോയറിന്റെ അസിസ്റ്റന്റും വരുന്നുണ്ട് ഇവനെ പാത്ത്. അങ്ങനെ അവൻ ഒരു ഗോഡൌണിന്റെ അവിടെ എത്തുന്നുണ്ട്. അവിടെ ഒരു ഹിന്ദിക്കാരൻ നിൽപ്പുണ്ടായിരുന്നു. ഈ ഹിന്ദിക്കാരനെ ഓർമ്മയുണ്ടോ? ആദ്യം ഒരു കൊറിയർ വാനിൽ വന്ന ഒരാളെ കൊന്നത് അയാൾ തന്നെയാണ് ഇയാൾ. അയാൾ തിരിച്ച് കുറച്ച് മാംസം, അതായത് മീറ്റ് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് കൊടുത്താൽ മതി, അവള് സെറ്റ് ആയിക്കോളും എന്നൊക്കെ ആ ഒരു ബംഗാളിയും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് ആ ഒരു അസിസ്റ്റന്റും ആ ഒരു ഗോഡൌണിലോട്ട് കയറുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് മീറ്റ് പ്രിന്റർ അയാൾ കാണുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ആ ഒരു അസിസ്റ്റന്റ് ലോയനെ വിളിക്കാൻ നോക്കുന്നുണ്ട്, പക്ഷെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. അങ്ങനെ ടെക്സ്റ്റ് മെസ്സേജ് അയച്ചിടുകയാണ്. അപ്പൊ തന്നെ ആ ഒരു ഹിന്ദിക്കാരൻ അങ്ങോട്ട് വരുന്നുണ്ട്. എന്നിട്ട് അവനെ തലക്കടിച്ച് അവിടെ ഇടുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ശേഷം അയാളെ കൊന്നുകളയാണ് ആ ഒരു അസിസ്റ്റന്റിനെ. നമ്മളെ കാണിക്കുന്നത് ആ ഒരു ഗുരുജിയില്ലേ, അതായത് നമ്മുടെ പതിനെ കൊല്ലാൻ വേണ്ടി അയച്ചത്, അയാളുടെ യങ്ങർ ഏജ് ആണ് കാണിക്കുന്നത്. 1995 അയാൾ ചെന്നൈയിൽ ഒരു കോൺഫറൻസ് ഹാളിൽ അവിടുത്തെ അന്നത്തെ സ്റ്റുഡൻസിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു വേദത്തെ പറ്റിയൊക്കെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ അയാളുടെ തിയറി അല്ലെങ്കിൽ അയാൾ വിശ്വസിക്കുന്നത് പ്രകാരം 4 വേദങ്ങളല്ല, അതിൽ കൂടുതൽ ഒരുപാട് വേദങ്ങൾ ഉണ്ടെന്നാണ് അയാൾ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ സ്റ്റുഡൻസ് ഓരോ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നുണ്ട്, അതിന് മറുപടി അയാളും പറയുന്നുണ്ട്. അപ്പോൾ ഒരു സ്റ്റുഡന്റ് ചോദിക്കുന്നുണ്ട്, അടുത്ത വേദത്തിൽ എന്തായിരിക്കും സാറ് വിചാരിക്കുന്നത്? അപ്പോൾ അയാളും പറയുന്നുണ്ട്, ചിലപ്പോൾ നമുക്കറിയാത്ത ടെക്നോളജി, ഹ്യൂമൻ ക്രിയേഷനെ പറ്റി തന്നെ ആ ഒരു വേദത്തിൽ പറഞ്ഞേക്കാന്ന് അയാൾ പറയുന്നുണ്ട്. അപ്പോൾ വേറൊരു സ്റ്റുഡന്റ് ചോദിക്കുന്നുണ്ട്, ഇത് സാറിന്റെ മാത്രം തിയറി ആണോ അതോ എന്തെങ്കിലും സോളിഡ് ആയിട്ടുള്ള പ്രൂഫ് ഉണ്ടോ എന്ന്. അപ്പോൾ അതിന് പകരമായിട്ട് ആ ഒരു ഗുരുജിയും കാണിച്ചു കൊടുക്കുന്നുണ്ട്, അതായത് നമ്മളുടെ അയ്യങ്കാരപുരത്തെ ക്ഷേത്രത്തിലെ ആ ഒരു സ്ട്രക്ചേഴ്സ് ഒക്കെ. എന്നിട്ട് ഈ ഒരു വെബ് സീരീസിന്റെ തുടക്കത്തിൽ നമ്മൾ ഒരു എക്സ്കവേഷൻ സെന്റർ കണ്ടില്ലായിരുന്നു, അവിടെ ഒരു ഓലച്ചുവടി കിട്ടിയെന്ന് കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ഒരു ഓലച്ചുവടിയിൽ വെച്ചിരുന്ന ആ ഒരു പടവും അവർക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇതില് എന്നാണ് 5ാമത്തെ വേദം റിവീൽ ആവുന്നത് എന്നുള്ള പ്രഡിക്ഷൻ വരെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആ ഒരു സെമിനാറും കഴിയുന്നുണ്ട്. ശേഷം ഇതൊക്കെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, വീഡിയോയും എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ഒരു വർക്കർ വേറൊരു വർക്കറിനോട് ഇത് സേവ് ചെയ്ത് വെക്ക്, ഇത് സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യണമെന്നാണ് പറയുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മറ്റേ ആളും ചോദിക്കുന്നുണ്ട്, സൈറ്റോ, അതെന്താ? നീ കേട്ടിട്ടില്ലേ ഈ ഇന്റർനെറ്റ്, അതൊക്കെ ഇപ്പൊ എല്ലാവരും പറയുന്നുണ്ടല്ലോ, അതിൽ അപ്ലോഡ് ചെയ്യാനാണ് എന്ന് പറയുന്നുണ്ട്. ഇതിൽ കൂടെ നമ്മളെ കാണിക്കുന്നത് എന്താന്ന് വെച്ചാൽ 1995 എല്ലാവർക്കും കോമൺ ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റാത്തൊരു സാധനമായിരുന്നു ഈ ഇന്റർനെറ്റ്. അവിടുന്ന് കിട്ടിയ പിന്നെ നമ്മളെ കാണിക്കുന്നത് മുകുന്ദിനെയും വക്കീലിനെയും അവന്റെ ഗേൾഫ്രണ്ടിനെയാണ്. അപ്പോൾ അവർ പോലീസ് സ്റ്റേഷനോട് ചെല്ലുന്നുണ്ട്. പോലീസ് സ്റ്റേഷനിൽ മുകുന്ദന് എതിരായിട്ട് ഒരു വീഡിയോ കോളിന്റെ റെക്കോർഡിങ്സ് കാണിക്കുന്നുണ്ട്. അപ്പൊ മുകുന്ദനും അത് ഫേക്ക് ആയിട്ടുള്ള ഒരു എവിഡൻസ് ആണെന്ന് പോലീസിനോട് പറയുന്നുണ്ട്. അങ്ങനെ മുകുന്ദനെ അവിടുന്ന് വിടുന്നുണ്ട്. അപ്പോൾ വക്കീലിന് ഭയങ്കരമായിട്ട് സംശയമൊക്കെ തോന്നുന്നുണ്ട്, ഇത്രയും റിയലിസ്റ്റിക് ആയിട്ട് എങ്ങനെ ഒരു ഫേക്ക് വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ മുകുന്ദൻ പറയുന്നുണ്ട്, അതിന് ഒരുപാട് പണം വേണം, ഒത്തിരി കമ്പ്യൂട്ടർ ആക്സസ് ഒക്കെ വേണം എന്ന് പറയുന്നുണ്ട്. അത്രയും പണമൊക്കെ വെച്ചിട്ട് നിന്നെ കൊടുക്കാൻ ആരാ ശ്രമിക്കുന്നത് എന്നൊക്കെ ആ ഒരു ലോയറും ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. അതിൽ നിന്ന് സ്കിപ്പ് ആവാൻ വേണ്ടി മുകുന്ദൻ പെട്ടെന്ന് എണീറ്റ് ആ ഒരു വേലക്കാരൻ്റെ അടുത്തോട്ട് നിന്നിട്ട്, ഇവിടെ താമസിച്ചുകൊണ്ടിരുന്ന ആൾക്കാരില്ലേ, അവരെന്ത് ചെയ്യുക, എനിക്ക് അവരെ കാണണം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ആ ഒരു കോൺവെർസേഷനിൽ നിന്ന് മുകുന്ദൻ പെട്ടെന്ന് എസ്കേപ്പ് ആയി പോവാണ്. ഈ സമയത്ത് മുകുന്ദന്റെ ഗേൾഫ്രണ്ട് ആ ഒരു ലോയറിനോട് പറയുന്നുണ്ട്, നമുക്ക് ഈ വീടൊക്കെ ഒന്ന് ചുറ്റി കണ്ടാലോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ വീട് കാണാൻ പോകുന്നുണ്ട്. ഈ സമയത്ത് മുകുന്ദൻ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയിൽ ഇതേപോലെ ചേട്ടനെ കൊന്നതിനെ ബേസ് ചെയ്തിട്ട് ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ മുകുന്ദൻ. അവരോട് വിളിച്ച് ചോദിക്കുന്നുണ്ട്, ഈ ഒരു ഫേക്ക് എവിഡൻസ് ആരാണ് ഉണ്ടാക്കിയതെന്ന്. അപ്പോഴും അവർ പറയുന്നത് ഇതൊരു ട്രാക്ക് ചെയ്യാത്ത ഐഡിയ എന്നാണ് ഉണ്ടാക്കിയേക്കുന്നത് എന്ന് പറയുന്നുണ്ട്. മുകുന്ദും ആകെ സ്റ്റക്കായി നിൽക്കുന്നുണ്ട്. അങ്ങനെ മുകുന്ദന്റെ ഗേൾഫ്രണ്ടും ആ ഒരു ലോയറും കൂടി അവിടുത്തെ വീടിനകമൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു തലവൻ ആദ്യമായിട്ട് എന്റെ അനിയൻ ഇവിടെ ഇരുന്നാ പഠിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് ജോലിക്കാരന് നന്നാക്കാൻ പറഞ്ഞൊരു റൂമൊക്കെ ഇല്ലേ, അവിടോട്ടൊക്കെ ഇവര് പോകുന്നുണ്ട്. അങ്ങനെ അവര് ആ ഒരു കബോർഡിന് അപ്പുറത്തായിട്ട് ഒരു റൂം ഉണ്ടെന്നൊക്കെ കണ്ടുപിടിക്കുന്നുണ്ട്. ഈ ഒരു ഗേൾഫ്രണ്ടും ഈ ലോയറും ഒക്കെ ചെറിയ രീതിയിൽ ലെസ്ബിയൻ ടച്ചുള്ള ആൾക്കാരൊക്കെയാണ്. അപ്പോൾ അവർ അങ്ങനെയൊക്കെയുള്ള ഒരു ബന്ധത്തിലോട്ടൊക്കെ പോകാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോഴാണ് ഈ ഒരു ഡോറ് ലോയർ കാണുന്നത്. അങ്ങനെ അവർ ആ ഒരു ഡോറ് കണ്ടതിന് ശേഷം അവിടുന്ന് മാറിപ്പോവാണ്. പിന്നെ നമ്മളെ കാണിക്കുന്നത് ആ ഒരു ബംഗാളി
ബംഗാളിയില്ലേ, അതായത് കില്ലർ ബംഗാളി എന്ന് പറയാം, അയാള് എന്തോ ഒരു മെഷീൻസ് ഒക്കെ വെച്ചിട്ട് കൈയുടെ രൂപത്തിലുള്ള പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. വീണ്ടും അവിടുന്ന് കട്ടായി കാണിക്കുന്നത് ആ ഒരു ക്ഷേത്രമാണ്. അവിടെ തൊട്ട് നമ്മുടെ റൈറ്റർ വരുന്നുണ്ട്. എല്ലാ ജനങ്ങളും ആ ഒരു അമ്പലത്തിലോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഡ്രൈവറും പറയുന്നുണ്ട്, ഓൾറെഡി ഇവിടുത്തെ തലവൻ മരിച്ചു എന്നാണ് എല്ലാവരും പറയുന്നത്, പിന്നെന്താ ഇവരെല്ലാം അമ്പലത്തിലോട്ട് പോകുന്നേ എന്ന് ചോദിക്കുന്നുണ്ട്. നമുക്കും പോകണോ സാർ അങ്ങോട്ട് ഈ ഒരു സിറ്റുവേഷനിൽ എന്നും ചോദിക്കുന്നുണ്ട്. അപ്പോൾ റൈറ്ററും പറയുന്നുണ്ട് നമുക്ക് എന്തായാലും അങ്ങോട്ട് പോകണമെന്ന്. അങ്ങനെ റൈറ്ററും ഡ്രൈവറും കൂടി ആ ഒരു അമ്പലത്തിനകത്തോട്ട് പോവാണ്. അങ്ങനെ ആ റൈറ്ററും ഡ്രൈവറും കൂടി അകത്തോട്ട് കയറിയതിന് ശേഷം അവിടെ ഇരിക്കുന്ന ഒരു അമ്മാവനോട് ഇതേപോലെ തലവന്റെ അനിയനെ കാണാനാണ് വന്നത് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ഈ ഒരു സ്ഥലത്ത് ആദ്യമായിട്ടാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് എന്താ ഇവരെല്ലാം ഇങ്ങോട്ട് പോകുന്നതെന്ന് റൈറ്റർ ചോദിക്കുമ്പോൾ ആ ഒരു വയസ്സായ ആളും പറയുന്നുണ്ട്, ഇവിടെ ഒരു ഹിഡൻ ആയിട്ടുള്ള ഒരു സ്ഥലമുണ്ട്, അവിടെ 5ാമത്തെ വേദം ഉണ്ടെന്നാണ് പറയുന്നത് എന്ന് പറയുന്നുണ്ട്. അവരങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അനുവിന്റെ അച്ഛനും അങ്ങോട്ട് പോകുന്നുണ്ട്. അവിടുന്ന് കട്ടായി പിന്നെ നമ്മളെ കാണിക്കുന്നത് ആ ഒരു ബ്രാഹ്മൺ ഫാമിലിയിലുള്ള മൂത്ത അച്ഛൻ തിരുമേനിയില്ലേ, അയാളെയാണ്. അയാള് ബാലാലയത്തിന്റെ പണിയൊക്കെ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ മീറ്റിങ്ങിലൊക്കെയാണ്. അപ്പോൾ വേറൊരു തന്ത്രി പറയുന്നുണ്ട്, എനിക്ക് ബ്രഹ്മപീഠം എവിടാന്ന് അറിയത്തുമില്ല, അതിനെപ്പറ്റിയുള്ള കർമ്മങ്ങളൊന്നും അറിയത്തില്ല, അതിന്റെ യന്ത്രങ്ങളും തന്ത്രങ്ങളും ഒക്കെ നമുക്ക് അറിഞ്ഞാലല്ലേ അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ തർക്കങ്ങൾ വരുന്നുണ്ട്. അവരങ്ങനെ ഇതൊക്കെ ഡിസ്കസ് ചെയ്യുന്നത് അനുവിന്റെ അച്ഛനും അവിടെ കേട്ടോണ്ടിരിക്കുന്നുണ്ട്. പെട്ടെന്ന് അനുവിന്റെ അച്ഛൻ അവിടുന്ന് മാറിപ്പോകുന്നുണ്ട്. അവരങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ തന്നെ അനുവിന്റെ അച്ഛൻ തിരിച്ചു വരുന്നുണ്ട്. അനുവിനെയും കൊണ്ടാണ് വരുന്നത്. അപ്പോൾ അനുവിന്റെ കയ്യിലൊരു ഏലസ് ഉണ്ട്. ആ ഒരു ഏലസ് അച്ഛൻ തിരിച്ചു ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനുവും അത് അഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മളെ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. അനുവിന്റെ അച്ഛന്റെ അച്ഛൻ ഈ ഒരു ഏലസ് കൊടുക്കുമ്പോൾ ഭാവിയിൽ ആരെങ്കിലും അയ്യങ്കാരപുരത്ത് വെച്ചിട്ട് ഈ ഒരു ഏലസ് ചോദിക്കുവാണെങ്കിൽ നീ ഇത് കൊടുക്കണം, ഇതിനകത്തൊരു പ്രധാനപ്പെട്ട യന്ത്രമാണ് ഉള്ളത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നതായിട്ടുണ്ട്. അനുവിന്റെ അച്ഛൻ ഇത് അനുവിന് കൈമാറുകയും ചെയ്യുന്നുണ്ട്. അനു ഇത് കാതിൽ ഒരു കടുക്കം പോലെ ഇട്ടിട്ടുണ്ടായിരുന്നു. അനു അത് അങ്ങനെ അഴിച്ചു കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് അനുവിന്റെ അച്ഛൻ അവരെ തടഞ്ഞു നിർത്തുന്നുണ്ട്. എന്നിട്ട് ആ ഒരു അച്ഛൻ തിരുമേനിയുടെ അടുത്തോട്ട് ഈ ഒരു യന്ത്രം കൊണ്ട് കാണിക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നിങ്ങൾക്ക് എന്തെങ്കിലും യൂസ് ആകുമോ എന്ന് നോക്കാൻ പറയുന്നുണ്ട്. ഇത് കണ്ട ഉടനെ തന്നെ ആ ഒരു അച്ഛൻ തിരുമേനിക്ക് കാര്യം മനസ്സിലാവുന്നുണ്ട്. അയാൾ ചാടി എണീക്കുന്നുമുണ്ട്. അവിടുന്ന് കട്ടായി വീണ്ടും നമ്മളെ കാണിക്കുന്നത് പതിനെ മകനെയാണ്. അപ്പോൾ ആ ഒരു മകൻ ആ ഒരു സ്ക്രിപ്റ്റിലുള്ള ഓരോ അക്ഷരങ്ങൾ വെച്ചിട്ട് അവൻ ഇങ്ങനെ ഡീകോഡ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇതെല്ലാം പതി എഴുതിയെടുക്കുന്നുണ്ട്. എന്നിട്ട് അമ്പലത്തിലുള്ള ആ ഒരു കൊത്തുപണിയില്ലേ, അതിൽ എഴുതിയിരിക്കുന്ന ഒരു സെന്റൻസ് അവനത് ആ ഒരു അക്ഷരം തമിഴിലോട്ട് മാറ്റിയെടുക്കുന്നുണ്ട്. എന്നിട്ട് അവന്റെ ഫ്രണ്ടിനെ വിളിച്ച് ഈ ഒരു കാര്യം പറയുന്നുണ്ട്, എന്താണ് അതിൽ എഴുതിയിരിക്കുന്നതെന്ന്. അയാളും ഇതിന്റെ തമിഴ് അർത്ഥമൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവിടുന്ന് കെട്ടായി വീണ്ടും നമ്മളെ അമ്പലത്തിലോട്ട് തന്നെയാണ് കൊണ്ടുവരുന്നത്. അവിടെ നമ്മുടെ രാധികയുടെ അച്ഛൻ നാട്ടിൽ പോയിട്ട് തിരിച്ചു വരുന്നുണ്ട്. എന്നിട്ട് ഇവർ ഈ മീറ്റിംഗ് ഒക്കെ കാണുന്നുമുണ്ട്. ഇപ്പൊ ഓൾറെഡി അനുവിന്റെ അച്ഛന്റെ കയ്യിൽ നിന്ന് ആ ഒരു യന്ത്രം കിട്ടി. മാത്രമല്ല മന്ത്രവും അവർക്ക് തന്നെ അറിയാം. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ആ ഒരു ബ്രഹ്മപീഠം എവിടാണെന്ന് മാത്രമാണ്. അതായത് ആ ഒരു അറ എവിടാണെന്ന് മാത്രം കണ്ടുപിടിച്ചാൽ മതി എന്ന് അച്ഛൻ തിരുമേനി പറയുന്നുണ്ട്. അപ്പോൾ അച്ഛൻ തിരുമേനിയുടെ പൂർവികര് ഇവർക്കൊരു ക്ലൂ കൊടുത്തിട്ടുണ്ടായിരുന്നു, ഒരു പാട്ട് പോലെ ഒരു കാര്യം. അത് വെച്ചിട്ടാണ് ഈ ഒരു ബ്രഹ്മപീഠം കണ്ടുപിടിക്കുന്നത്. ഇതൊക്കെ കേട്ടുകൊണ്ട് തന്നെ രാധികയുടെ അച്ഛൻ അവിടെ നിൽക്കുന്നുണ്ട്. അയാൾ ഒരു ബുക്കൊക്കെ തുറന്ന് നോക്കുന്നൊക്കെ ഉണ്ട്. ഇതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ആ ഒരു തലവന്റെ പണിക്കാരനില്ലേ, അയാളും രാധികയുടെ അച്ഛനെ ഇങ്ങനെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുന്നുണ്ട്. രാധികയുടെ അച്ഛന്റെ നിപ്പും ഭാവവും ഒക്കെ അയാൾക്ക് എന്തോ സംശയം തോന്നിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു പാട്ട് കേട്ട് എല്ലാ ഗ്രാമവാസികളും വേറൊരു അർത്ഥം കൽപ്പിച്ചിട്ട് കുറെ ആനയൊക്കെ ഈ ഒരു ക്ഷേത്രത്തിന്റെ അകത്തോട്ട് കൊണ്ടുവരുന്നുണ്ട്. അവിടുന്ന് കട്ടെ വീണ്ടും നമ്മളെ മിത്രനെയാണ് കാണിക്കുന്നത്. മിത്രൻ തിരിച്ച് ആ ഒരു ഗസ്റ്റ് ഹൗസിലോട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു പണിക്കാരൻ പറയുന്നുണ്ട്, മുകുന്ദൻ സാറിന്റെ ലവർ ഇവിടെയാണ് താമസിക്കാൻ പോകുന്നത്, അതുകൊണ്ട് നിങ്ങളോട് വെക്കേറ്റ് ചെയ്യാൻ പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മിത്രനും പറയുന്നുണ്ട്, എന്തായാലും ഞാനൊരു ലഗേജ് ഒന്ന് എടുത്തോട്ടെ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അവൻ അവിടുന്ന് ലഗേജ് എടുക്കുന്നുണ്ട്. അപ്പോഴാണ് ആ ഒരു ഫോറിൻ ലേഡിയില്ലേ അവരെ കാണുന്നത്. അപ്പോൾ മിത്രൻ രാധികയോട് ചോദിച്ചിട്ട് ഇത് ആരാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവന്റെ നോർമൽ രീതിയിൽ ഫ്ലേർട്ട് ചെയ്യാനൊക്കെ നോക്കുന്നുണ്ട്. പക്ഷെ അവൾ ഉറങ്ങി കിടക്കുമായിരുന്നു. അപ്പോൾ രാധികൻ പറയുന്നുണ്ട്, അവൾ നിന്റെ ടൈപ്പ് ഒന്നും അല്ല, വിട്ടേക്ക് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ തന്നെ ലോയറും ആ മുറിക്കകത്തോട്ട് കയറി വരുന്നുണ്ട്. നീ ആരാ, നീ എന്താ ഇവിടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ മിത്രനും എന്റെ ലഗേജ് എടുക്കാൻ വന്നയാന്ന് പറഞ്ഞിട്ട് ലഗേജ് എടുത്തുകൊണ്ട് അവിടുന്ന് പോകുന്നുണ്ട്. വീണ്ടും അവിടുന്ന് കെട്ടായി അമ്പലമാണ് കാണിക്കുന്നത്. അവിടെ ആനയും ആടിനെയും ഒക്കെ ആ ഒരു ഗ്രാമവാസികളൊക്കെ കൊണ്ട് നിർത്തിയിട്ടുണ്ട് ഈ ഒരു അറ കണ്ടുപിടിക്കാനായിട്ട്. അവിടോട്ട് തന്നെ മുകുന്ദനും വരുന്നുണ്ട്. അപ്പൊ തന്നെ ആ ഒരു വലിയ തിരുമേനിയും മുകുന്ദന്റെ അടുത്തോട്ട് വരുന്നുണ്ട്. ഇതേപോലെ ഒരു കാര്യം ഉണ്ടായി, അതുപോലെ ഒരു ഓലച്ചുവടി കിട്ടിയിട്ടുണ്ടായിരുന്നു, അതിനകത്ത് ഇങ്ങനെ എഴുതിയേക്കുന്നുണ്ട്, ഈ ഗ്രാമവാസികളെല്ലാം ഭ്രാന്ത് പിടിച്ച പോലെ ഇങ്ങനെ ആടിനെയും ആടിനെയൊക്കെ ഈ ഒരു അമ്പലത്തിനകത്തോട്ട് കയറ്റുവാണെന്ന് പരാതി പറയുകയാണ്
പറയുകയാണ് മുകുന്ദനോട്. അപ്പൊ തന്നെ മുകുന്ദൻ അവന്റെ ജോലിക്കാരോട് പറഞ്ഞിട്ട് എത്രയും പെട്ടെന്ന് ഈ ഒരു അമ്പലത്തിലുള്ള ആനയും ആടിനെയൊക്കെ ഒഴിപ്പിക്കണം എന്ന് പറയുന്നുണ്ട്. അതിന് നമ്മുടെ അച്ഛൻ തിരുമേനിയും താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട്. അങ്ങനെ ആ ഒരു ഓലച്ചുവടിയും മുകുന്ദന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇതാണ് അതിൽ എഴുതിയിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട്. മുകുന്ദനും അത് നോക്കിയിട്ടൊന്നും മനസ്സിലാകാത്ത പോലെ നിൽക്കുന്നുണ്ട്. അപ്പോഴാണ് ആ ഒരു ജോലിക്കാരനും രാധികയുടെ അച്ഛനെ ചൂണ്ടിക്കാട്ടിയിട്ട് മുകുന്ദനോട് പറയുന്നുണ്ട്, ഇയാളെ കണ്ടിട്ട് എനിക്ക് എന്തോ ഡൗട്ട് തോന്നുന്നുണ്ട് മുതലാളി എന്ന് പറയുന്നുണ്ട്. അപ്പൊ മുകുന്ദനും പറയുന്നുണ്ട്, നീ എന്തായാലും അയാളെ ഒന്ന് ഫോളോ ചെയ്യ്, ഞാൻ ഇപ്പൊ തന്നെ അങ്ങോട്ട് വരാന്ന്. അങ്ങനെ ആ ഒരു ജോലിക്കാരനും അയാളുടെ പുറകിന് പോകുന്നുണ്ട്. അപ്പോൾ അച്ഛൻ തിരുമേനി പറയുന്നുണ്ട്, ഇത്ര സിമ്പിളായിട്ട് ഈ വരിയൊന്നും എഴുതത്തില്ല, ആടും ആനയും എന്നൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ പോലും ഇത്ര സിമ്പിളായിട്ട് ഇത് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ അച്ഛൻ തിരുമേനി പറയുന്നുണ്ട്. അങ്ങനെ അവരിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് മുകുന്ദനും അവിടുന്ന് നൈസായിട്ട് മാറുന്നുണ്ട്. അങ്ങനെ മുകുന്ദൻ വെള്ളോട്ടിറങ്ങി ആ ഒരു ജോലിക്കാരന്റെ അടുത്തോട്ട് പോകാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് അവിടേക്ക് റൈറ്ററും വരുന്നുണ്ട്. റൈറ്റർ ഇതുപോലെ പറയുന്നുണ്ട്, നിങ്ങളുടെ ചേട്ടനെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, എൻ്റെ ഒരു 5 കമ്പ്യൂട്ടർ നിങ്ങളുടെ അച്ഛൻ മേടിച്ചിട്ടുണ്ടായിരുന്നു, അതിനകത്ത് 4 നിങ്ങൾ ഓൾറെഡി കൊച്ചിയിലുള്ള ഒരാൾക്ക് വിറ്റിട്ടുണ്ടായിരുന്നല്ലോ, ബാലൻസ് 1 അത് എവിടെ ഉണ്ടെന്ന് അറിയാവോ എന്നൊക്കെ മുകുന്ദനോട് ചോദിക്കുന്നുണ്ട്. അപ്പൊ മുകുന്ദനും പറയുന്നുണ്ട്, അത് ഞാനാ യൂസ് ചെയ്തോണ്ടിരുന്നത്, ചിലപ്പോൾ ഞങ്ങളുടെ ഗസ്റ്റ് ഹൗസിന്റെ ബേസ്മെന്റിൽ കാണും എന്ന് പറയുന്നുണ്ട്. അപ്പോ റൈറ്ററും പറയുന്നുണ്ട്, എന്നാൽ എനിക്കതൊന്ന് എടുത്തു തരാൻ പറ്റുമോന്ന്. അപ്പോ മുകുന്ദൻ അയാളോട് ചെറുതായിട്ടൊന്ന് ദേഷ്യപ്പെടുന്നുണ്ട്, ഇത്രയും ഇവിടെ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നതിന്റെ ഇടയ്ക്ക് ഞാൻ എങ്ങനെയാണ് ഇപ്പോൾ വന്നത് എടുത്തു തരാൻ പറ്റുന്നത്, നിങ്ങൾ എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് മുകുന്ദൻ അവിടെ നിന്ന് നടന്നു പോവാണ്. എന്നിട്ട് മുകുന്ദൻ നേരെ ചെല്ലുന്നത് ആ ജോലിക്കാരന്റെ അടുത്തോട്ടാണ്. ജോലിക്കാരനും നമ്മുടെ രാധികയുടെ അച്ഛനെ ഫോളോ ചെയ്ത് വേറൊരു സ്ഥലത്തായിട്ട് വരുന്നുണ്ടായിരുന്നു, ഒരു ഗണപതിയുടെ വിഗ്രഹം പോലെ ഇരിക്കുന്നിടത്ത്. അപ്പോൾ രാധികയുടെ അച്ഛനും അവിടെ എന്തോ കളഞ്ഞു പോയതുപോലെ അവിടെ ഇങ്ങനെ ആ ഒരു ചിത്രങ്ങളൊക്കെ നോക്കി ആ ഒരു പ്രതിമകളൊക്കെ നോക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ മുകുന്ദനും അങ്ങോട്ട് ചെന്ന് അയാളോട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, ഞങ്ങൾ വർഷങ്ങളായിട്ട് ഇതേപോലെ കൽപ്പണിയൊക്കെ ചെയ്യുന്ന ആൾക്കാരായിരുന്നു, ഇവിടുത്തെ കൽപ്പണിയും ഞങ്ങളാണ് ചെയ്തതെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഞങ്ങളുടെ പൂർവികര് ഞങ്ങൾക്കൊരു ബുക്ക് തന്നിട്ടുണ്ടായിരുന്നു, അതിനകത്ത് കൽപ്പണിയുടെ അർത്ഥങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ മുകുന്ദനോട് രാധികയുടെ അച്ഛൻ പറഞ്ഞു കൊടുക്കുകയാണ്. അവരങ്ങനെ അവിടെ സംസാരിക്കുന്നത് കാണിച്ചിട്ട് പിന്നെ നമ്മളെ കാണിക്കുന്ന റൈറ്ററിനെയാണ്. അയാൾ ആ ഒരു ക്ഷേത്രത്തിൽ നിന്ന് വെള്ളോട്ട് ഇറങ്ങുന്ന സമയത്ത് ആ ഒരു ഹിന്ദിക്കാരൻ ഗുരുജിയില്ലേ അയാളെ കാണുന്നുണ്ട്. അയാളെ കണ്ടിട്ട് റൈറ്ററിന് എവിടെയോ കണ്ടു മറന്ന പോലെ തോന്നുന്നുണ്ട്. അയാൾ വീണ്ടും സൂക്ഷ്മമായിട്ട് നോക്കുമ്പോൾ ആ ഗുരുജിയും ഇയാളെ കാണുന്നുണ്ട്. ഈ ഒരു റൈറ്ററിനെ കണ്ടപാടെ അയാൾ അവിടുന്ന് മാറിക്കളയാണ്, അതായത് ആ ഒരു ഹിന്ദിക്കാരൻ ഗുരുജി മാറിക്കളയാണ്. അവിടുന്ന് കേട്ടെ വീണ്ടും ആ ഒരു ക്ഷേത്രവും ആ ഒരു രാധികയുടെ അച്ഛനെയൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ രാധികയുടെ അച്ഛൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ആ ഒരു പാട്ടിന്റെ അർത്ഥം. അതായത് ഡാൻസിങ് ഗണപതിയുടെ താഴെയായിട്ട് ഒരു ഓടുന്ന പാമ്പുണ്ട്, ആ പാമ്പിന്റെ താഴെയായിട്ട് ഒരു വഴിയുണ്ട് എന്നാണ് ആ ഒരു പാട്ടിന്റെ അർത്ഥമെന്ന് രാധികയുടെ അച്ഛൻ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും ആ ഒരു സ്റ്റെപ്പ്, അവിടെ ഒരു സ്റ്റെപ്പ് ഉണ്ടായിരുന്നു, ആ സ്റ്റെപ്പ് ഇടിച്ച് അത് നോക്കാൻ തുടങ്ങുവാണ്. ഈ സമയത്ത് ആ ഒരു റൈറ്ററും ആ ഒരു ഗസ്റ്റ് ഹൗസിലോട്ട് ചെല്ലുന്നുണ്ട്. എന്നിട്ട് അയാൾ ആ കമ്പ്യൂട്ടർ ബേസ്മെന്റിൽ നിന്ന് കണ്ടുപിടിക്കുന്നുണ്ട്. ഈ സമയത്തൊക്കെ ആ ഒരു ലോയറൊക്കെ ബേസ്മെന്റിലോട്ട് വരാൻ നോക്കുന്നുണ്ട്. ഈ സമയത്തിനുള്ളിൽ തന്നെ ആ ഒരു റൈറ്റർ ആ ഒരു CPU-ന്റെ അകത്ത് അയാൾ ഒളിപ്പിച്ചു വെച്ചിരുന്ന ഒരു കയ്യെഴുത്ത് പ്രതി എന്താണെന്ന് കാണിക്കുന്നില്ല, അത് അയാൾ കൈക്കലാക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും ലോയറും അങ്ങോട്ട് വരുന്നുണ്ട്, നിങ്ങൾ എന്താ ഇവിടെ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ മറുപടി പറയുന്നത് നമ്മുടെ റൈറ്ററാണ്. റൈറ്റർ പറയുന്നുണ്ട്, ഞാൻ ഇതേപോലെ സ്ക്രാപ്പൊക്കെ എടുക്കുന്ന ആളാണ്, അപ്പോൾ ഇവിടെ ഒരു കമ്പ്യൂട്ടർ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് വന്നതാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ലോയറും പറയുന്നുണ്ട്, എന്നാൽ അദ്ദേഹം ഉള്ളപ്പോൾ വരണ്ടേ, നിങ്ങൾ എന്തിനാ ഇങ്ങനെ ആരും ഇല്ലാത്തപ്പോൾ വന്നേന്ന് ചോദിക്കുന്നുണ്ട്. ഓ അതിന്റെ ആവശ്യമില്ല, ഇയാൾ പോവാണെന്ന് പറഞ്ഞിട്ട് ആ ഡ്രൈവറും റൈറ്ററും കൂടെ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. അവിടുന്ന് കിട്ടിയ വീണ്ടും നമ്മളെ കാണിക്കുന്ന ഒരു അമ്പലമാണ്. അവരെല്ലാം കൂടി ആ ഒരു സ്ഥലം കണ്ടുപിടിക്കാനായിട്ട് അവിടെ കുഴിച്ചൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ അനുവൊക്കെ അവിടെ തന്നെ നിൽപ്പുണ്ട്. പെട്ടെന്ന് പതി അനുവിന്റെ അടുത്തോട്ട് വരുന്നുണ്ട്, ഹായ് സർപ്രൈസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അനു ചോദിക്കുന്നുണ്ട്, നീ എന്താ ഇവിടെ, ഞാൻ വേറൊരു ആവശ്യത്തിന് വന്നതാണ് എന്ന് പതി പറയുന്നുണ്ട്. ഇതെന്റെ മകൻ വികാസ് എന്ന് പറഞ്ഞിട്ട് വികാസിനെ പരിചയപ്പെടുത്താൻ നോക്കുമ്പോൾ വികാസ് അവിടെ ഒന്നുമില്ല. പെട്ടെന്ന് പതി വികാസിനെ തിരക്കി ഇറങ്ങുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് അവൻ ചെന്നിട്ട് അവനെ അറ്റാക്ക് ചെയ്യാൻ വന്നൊരു ഹിന്ദിക്കാരനില്ല അയാളെ ചെന്നിരിക്കുന്നുണ്ട്. അപ്പോൾ പതിക്ക് ആളെ മനസ്സിലാവുന്നുണ്ട്. ആ നിക്കടാ എന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് ചെല്ലുമ്പോൾ പെട്ടെന്ന് ആ ഒരു ഡാർഫിലുള്ള ഒരാള് പതിനെ പിടിച്ചു വെക്കുകയാണ്, അതായത് ആ 4 വേദങ്ങളിൽ ഒരാളെ. എന്നിട്ട് പതിയോട് പറയുന്നുണ്ട്, നിനക്ക് അവനെ വേണമെന്നുണ്ടെങ്കിൽ അവന്റെ പുറകിന് പോയിക്കോ, പക്ഷെ നിന്റെ കുഞ്ഞിനെ വേണമെന്നുണ്ടെങ്കിൽ നീ പെട്ടെന്ന് കാട്ടിലോട്ട് ചെല്ലാൻ. അത് പറഞ്ഞിട്ട് ആ ഒരു ഡാർഫും അവിടുന്ന് അപ്രത്യക്ഷമാവാണ്. ആ ഒരു ഹിന്ദിക്കാരനും അവിടുന്ന് പെട്ടെന്ന് ഓടി പോകുന്നുണ്ട്. എന്തായാലും പതി കുഞ്ഞിന്റെ അടുത്തോട്ട് തന്നെ പോകാനായിട്ട് തീരുമാനിക്കുന്നുണ്ട്. എന്നിട്ട് ആ കാട്ടിലോട്ട് ചെല്ലുന്നുണ്ട്. അപ്പോൾ കാട്ടിലോട്ട് ചെല്ലുമ്പോൾ ആ ഒരു 4 വേദങ്ങളും അവിടെ തന്നെ ഉണ്ടായിരുന്നു. അവരുടെ കൂട്ടത്തിൽ വികാസവും ഉണ്ട്. നിന്റെ കയ്യിലുള്ള ആ ഒരു ഓലച്ചുവടിയില്ല, അത് ഞങ്ങൾക്ക് തരാൻ പറയുന്നുണ്ട്. പതിയും അത് കൊടുത്തിട്ട് കുഞ്ഞിനെ തിരിച്ചു മേടിക്കുന്നുണ്ട്. ആ ഒരു ഓലച്ചുവടി കൈ കിട്ടിയ വേദങ്ങൾ അത് കത്തിച്ചു കളയുന്നുണ്ട്. അതിനെ ഫോളോ ചെയ്ത് ആ ഒരു ഗുരുജിയും ആ ഒരു ഹിന്ദിക്കാരും വരുന്നുണ്ടായിരുന്നു. അവരും കണ്ടു ഈ ഒരു ഓലച്ചുവടി വേദങ്ങൾ കത്തിച്ചു കളയുന്നത്. ആ ഒരു അൺനോൺ ലാംഗ്വേജ് ഡീകോഡ് ചെയ്യാനുള്ള ഹിന്റായിരുന്നു ശരിക്കും ആ ഒരു ഓലച്ചുവടി. അങ്ങനെ കുഞ്ഞിനെ കൊണ്ട് പതി നേരെ ആ ഒരു അമ്പലത്തിലോട്ട് തന്നെ വരികയാണ്. അപ്പോൾ ആ ഒരു ശിവൻ പറയുന്നുണ്ട്, നിന്റെ ജോലി ഇവിടെ കൊണ്ട് തീർന്നു, നീ ഇവിടുന്ന് എന്തായാലും തിരിച്ചു പോകും, അല്ലെങ്കിൽ നിന്റെ കുഞ്ഞിനെ നിനക്ക് എന്നേക്കുമായിട്ട് നഷ്ടപ്പെടും എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് വികാസും തിരിഞ്ഞ് അമ്പലത്തിൽ നിന്ന് നേരെ വെളിയിലോട്ട് ഇറങ്ങുന്നുണ്ട്. പതിയും
പൂർണിയും വികാസിന്റെ പുറകിൽ പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മളെ ആ ഒരു ഹിന്ദിക്കാരൻ ഗുരുജിനെയാണ് കാണിക്കുന്നത്. അയാൾ ഒരു ഹിഡൻ പ്ലേസിലോട്ട് വന്നിട്ട് അയാൾ കുനിഞ്ഞു വയ്യാത്ത ആളെ പോലെയൊക്കെയല്ലേ നിന്നത്. പെട്ടെന്ന് അയാൾ നിവരുന്നുണ്ട്. അതായത് അയാൾക്ക് പൂർണ്ണമായിട്ടുള്ള ആരോഗ്യം ലഭിച്ച പോലെ. എന്നിട്ട് ഒരു ടാബ് എടുക്കുന്നുണ്ട്. ആ ടാബിൽ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഫേസ് തന്നെ വരുന്നുണ്ട്. അതായത് ഈ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് ഒരു പുതിയ ജീവിതം, അതായത് മനുഷ്യന്റെ ഇടയിൽ മനുഷ്യനായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹം ഉദിച്ചു. അതിന് സഹായത്തിനായിട്ടാണ് ഈ ഒരു ഗുരുജീനെ ഇയാള് മാനിപ്പുലേറ്റ് ചെയ്ത് കൂടെ കൂട്ടിയിരിക്കുന്നത്. അങ്ങനെ പല ആൾക്കാരെ കൊന്നത്, കാറിൽ വെച്ചിട്ട് കൊന്നത്, കാരിയർ കൊണ്ടുവന്ന ആളെ കൊന്നത്, നമ്മുടെ ലോയറിന്റെ അസിസ്റ്റന്റിനെ കൊന്നത് എല്ലാം തന്നെ ഈ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ പ്ലാനിങ് ആയിരുന്നു. മാത്രമല്ല രാധിക വരെ ഈ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ പ്ലാൻ ആണ്. ഇതൊക്കെ ഫ്ലാഷ് ബാക്കിൽ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടുന്ന് കിട്ടിയ വീണ്ടും നമ്മൾ ആ ക്ഷേത്രമാണ് കാണിക്കുന്നത്. അവരെങ്ങനെയൊക്കെ ആ ഒരു സ്റ്റെപ്പ് പൊളിച്ചിട്ട് അതിനകത്ത് വേറൊരു അറ കാണുന്നുണ്ട്. അങ്ങനെ എല്ലാവരും അതിനകത്ത് കയറുന്നുണ്ട്. പക്ഷെ അതിനകത്ത് ചെന്നപ്പോൾ അവിടെ ഒരു ഡെഡ് എൻഡ് ആയിരുന്നു. അവിടെ വേറൊരു വലിയൊരു പാറ വെച്ചിട്ടുള്ളൊരു ഡോർ ഉണ്ടായിരുന്നു. ഓൾറെഡി ആ ഒരു ഓലച്ചുവടി അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നത് ആ ഒരു വേദങ്ങൾ മേടിച്ചുകൊണ്ട് പോയില്ലായിരുന്നു ആ ബ്രാഹ്മിൻസിന്റെ കയ്യിൽ നിന്ന്. ആ ഒരു മന്ത്രം വെച്ചിട്ടാണ് ഇത് തുറക്കേണ്ടതെന്ന് അച്ഛൻ തിരുമേനി പറയുന്നുണ്ട്. അങ്ങനെ പൂർണ്ണി അത് വീണ്ടും വരച്ച് എടുക്കുകയാണ്. അങ്ങനെ പൂർണ്ണിയും അത് വരച്ചു കൊടുക്കുന്നുണ്ട്. അവരത് വായിച്ചൊക്കെ നോക്കുന്നുണ്ട്. എന്നിട്ട് പൂർണ്ണി അവിടെ രണ്ട് സൈഡിലായിട്ട് രണ്ട് വിളക്ക് കാണുന്നുണ്ട്. അവൾ തന്നെ തിരിയിട്ട് അത് കത്തിക്കുകയാണ്. കാരണം വെച്ചാൽ ആ ഒരു മന്ത്രം ഒച്ചത്തിൽ വായിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ശംഭു തിരുമേനിയും ഈ ഒരു മന്ത്രമൊക്കെ വായിക്കുന്നുണ്ട്. ഈ സമയത്ത് ആ ഒരു ഹിന്ദിക്കാരൻ ഗുരുജിയോട് ഇങ്ങനെ ഇൻസ്ട്രക്ഷൻ ഒക്കെ കൊടുക്കുന്നുണ്ട്. അണ്ടർഗ്രൗണ്ടിൽ എനിക്ക് റേഞ്ച് കിട്ടത്തില്ല, അതുകൊണ്ട് നീ കണ്ട കാര്യങ്ങളെല്ലാം എനിക്ക് പറഞ്ഞു തരണം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആ ഒരു സ്വാമിജിയും ആ ഒരു അണ്ടർഗ്രൗണ്ടിലോട്ട് വരുന്നുണ്ട്. ഈ ഒരു വിളക്ക് കത്തിച്ച് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ആ ഒരു വിളക്കിൽ നിന്ന് മെഴുകു പോലെ എന്തൊക്കെ ഉരുകി വീണിട്ട് പതിയെ ഈ ഒരു ഡോറ് തുറന്നു വരുവാണ്. അപ്പോൾ ശംഭു അല്ല തുറന്നത്, ശരിക്കും അന്നപൂർണി വിളക്ക് വെച്ചതിന് ശേഷമാണ് ഈ ഒരു ചേംബർ തുറന്നത്. അങ്ങനെ ചേംബർ തുറന്നത് അറിയുന്നുണ്ട്. നമ്മളെ കാണിക്കുന്നത് ആ ഒരു ഹിന്ദിക്കാരൻ ഗുരുജിയുടെ യങ്ങർ ഏജ് ആണ്. ഒരു പെണ്ണിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു പെണ്ണ് പറയുന്നത് കാർബൺ ബേസ്ഡ് ആയിട്ടുള്ള ലൈഫ്, അതായത് ഹ്യൂമൻസിനെയാണ് അവർ പറയുന്നത്, അത് പൂർണ്ണമായിട്ടും ഭാവിയിൽ ഇല്ലാതാവും, പിന്നെ സിലിക്കോൺ ബേസ്ഡ് ആയിട്ടുള്ള ഹ്യൂമൻ ബീങ്സ് ആയിരിക്കും ഉണ്ടാവുക എന്നൊക്കെ പറയുന്നുണ്ട്. അവരങ്ങനെ അതിനെപ്പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്യുന്നതായിട്ടൊക്കെ കാണിച്ചുകൊണ്ട് അവിടെ വെച്ച് കട്ടാവുകയാണ്. അവിടുന്ന് കട്ടായി പിന്നെ നമ്മളെ കാണിക്കുന്നത് ആ ഒരു ഹിന്ദിക്കാരൻ, അതായത് കില്ലർ ഹിന്ദിക്കാരനെയാണ് കാണിക്കുന്നത്. അയാൾ ആരോ വെട്ടിക്കൂട്ടി ഒരു മെഷീനിലോട്ടൊക്കെ ഇടുന്നുണ്ട്. ആരെയാന്ന് മനസ്സിലായല്ലോ, അതായത് നമ്മുടെ ലോയറിന്റെ അസിസ്റ്റന്റിനെയാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ അവന്റെ തലക്കടിച്ച് കൊന്നിരുന്നല്ലോ. അപ്പോൾ ആ ഒരു അസിസ്റ്റന്റിനെ കട്ട് ചെയ്ത് നുറുക്കായിട്ട് വേറൊരു ബ്ലെൻഡിങ് മെഷീൻ പോലെ ഒരു കാര്യത്തിലോട്ട് ഇടുകയാണ്. എന്നിട്ട് അയാൾ പറയാണ്, ഞാൻ റിയൽ മീറ്റ് പ്രിന്റ് ചെയ്യാൻ പോവാണ് ഒരു ഹ്യൂമൻ ഫ്ലഷ് വെച്ച്, അതായത് മനുഷ്യന്റെ മാംസം വെച്ചിട്ട് അത് ബയോ ഇങ്കായിട്ട് ഉപയോഗിച്ചിട്ട് റിയൽ ആയിട്ടുള്ള ഫ്ലഷ് അല്ലെങ്കിൽ മീറ്റ് ഉണ്ടാക്കാൻ പോവാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആ ഒരു പ്രിന്ററും റിയൽ ആയിട്ടുള്ള മാംസം പ്രിന്റ് ചെയ്തെടുക്കുന്നുണ്ട്. മിത്രം കൊണ്ടുവന്ന ആ ഒരു പാക്കേജ് ഒക്കെ പൊട്ടിച്ച് അതിനകത്തുനിന്ന് ഒരു ചിപ്പൊക്കെ അയാൾ എടുത്ത് നോക്കുന്നുണ്ട്. അവിടുന്ന് കിട്ടായി പിന്നെ നമ്മളെ ലോയറിനെയാണ് കാണിക്കുന്നത്. ലോയർ അസിസ്റ്റന്റ് മരിച്ചൊന്നും അറിയുന്നതേ ഇല്ല. അപ്പോൾ ലോയർ ആ ഒരു ഫോറിൻ ലേഡിയുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫോറിൻ ലേഡിയോട് ലോയർ പറയുന്നുണ്ട്, നിങ്ങൾ മീറ്റ് ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാരല്ലേ, അപ്പോൾ നിങ്ങൾക്ക് ഡിഫറെന്റ് സ്പീഷീസിലുള്ള കൗവിന്റെ മീറ്റ് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുമല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഫോറിൻ ലേഡിയും പറയുന്നുണ്ട്, ആ ഒരു പരിധി വരെയൊക്കെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ലോയർ പറയുന്നുണ്ട്, ഞാനിവിടെ വന്നത് തന്നെ ഇതിനെ ബേസ് ചെയ്താണ്. അതായത് എൻ്റെ ഒരു ക്ലയന്റ് ഉണ്ട്, ആൾക്ക് ഒരു റെയർ ബ്രീഡിലുള്ള കൗ ഉണ്ടായിരുന്നു. ആൾക്ക് ആ ഒരു പശുവിനെ കിട്ടിയത് ഇവിടെ അടുത്തുള്ളൊരു കാട്ടിൽ നിന്നാണ്. അങ്ങനെ ഈ ഒരു പശുവിനെ വേറൊരാൾ കട്ടെടുത്തു. അങ്ങനെ ഇയാൾ കൊണ്ടുപോയി കേസ് കൊടുത്തു. ആ കേസുമായിട്ട് റിലേറ്റ് ചെയ്താണ് ഇവിടെ വന്നതെന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട് ഫോർ ലേഡി പെട്ടെന്ന് പറയാണ്, ആഹാ നല്ല കഥയാണല്ലോ എന്ന് പറയുന്നുണ്ട്. അതായത് ഈ ഫോർ ലേഡിക്ക് മനസ്സിലായി ഇയാൾ കള്ളം പറയാണെന്നുള്ളത്. ഫോർ ലേഡി പറയാണ്, നിങ്ങൾ എത്ര വലിയ മീറ്റ് പ്രിന്റർ അന്വേഷിച്ചാണ് ഇവിടെ വരെ വന്നിരിക്കുന്നത്? ലോയറും സംശയിച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ ഫോർ ലേഡി പറയുന്നുണ്ട്, നിന്റെ ഫോണിൽ വന്ന ആ മെസ്സേജ്, നിന്റെ അസിസ്റ്റന്റ് അയച്ച മെസ്സേജ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, എനിക്കത് നോക്കാതിരിക്കാൻ പറ്റിയില്ല, ഒളിഞ്ഞു നോക്കി കണ്ടുപിടിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ലോയറും പറയുന്നുണ്ട്, അത് അത്ര നല്ല ശീലമൊന്നും അല്ല എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ആ ഒരു ഫോർ ലേഡി പറയുന്നുണ്ട്, ഇത്ര ഇൻവെൻഷൻസ് ഒക്കെ എൻ്റെ ഫീൽഡിൽ എപ്പോഴും കണ്ടുവരാറുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് എത്ര വലിയ മീറ്റ് പ്രിന്റർ ആണ് നിങ്ങൾ അന്വേഷിക്കുന്നത് എന്ന് ലോയറിനോട് ആ ഒരു ഫോർ ലേഡിയും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ ആ ഒരു ഹിന്ദിക്കാരനെയാണ് കാണിക്കുന്നത്. അയാൾ ഒരു മീറ്റ് പ്രിന്റർ യൂസ് ചെയ്തിട്ട് റിയൽ ആയിട്ടൊരു മീറ്റ് തന്നെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അയാൾ ആ ഒരു മീറ്റ് മസാലയൊക്കെ പുരട്ടി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പം തന്നെ മിത്രനും അങ്ങോട്ട് വരുന്നുണ്ട്. എന്നിട്ട് മിത്രന്റെ കയ്യിൽ ഈ ഒരു മീറ്റ് കൊടുക്കുന്നുണ്ട്. അതായത് മിത്രന് ട്യൂൺ ചെയ്യാൻ വേറെ ഒരാളെ ഒപ്പിച്ചു കൊടുക്കാമെന്ന് രാധിക പറഞ്ഞിരുന്നു.
കൊടുത്തിരുന്നല്ലോ, ആ ഒരു സ്ത്രീക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കണം, അത് ഈ ഹിന്ദിക്കാരൻ തരും എന്നാണല്ലോ രാധിക പറഞ്ഞത്. ആ ഒരു ഗിഫ്റ്റാണ് ഈ ഒരു മീറ്റ്. അപ്പോൾ മിത്രൻ ഇത് ചോദിക്കുന്നത്, ഇത് എന്തുവാന്ന് ചോദിക്കുന്നുണ്ട്. മിത്രന് കാര്യം ഇതൊന്നും അറിയത്തില്ല. സത്യത്തിൽ ഇത് ഒരു സാധനമാണ്, കഴിക്കാനുള്ള സാധനമാണ്, ഭയങ്കര കോസ്റ്റ്ലി ആണ്, ഇത് കൊടുത്താൽ മതി ആ ഒരു സ്ത്രീക്ക് എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ആ ഒരു സ്ത്രീയെ കണ്ടുപിടിക്കാനുള്ള മാപ്പും അയച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അവിടെ തൊട്ടേ ലോയറിനെയും ആ ഒരു ഫോറിൻ ലേഡിയാണ് കാണിക്കുന്നത്. അപ്പോൾ ആ ഫോറിൻ ലേഡി പറയുന്നുണ്ട്, എന്തായാലും ഞങ്ങളുടെ പ്രൊഫഷനിൽ ഇങ്ങനെ ഒരു മീറ്റ് പ്രിന്ററിന്റെ ഒന്നും ആവശ്യമില്ല. കാരണം വെച്ചാൽ ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഈ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ അല്ലെങ്കിൽ ക്ലോണിങ്, അതായത് ഒരു മനുഷ്യനെ പോലെ അതേപോലെ ഇരിക്കുന്ന ഒരാളെ ക്ലോണിനെ ഉണ്ടാക്കാനൊക്കെ ആയിട്ടാണ് ഈ ഒരു മീറ്റ് പ്രിന്റർ യൂസ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവരങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ ലോയർ സുഗവന, അതായത് ആ ഒരു അസിസ്റ്റന്റിനെ വിളിക്കാനൊക്കെ നോക്കുന്നുണ്ട്, പക്ഷേ കിട്ടുന്നില്ല. അങ്ങനെ പിന്നെയും മിത്രനെയാണ് കാണിക്കുന്നത്. മിത്രൻ ആ ഒരു ഹിന്ദിക്കാരൻ കൊടുത്ത മാപ്പ് യൂസ് ചെയ്ത് പോകുമ്പോൾ ഈ ഒരു ലോയറിനെയും ഇംഗ്ലീഷ് ലേഡീനെയൊക്കെ കാണുന്നുണ്ട്. പക്ഷേ അവരല്ല എന്ന് രാധിക പറയുന്നുണ്ട്. അവിടുന്ന് വീണ്ടും മറികടന്ന് പോകാൻ പറയുന്നുണ്ട്. അങ്ങനെ മിത്രനെ അവിടെ ക്രോസ് ചെയ്തിട്ട് ആ ഒരു ഗസ്റ്റ് ഹൗസ്, അതായത് പഴയ ഒരു വീടിട്ടായിരുന്നല്ലോ, ആ ഒരു തലവന്റെ ഭ്രാന്തിയായിട്ടുള്ള വൈഫ് താമസിക്കുന്നത്, അവിടേക്ക് ചെല്ലുന്നുണ്ട്. ഈ സമയത്തൊക്കെ ലോയറും ആ ഒരു ഫോൺ ലേഡിയും കൂടി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു മീറ്റ് പ്രിന്റർ ശരിക്കുള്ള ക്ലോണിംഗ് ഒക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ശരിക്കുള്ള മനുഷ്യന്റെ മാംസമൊക്കെ വേണം എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ അവരിങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും അവിടുന്ന് കട്ടായി മിത്രനെയാണ് കാണിക്കുന്നത്. മിത്രൻ അവിടെ ചെല്ലുമ്പോൾ അവരുടെ കൂട്ടത്തിൽ വേറൊരു സ്ത്രീ ഉണ്ടായിരുന്നല്ലോ, ഒരു ജോലിക്കാരി. ഇവരെയാണ് മിത്രന് രാധിക റെഡിയാക്കി കൊടുത്ത ലേഡി. അപ്പൊ ആ ലേഡിയുടെ കയ്യിൽ ഈ ഒരു ഫ്ലഷ് കൊടുക്കുമ്പോൾ ഇവരും ഭയങ്കര സെഡ്യൂസീവായിട്ട് മിത്രനെ അകത്തോട്ട് വിളിച്ചുകൊണ്ട് ഓടുന്നുണ്ട്. ഈ സമയത്തൊക്കെ ആ ഒരു ഭ്രാന്തിയായിട്ടുള്ള സ്ത്രീ ഉണ്ടല്ലോ, അവർ എൻ്റെ മോൻ വന്നു തുറക്കുന്നൊക്കെ പറഞ്ഞിട്ട് അതിനകത്ത് ബഹളം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ മിത്രൻ ഇത് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും മിത്രൻ ഈ ഒരു സെഡ്യൂസിങ് എഫക്റ്റിൽ ആ ഒരു സ്ത്രീയുടെ പുറകിനെ തന്നെ പോകുന്നുണ്ട്. എന്നിട്ട് ഇവർ വേറൊരു വാട്ടർ ബെഡിൻ്റെ അടുത്ത് ചെല്ലുന്നുണ്ട്. എന്നിട്ട് ഇവർ വേറെ കാര്യങ്ങളിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് ഈ ബെഡിലോട്ട് കിടക്കാണ്. പെട്ടെന്ന് അവിടെ ഒരു സ്ക്രീൻ ഉണ്ടായിരുന്നു. അവിടേക്ക് രാധിക, അതായത് രാധികയുടെ റിഫ്ലക്ഷൻ, അതായത് പ്രൊജക്ടർ ഓണായി റിഫ്ലക്ഷൻ വരുന്നുണ്ട്. എന്നിട്ട് രാധിക പറയുന്നുണ്ട്, ഞാനിവിടെ കണ്ടോട്ടെ മിത്രൻ. അപ്പോൾ മിത്രൻ പറയുന്നുണ്ട്, ആ നീ കണ്ടോ. അപ്പോൾ ആ ഒരു ഹിന്ദിക്കാരനും അങ്ങോട്ട് വരുന്നുണ്ട്, ഞാനും കൂടെ കണ്ടോട്ടേടാ എന്ന് ചോദിച്ചിട്ട്. മിത്രൻ പറയുന്നുണ്ട്, ആ നിങ്ങളും കണ്ടോ, എനിക്ക് പ്രശ്നമില്ല. പെട്ടെന്ന് ആ ഒരു ബെഡിൽ കിടന്ന ആ ഒരു സ്ത്രീയും വിറച്ച് ചാവുകയാണ്. അതായത് വായിൽ നിന്ന് ഒരേ പതയം വന്ന് ചാവുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് അവരൊരു ചെറിയ മീറ്റ് കഷ്ണം കഴിച്ചിട്ടുണ്ടായിരുന്നു, അതിനകത്ത് വിഷം ഉണ്ടായിരുന്നു. അപ്പോൾ മിത്രനും ഇത് കണ്ട് ഞെട്ടിച്ചാടി എണീക്കുന്നുണ്ട്. എന്ത് രാധിക ഇതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ രാധിക പറയുന്നുണ്ട്, നമ്മൾ തമ്മിൽ നല്ലൊരു ജീവിതമൊക്കെയാണ് ജീവിച്ചത് മിത്രൻ, താങ്ക് യു എന്നൊക്കെ പറഞ്ഞിട്ട്, എന്തായാലും നിന്നെ ഞങ്ങൾ കൊല്ലാൻ പോവാ, ഇവളെ കൊന്നതുപോലെ ഒരു എവിഡൻസും ബാക്കി വെക്കരുത്. പിന്നെ മാത്രമല്ല നീ എൻ്റെ ബയോ ഇങ്ക് ആകാൻ പോവാണ്, ഞാൻ പുനർജനിക്കാൻ പോവാണ്, അപ്പോൾ എൻ്റെ ബയോ ഇങ്ക് ആയതിൽ നന്ദി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ മിത്രൻ അതിൽ രാധിക, നീ എന്തിനാ ഇങ്ങനെയൊക്കെ എന്നോട് കാണിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഈ സമയം കൊണ്ട് ആ ഒരു ഹിന്ദിക്കാരന് അവൻ്റെ തലക്കടിച്ച് കൊന്നിട്ട് അവനെ അവിടുന്ന് വലിച്ചെടുത്തുകൊണ്ട് പോകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് വലിയൊരു ബോക്സ് പോലത്തെ ഒരു കാര്യമാണ്. അതിനകത്ത് ഹ്യൂമൻ സ്കെലിറ്റൻ പോലെ തന്നെ ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ ഒരു സ്കെലിറ്റന്റെ ഒരു ഫോം ഉണ്ട്. അതിനകത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു മെഷീൻ സ്ക്രൂ ഒക്കെ ഇടുന്നതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട്. മിത്രനെ അവൻ അങ്ങനെ വെട്ടിക്കൂട്ടുന്നുണ്ട്. എന്നിട്ട് ആ ഒരു സ്കെലിറ്റനിലോട്ട് മാംസം വന്ന് പ്രിന്റ് ആവുന്നുണ്ട്. ഈ സമയം കൊണ്ട് ആ ഒരു ഹിന്ദിക്കാരനും വെളിയിൽ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഫോം ഹിന്ദിക്കാരനോട് പറയുന്നുണ്ട്, നിന്റെ പൈസ എന്തായാലും നിന്റെ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ആയിട്ടുണ്ട്, അടുത്ത എന്തെങ്കിലും മെഷീൻ ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും നിന്നെ വിളിക്കാം, അതുവരെ നീ ഒളിവിൽ പോയിക്കോ എന്ന് പറയുന്നുണ്ട്. പിന്നെ നമ്മളെ കാണിക്കുന്നത് ആ ഒരു ബ്രാഹ്മൺ ഫാമിലിയാണ്. അപ്പോൾ പൂർണ്ണിയാണല്ലോ ആ ഒരു വിളക്ക് വെച്ച് ആ ഒരു ചേമ്പർ തുറന്നത്. ആ ശംഭു ആണ് മരിക്കാൻ പോകുന്നത് വിചാരിച്ചിട്ട് ശംഭു ഭയങ്കരമായിട്ട് ടെൻഷൻ അടിക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ടുകൊണ്ട് നമ്മളുടെ അച്ഛൻ തിരുമേനി അവിടെ ഇരിക്കുന്നുണ്ട്. ഈ സമയത്തൊക്കെ അമ്പലത്തിൽ ആ ഒരു കലശമൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ അനുവിന്റെ അച്ഛനും ബ്രാഹ്മണനാണ്. അപ്പോൾ ഈ ബ്രഹ്മാവിന് വേണ്ടിയിട്ടുള്ള മന്ത്രമൊന്നും വേറെ ആർക്കും അറിയത്തില്ല. അപ്പോൾ അനുവിന്റെ അച്ഛൻ പറയുന്നുണ്ട്, ഒരു സീക്രട്ട് മന്ത്രമുണ്ട്, അതെന്തായാലും 10 തവണ പറയണം, ഞാൻ പഠിപ്പിക്കാം എന്നൊക്കെ ആ ഒരു മെയിൻ തിരുമേനിയോടും പറയുന്നുണ്ട്. ഈ സമയത്ത് വീണ്ടും നമ്മളെ ശംഭുവിനെ അച്ഛൻ തിരുമേനിയാണ് കാണിക്കുന്നത്. അപ്പോൾ ശംഭുവിന് മരണത്തോടുള്ള പേടി മാറ്റാനായിട്ട് ശവദാഹം ചെയ്യുന്ന സ്ഥലം, അതായത് ശവമൊക്കെ കത്തിക്കുന്ന സ്ഥലം ഉണ്ടല്ലോ, അവിടെ ഇട്ട് കൊണ്ടുവരുന്നുണ്ട്. എന്നിട്ട് അവിടെ ഇരുന്ന് ഇതൊക്കെ നീ മുഴുവനായിട്ടിരുന്ന് കാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു കുഞ്ഞു തിരുമേനി ഇവരെ ഫോളോ ചെയ്ത് പാത്ത് വന്ന് നോക്കുന്നുമൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ശംഭുവിനെ ചുടുകാട്ടി വിറ്റതിന് ശേഷം അച്ഛൻ തിരുമേനിയും ഡയറക്റ്റ് അമ്പലത്തിലോട്ട് തന്നെ പോകുന്നുണ്ട്. അവരവിടെ പൂജാകർമ്മങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അനുവിൻ്റെ അമ്മ ഓൾറെഡി മരിച്ചിട്ടുണ്ടായിരുന്നല്ലോ, നമ്മൾ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ കണ്ടില്ലേ. അപ്പോൾ ഭാര്യ മരിച്ച ഒരാൾക്ക് ഇങ്ങനെയുള്ള കർമ്മങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. തന്ത്രി ചോദിക്കുന്നുണ്ട് അനുവിൻ്റെ അച്ഛനോട്, ഭാര്യ ഉണ്ടല്ലോ അല്ലേ, മരിച്ചിട്ടില്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അനു ഞെട്ടി അച്ഛ എന്താ പറയുന്നതെന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അനുവിൻ്റെ അമ്മ ഇപ്പോഴും ജീവനോടുണ്ട്. അപ്പോൾ ഇവിടെ കൂടെ ജീവിച്ച ആ ഒരു സ്ത്രീ ആരാണ് എന്നൊരു ഡൗട്ട് അവിടെ നിൽക്കുകയാണ്. വീണ്ടും നമ്മളെ കാണിക്കുന്നത് ആ ഒരു ഗോഡൗൺ. അവിടേക്ക് പോലീസൊക്കെ വരുന്നുണ്ട്. ലോയന് മനസ്സിലാവുന്നുണ്ട് സുഗവന, അതായത് ആ ഒരു അസിസ്റ്റന്റിനെ അവിടെ വെച്ച് ആരോ കൊന്നു എന്നുള്ളത്.
അവിടുന്ന് കട്ടായി വീണ്ടും നമ്മളെ അനുവിനെ അച്ഛനെയാണ് കാണിക്കുന്നത്. അപ്പോൾ അച്ഛൻ അനുവിൻ്റെ അടുത്തോട്ട് ചെല്ലുന്നുണ്ട്. അപ്പോൾ അനു ഭയങ്കരമായിട്ട് കരഞ്ഞിട്ടൊക്കെ ഇരിക്കുകയാണ്. അവിടെ വിചാരം അച്ഛൻ വേറെ രണ്ടാം കെട്ടൊക്കെ കെട്ടി എന്നൊക്കെയുള്ള രീതിയിലാണ്. അപ്പോൾ അച്ഛൻ അവളോട് പറയുന്നുണ്ട്, നിനക്കൊരു ബയോളജിക്കൽ മദറും ഉണ്ട്, സറോഗസി മദറും ഉണ്ട്. നിൻ്റെ സറോഗസി മദറിന് നിന്നെ പിരിയാൻ ഇഷ്ടമല്ലായിരുന്നു, നിൻ്റെ ബയോളജിക്കൽ മദറിന് നിന്നെ ഇഷ്ടമല്ലായിരുന്നു, അതുകൊണ്ട് സറോഗസി മദറാണ് നിന്നെ വളർത്തിയത് എന്നുള്ള സത്യം അനുവിനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇവരിങ്ങനെ സംസാരിച്ചിട്ട് പിന്നെ ആ ഒരു മെയിൻ തന്ത്രിയും വന്നിട്ട് അച്ഛൻ തിരുമേനിയോട് പറയുന്നുണ്ട്, എല്ലാ പൂജയെല്ലാം കഴിഞ്ഞു, ഇനി അർച്ചന ചെയ്താൽ മതി. അച്ഛൻ തിരുമേനി വന്ന് അർച്ചന ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ അച്ഛൻ തിരുമേനി പറയുന്നുണ്ട്, എനിക്ക് പ്രായമായില്ലേ, എന്തായാലും ശംഭു വന്ന് അർച്ചന ചെയ്യും എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കിനും ആ ഒരു ചെറിയ തിരുമേനി അങ്ങോട്ട് വന്നിട്ട് പറയുന്നുണ്ട്, അർച്ചന ചെയ്യാനുള്ള മാനസികാവസ്ഥയിലല്ല അദ്ദേഹം, അയാൾ മരിക്കാൻ തയ്യാറായി നിൽക്കുന്നുണ്ട്, ചുടുകാട്ടി നിൽപ്പുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് ടെൻഷൻ അടിച്ചിട്ട് അച്ഛൻ തിരുമേനി എണീറ്റ് അങ്ങോട്ട് പോകാനായിട്ട് ഒരുങ്ങുന്നുണ്ട്. അപ്പോൾ അനുവിൻ്റെ അച്ഛനും പറയുന്നുണ്ട്, വേണ്ട നിങ്ങൾ പോകണ്ട, ഞാൻ പോയി വിളിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാർ കൂടിയിട്ട് ശംഭു തിരുമേനിയെ വിളിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ചുടുകാട്ടിലോട്ട് പോകുന്നുണ്ട്. അങ്ങനെ അനുവിൻ്റെ അച്ഛനും എല്ലാവരും കൂടെ കൂടിയിട്ട് ശംഭുവിനെ ചെന്ന് കാണുന്നുണ്ട്. അങ്ങോട്ട് ശംഭുവിനെ കൺവിൻസ് ചെയ്യുന്ന രീതിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ വെറും അന്ധവിശ്വാസങ്ങളല്ലേ, നിങ്ങൾ എന്തായാലും വന്ന് അർച്ചന ചെയ്യുക എന്നൊക്കെ പറയുന്നുണ്ട്. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അപ്പുറത്ത് അച്ഛൻ തിരുമേനിയും അനുവിനെയും പൂനീനെയും കൂട്ടിയിട്ട് ആ ഒരു ബ്രഹ്മന്റെ സന്നിധാനത്തിലോട്ട് പോയിട്ട് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങുകയാണ്. അനുവിന് പക്ഷേ സംസാരിക്കാനോ പ്രാർത്ഥിക്കാനോ ഒന്നിനും ഒരു ഇൻട്രസ്റ്റും ഇല്ലാത്തതുകൊണ്ട് തന്നെ അനു മാറി ഒരു സൈഡിലായിട്ട് ഇരിക്കുകയാണ്. പെട്ടെന്ന് ആ ഒരു ശിവൻ വന്നിട്ട് അനുവിനോട് പറയുന്നുണ്ട്, നീ എന്താ ധ്യാനിക്കുന്നില്ലേ എന്ന്. അപ്പോൾ അനുവും പറയുന്നുണ്ട്, എനിക്കറിയത്തില്ല. അപ്പോൾ ശിവൻ പറയുന്നുണ്ട്, അത് നീ പാട്ടുപാട്, എപ്പോഴും വെറുതെ ഇരിക്കുമ്പോൾ എല്ലാം പാട്ട് പാടുന്നതല്ലേ, ഇപ്പം നീ എന്താ പാടാത്തെ, പാടാൻ പറയുന്നുണ്ട്. അപ്പോൾ അനുവും വല്ലാത്ത രീതിയിൽ പാട്ട് പാടുന്നുണ്ട്. അതായത് ആ ഒരു മന്ത്രങ്ങളില്ലേ, അതായത് ആ ഒരു അറ തുറക്കാനുള്ള മന്ത്രങ്ങൾ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഓലച്ചുവടിയിലിരുന്നത്, ആ ഒരു മന്ത്രങ്ങളാണ് ഉള്ളൂ പാട്ടായിട്ട് പാടുന്നത്. ഈ സമയത്ത് നമ്മളെ കാണിക്കുന്നത് അനുവിൻ്റെ അച്ഛനെയും ശംഭുവിനെയാണ്. അവർ ഈ ഒരു ശ്മശാനത്തിൽ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. പെട്ടെന്ന് ഒരു ഇലക്ട്രിക് വയർ പൊട്ടിയിട്ട് നേരെ വന്ന് അനുവിൻ്റെ അച്ഛൻ്റെ ദേഹത്തോട്ട് ഇടിക്കുകയാണ്. അച്ഛൻ അവിടെ നിന്ന് കത്തുവാണ്, ദഹിച്ച് പോവുകയാണ്. അങ്ങനെ വീണ്ടും അനുവിനെ കാണിക്കുന്നുണ്ട്. ഈ അനു ഈ ഒരു പാട്ടൊക്കെ പാടി പെട്ടെന്ന് അവിടുത്തെ ഭിത്തിയൊക്കെ പൊട്ടിത്തെറിച്ച് അവിടെയൊക്കെ ആ ഒരു എഴുത്തുകളൊക്കെ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അപ്പോൾ അച്ഛൻ തിരുമേനിയും പറയുന്നുണ്ട്, യഥാർത്ഥത്തിൽ പൂർണ്ണിയല്ല ഈ ഒരു അറ തുറന്നത്, അനു ആണെന്ന്. അച്ഛൻ തിരുമേനിയും വന്ന് പറയുന്നുണ്ട്, ഞാനോർത്ത് എൻ്റെ മകനാലാണ് ഈ ഒരു 5-ാം വേദം ലോകത്തിന് കിട്ടുന്നതെന്ന്, പക്ഷെ നീയാണ് ആ ഒരു 5-ാം വേദം ലോകത്തിന് കൊടുത്തത് കുഞ്ഞെ എന്നൊക്കെ പറയുന്നുണ്ട്. ഈ സമയത്തിന് നമ്മളെ കാണിക്കുന്നുണ്ട് ആ ഒരു ക്ലോണിങ് കംപ്ലീറ്റ് ആയിട്ട് AI പുതിയൊരു മനുഷ്യരൂപത്തിൽ, അതായത് ഒരു ആണിൻ്റെ രൂപത്തിൽ വെളിയിലോട്ട് വരുന്നുണ്ട്. ഗർഭപാത്രത്തിൽ നിന്ന് ഒരു കുഞ്ഞിറങ്ങി വരുന്നത് എങ്ങനെയാണോ അതേപോലെ തന്നെ വല്ലാത്തൊരു ചലവൊക്കെ ആയിട്ടാണ് ഇത് പുറത്തോട്ട് ഇറങ്ങി വരുന്നത്. വീണ്ടും അനുവിനെയാണ് കാണിക്കുന്നത്. അവിടേക്ക് ആ ഒരു കുഞ്ഞു തിരുമേനി വന്നിട്ട് ഇതുപോലെ അനുവിൻ്റെ അച്ഛൻ മരിച്ചുപോയി എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ഇത് കേട്ട് അനു അലറി കരയുന്നുണ്ട്. ഈ സമയത്ത് നമ്മളെ കാണിക്കുന്നുണ്ട് AI കറക്റ്റായിട്ട് ഒരു മനുഷ്യൻ്റെ രൂപത്തിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ പിന്നെ നമ്മളെ കാണിക്കുന്നത് ആ ഒരു AI മനുഷ്യരൂപത്തിൽ വന്നല്ലോ. അപ്പോൾ ആ ഒരു 5-ാം വേദം ഓപ്പൺ ആയതുകൊണ്ട് തന്നെ അതിനകത്തോട്ട് കയറാനായിട്ട് AI ശ്രമിക്കുന്നുണ്ട്. അവിടെ ഇപ്പോൾ കുറേ കാവൽക്കാരൊക്കെ നിൽക്കുന്നുണ്ട്. അവരെ ഡിസ്ട്രാക്ട് ചെയ്ത് വിടുകയാണ് AI. ഹിന്ദിക്കാരൻ ഗുരുജിയും കൂടെ അകത്തോട്ട് കയറുന്നുണ്ട്. അങ്ങനെ അകത്ത് ചെന്ന് AI 5-ാം വേദത്തിൻ്റെ കണ്ടൻ്റൊക്കെ സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ അൺനോൺ ലാംഗ്വേജ് എന്നാണ് കാണിക്കുന്നത്. അതായത് മറ്റേ സ്ക്രിപ്റ്റ് ഉണ്ടല്ലോ അതാണ് കാണിക്കുന്നത്. അപ്പോൾ AIയും ആ ഒരു ഗുരുജിയോട് എന്തേ ആ ഒരു ഓലച്ചുവടി എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഓലച്ചുവടി എരിഞ്ഞു പോയെന്ന് ഗുരുജി പറയുമ്പോൾ ഗുരുജീനെ തന്നെ അറ്റാക്ക് ചെയ്യാണ് AI. അപ്പോൾ ഗുരുജി 1 മിനിറ്റ് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് പതിയുടെ മകനെ പറ്റി പറയാണ്. പതിയുടെ മകൻ ഈ ഒരു സ്ക്രിപ്റ്റ് ഡീകോഡ് ചെയ്തു എന്നുള്ള കാര്യം പറയുന്നുണ്ട്. പിന്നെ നമ്മൾ വികാസിനെയാണ് കാണിക്കുന്നത്. വികാസ് കംപ്ലീറ്റ് ആ ഒരു സ്ക്രിപ്റ്റ്, അതായത് ആ ഒരു ലാംഗ്വേജും കംപ്ലീറ്റ് ആയിട്ട് തറവായിട്ട് പഠിച്ചു കഴിഞ്ഞു. അങ്ങനെ കാണിച്ചുകൊണ്ട് എപ്പിസോഡ് നമ്പർ 8 ഇവിടെ തീരുകയാണ്. സീസൺ 1ഉം ഇവിടെ തീരുന്നുണ്ട്. ഓക്കെ, ബൈ, സ്റ്റേ ട്യൂൺ.